എല്ലാവർക്കും നമസ്കാരം. നമ്മൾ മൂന്നാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈശാവാസ്യം തുടങ്ങിയ മന്ത്രമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതില് എന്താണ് ഉപനിഷത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഉപനിഷത്ത് ഗ്രന്ഥങ്ങൾ വേദത്തിൽ എവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുക? അതില് ഈ ഈശാവാസ്യ ഉപനിഷത്ത് ഏത് ഭാഗത്താണ് പ്രതിഷ്ഠിതമായിട്ടുള്ളത്? എല്ലാവരും ഒരേപോലെ സ്വീകരിക്കുന്ന ഒരു ഉപനിഷത്താണ് ഈശാവാസ്യ ഉപനിഷത്ത്. അതിൽ തന്നെ ഈശാവാസ്യം എന്ന് തുടങ്ങുന്ന മന്ത്രത്തോടെയാണ് അത് ആരംഭിക്കുന്നത്. 18 മന്ത്രങ്ങളാണ് അതിൽ വരുന്നത്. അതില് ഈശാവാസ്യം എന്നുള്ള പേരിൽ നിന്ന് തന്നെയാണ് ഈ ഉപനിഷത്തിന് അങ്ങനെ ഒരു പേര് ചാർത്തി കിട്ടുന്നത്. അതിൽ ആദ്യത്തെ മന്ത്രത്തിന്റെ ആദ്യത്തെ ഈശാവാസ്യം എന്നുള്ളതിനെയാണ് നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. ആ മന്ത്രത്തിന്റെ പൂർവാർദ്ധവും നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ബാക്കി എന്താണ് ആ മന്ത്രത്തിൽ ഇനിയും കുറച്ച് നമ്മളോട് സംവദിക്കുവാനായിട്ടുണ്ട്. അതെന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്ക് വിധേയമാക്കാൻ ഉദ്ദേശിക്കുന്നത്. 1 മിനിറ്റിന് ശേഷം നമ്മൾ ചർച്ച തുടരുന്നതായിരിക്കും. അപ്പോൾ ഇതിന്റെ റിപ്ലൈ 2 കഴിഞ്ഞ 2 ദിവസം നടന്ന അത് നമ്മളുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കേട്ടു നോക്കാവുന്നതാണ്. അതില് തുടക്കത്തിൽ ഒരു പ്രഭാഷണം, ഒരു ക്ലാസ് പോലെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷമാണ് ചർച്ചയും ചോദ്യോത്തരങ്ങളും ആയിട്ട് വന്നിട്ടുള്ളത്. പരമാവധി ഈ വിഷയത്തോട് നീതി പുലർത്താവുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കാറ്. ഒട്ടും ബന്ധമില്ലാത്ത വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ ഇരിക്കാൻ പരമാവധി ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. അപ്പോ ഒരു മിനിറ്റിന് ശേഷം നമ്മൾ ആരംഭിക്കുന്നതായിരിക്കും. ഓക്കെ. നമ്മൾ അധികം നേരം കളയുന്നില്ല. നേരിട്ട് നമ്മൾ വിഷയത്തിലൂടെ കിടക്കുകയാണ്. ഈശാവാസ്യം ഇതം സർവം. ഈ കാണപ്പെടുന്നതെല്ലാം ഈശ്വരനാൽ ആവസിക്കപ്പെടേണ്ടതാകുന്നു എന്നോ ഈശ്വരനാൽ ആവസിക്കപ്പെട്ടതാണ് എന്നോ ഇതിനർത്ഥം ചിന്തനം ചെയ്യാം എന്ന് പറയുകയുണ്ടായി. അതിൽ തന്നെ ഈ കാണപ്പെടുന്നതെല്ലാം ഈശ്വരനാൽ ആവസിക്കപ്പെടേണ്ടുന്നതുണ്ട് എന്നാണ് അർത്ഥമെങ്കിൽ അതിനെപ്രകാരം ചിന്തിക്കണമെന്ന് ചന്ദനം ദീർഘകാലം ജലത്തിൽ കിടന്നതിന്റെ പേരിൽ അതിന്റെ സുഗന്ധം ഒക്കെ പോയി ദുർഗന്ധം വമിക്കുകയാണ് ഉണ്ടായത്. ശേഷം ഈ കാണപ്പെടുന്നതല്ല, ഈ ചന്ദന മുട്ടി, ഈ ചന്ദനത്തിന്റെ കഷ്ണം അകില് സുഗന്ധപൂരിതമാണെന്ന് പറയുമ്പോൾ ഇപ്രകാരമാണ് അതെന്ന് തിരിച്ചറിയാനാവാത്ത ഒരാളോട് പറയുകയാണ്. നമ്മൾ ആ ചന്ദനം എടുത്ത് അതിന്റെ അഴുകിയ ഭാഗമൊന്ന് തുടച്ച് വൃത്തിയാക്കി ശേഷം ചന്ദനമുട്ടിയിൽ വെച്ച് നല്ലപോലെ മഥനം ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സ്വരൂപഭൂതമായ സുഗന്ധത്താൽ ആ ചന്ദനം ആവൃതമാക്കപ്പെടും. ചന്ദനത്തിന് പുറത്തേക്കും അത് വ്യാപിക്കും. അപ്പോഴാണ് അതിന്റെ സൗരഭ്യം നമുക്ക് മനസ്സിലാവുകയുള്ളൂ എന്നുള്ള അർത്ഥത്തിലാണ് അഭേദ്യമായ ബന്ധമാണ് ചന്ദനവും ചന്ദനത്തിന്റെ സുഗന്ധവും എന്ന് മനസ്സിലാക്കണം. അതല്ലാതെ എന്ന് കണ്ടുകൊണ്ട് മറയ്ക്കുവാനായിട്ട് ഇവിടെ ഒന്നുമില്ല എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ ഉയരണമെന്ന് ശങ്കരാചാര്യരും, ഈ കാണപ്പെടുന്നതെല്ലാം ഈശ്വരനാൽ സ്വഭാവേന ആവസിക്കപ്പെട്ടത് കൊണ്ട് നമ്മൾ മുക്തനായിരിക്കണം. ആരോടും അവൻ ഈ ശരീരത്തോട് പോലും താൽക്കാലികമാണ്, കർമ്മവശകയാൽ കിട്ടിയതാണ് എന്നുള്ള തിരിച്ചറിവിൽ കഴിഞ്ഞുകൂടണം. അപ്പൊ ആ ഒരു തത്വചിന്തയിലേക്ക് ഉയരുന്നതിന് വേണ്ടിയിട്ടുള്ള ജീവിതക്രമത്തിന്റെ ഭാഗമായിട്ട് ആ ത്യാഗം കൊണ്ട് ആത്മാവിനെ പാലിക്കണം, അഥവാ ഭുജിക്കണം, കഴിഞ്ഞുകൂടണം.
ഈ ധനമെല്ലാം ആരുടേതാണ് എന്നൊരു ആക്ഷേപാർത്ഥത്തിലോ മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ആരുടെയും ധനത്തെ ആഗ്രഹിക്കരുതെന്നോ എന്നൊക്കെ സന്യാസ മാർഗത്തിൽ ചരിക്കുന്നവർക്കുള്ള ഒരു മാർഗനിർദ്ദേശമായിട്ടാണ് അങ്ങനെയാണ് ഈ ഉപനിഷത്തിന്റെ ഈ മന്ത്രം അവസാനിക്കുന്നത്. ഈശാവാസ്യമിതം സർവം എന്നുള്ള മന്ത്രത്തിന് വ്യാഖ്യാനിക്കാം. കുറച്ചും കൂടി എന്താണ് ഇന്നലെ നമ്മൾ നല്ലപോലെ അതിന്റെ അർത്ഥം പല വീക്ഷണകോണുകളിൽ നിന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായിട്ടുണ്ട്. വ്യത്യസ്ത ഉപനിഷത്തുകളിൽ നമ്മൾ ക്വാട്ടിങ് നടത്തിയിട്ടുണ്ട്. ഇന്ന് അതേപോലെ ഒരു പ്രകടന ഗ്രന്ഥമാണ് നമ്മൾ അതിലൊരു വിഷയമാണ് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിന് ഈ മന്ത്രത്തിന്റെ ബാക്കിയുള്ള ഭാഗം പൂർവാർദ്ധം എന്ന് പറയുകയുണ്ടായിട്ട് അതിൽ നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി ഒന്ന് ചിന്ത ചെയ്തതിന് ശേഷം ഈശാവാസ്യമിതം എന്നുള്ള ഭാഗത്തോട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പൊ ഈശാവാസ്യമിതം സർവം യത് കിഞ്ചിത് യാതൊന്ന് ഉള്ളതായിട്ടുണ്ടോ ജഗത്യാം ജഗത്ത് ഈ കാണപ്പെടുന്നത് ഏതിൽ നിന്നാണോ ഏതൊരു ആധാരത്തിൽ നിന്നാണോ അതിൽ നിന്ന് ചലനാത്മകമായിട്ട് എന്തുണ്ടോ പ്രപഞ്ചാകാരേണ പരിലസിച്ച് വിടർന്നു നിൽക്കുന്ന എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന എന്താണോ അത് ഏത് ആധാരത്തിലാണോ അത് ചലിച്ചുകൊണ്ടിരിക്കുന്നത് അതെല്ലാം ഈശ്വരനാൽ ആവസിക്കപ്പെടേണ്ടതാകുന്നു അഥവാ ആവസിക്കപ്പെട്ടതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ത്യാഗത്താൽ എന്നാണ് പറഞ്ഞത്. അപ്പൊ എങ്ങനെയാണ് ഈ കാണപ്പെടുന്നതെല്ലാം ഈശ്വരനാൽ ആവസിക്കപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞതിന് ശേഷം ആ ത്യാഗത്താൽ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ആ ത്യാഗത്താൽ ഭുജിക്കുക അഥവാ പരിപാലിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു ശരിയില്ലായ്മയുണ്ടല്ലോ. ത്യജിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ത്യജിക്കപ്പെട്ടതിനെ കൊണ്ട് നമുക്ക് പാലിക്കാൻ പറ്റുമോ? വ്യക്തമാക്കപ്പെട്ടതിനെ തുടർന്ന് നമുക്കതിനെ ഭുജിക്കാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യത്തിന് മറുപടി പറഞ്ഞു. ഇങ്ങനെ അർത്ഥം ചിന്ത ചെയ്യുമ്പോൾ ഉപേക്ഷിക്കപ്പെട്ട പുത്രൻ ഒരിക്കലും നമ്മളെ രക്ഷിക്കാൻ വരില്ല, അഥവാ മരണപ്പെട്ട പുത്രൻ നമ്മുടെ സ്വരക്ഷയ്ക്ക് ഒരിക്കലും വരികയില്ല. അപ്പോ ത്യാഗം കൊണ്ട് എങ്ങനെയാണ് പരിപാലിക്കുക? അവിടെ ഒരു യുക്തിയില്ലായ്മ ഉണ്ടല്ലോ എന്നുള്ള ചോദ്യത്തിന് മറുപടി ആയിട്ട് നമ്മൾ പറയുകയുണ്ടായിട്ടുണ്ട്. ആ ത്യാഗത്താൽ എന്ന് പറയുന്നത് കൊണ്ട് അതിക്രമിക്കണം എന്നുള്ളൊരു ചിന്തയാണ് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിന്റെ കർമ്മങ്ങളുടെ നിസ്സാരത ബോധിച്ച വ്യക്തിക്ക് സ്വാഭാവികമായിട്ട് കർമ്മങ്ങൾ അയാളിൽ നിന്ന് കൊഴിഞ്ഞു പോകും. അത് പുറമേ നിന്ന് ആരെങ്കിലും നിർബന്ധിച്ചത് കൊണ്ടല്ല. ഇതിന്റെ ശരിയായ അർത്ഥവിചാരത്തിലോട്ട് കടക്കുമ്പോൾ ഇതിന്റെ ബാക്കിയുള്ളതിന്റെ എല്ലാം അപ്രസക്തത ബോധിച്ച ഒരാളെ സംബന്ധിച്ചാണ് അതിന്റെ നിസ്സാരത ബോധ്യപ്പെടുക. അങ്ങനെ യഥാർത്ഥത്തിൽ കർമ്മങ്ങൾ കൊഴിഞ്ഞു പോയ ഒരു വ്യക്തിയാണ് ആ ത്യാഗത്താൽ അപ്രകാരമുള്ള ത്യാഗത്താൽ ആത്മാവിനെ പാലിക്കണമെന്നാണ് അർത്ഥം ചിന്തിക്കേണ്ടത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ എന്തിനെ ഉപേക്ഷിച്ചു എന്ന് പറയുന്നുവോ വാസ്തവത്തിൽ നമ്മൾ അതിനെ ഉപേക്ഷിക്കല്ല. ആ ഉപേക്ഷിച്ചു എന്ന് നമ്മളാൽ തോന്നിയത് നമ്മുടെ കൂടെ ഉണ്ടാവുകയാണ് എപ്പോഴും ചെയ്യുക. പലപ്പോഴും പലരും നമ്മൾ തന്നെ കൂട്ടത്തിൽ പറയാറുണ്ടാവും, ഞാനത് ഉപേക്ഷിച്ചു, ഇന്നത് ഉപേക്ഷിച്ചു, അത് ഉപേക്ഷിച്ചു എന്ന്. അപ്പൊ ഉപേക്ഷിച്ചു എന്നുള്ള ഭാവം ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ അതിനെ ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. നമ്മളത് ഉപേക്ഷിച്ചു എന്ന് വെറുതെ വാക്കുകൊണ്ട് പറയുക മാത്രമാണ്. എപ്പോഴും നമ്മൾ അപ്രകാരം ഉപേക്ഷിച്ചു എന്ന് പറയുന്നത് എന്തോ അത് സദാസമയവും സദാപി നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും എന്നുള്ളതിനൊരു ദൃഷ്ടാന്തം ഞാനിവിടെ പറയാം. ഒരാളുടെ വേണ്ടപ്പെട്ട ഒരു വ്യക്തി മരണപ്പെട്ടു. ഉദാഹരണത്തിന് ആ വ്യക്തിയുടെ അച്ഛൻ മരണപ്പെട്ടു എന്ന് കരുതുക. അപ്പൊ അയാള് ഒരു ഹിന്ദു മത വിശ്വാസിയാണ് എന്ന് സങ്കല്പിക്കുക. ഇയാൾക്ക് കർമ്മങ്ങളില് വലിയ വിശ്വാസമൊന്നും ഇല്ലെങ്കിലും അച്ഛൻ ഇതൊക്കെ അനുവർത്തിച്ചിരുന്ന ആളാണ്. അപ്പോ അച്ഛന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടും ബാക്കിയുള്ള വീട്ടുകാരുടെ നിർബന്ധത്തിനും വഴങ്ങിയിട്ട് ഇയാള് കർമ്മം ചെയ്യാൻ ഒരുങ്ങുകയാണ്. അച്ഛന്റെ പിതൃകർമ്മം ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ്. അങ്ങനെ അത് ചില്ലറ ഇവിടെ അടുത്ത് ഇട്ടാവട്ടൊന്നും ആക്കണ്ട, കുറച്ച് കൂടിയ സ്ഥലം തന്നെ ഇരുന്നോട്ടെ, ഋഷികേശിൽ തന്നെ പോയി കളയാം എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ഇയാൾ ഉത്തരേന്ത്യയിൽ പോയിട്ട് അവിടുത്തെ കർമ്മി പറഞ്ഞ കർമ്മം എപ്രകാരമാണ് വ്രതമൊക്കെ അനുഷ്ഠിച്ച് ചെയ്യേണ്ടുന്ന കർമ്മം നല്ലപോലെ അയാൾ അനുഷ്ഠിക്കുകയാണ്. അപ്പൊ അനുഷ്ഠിക്കേണ്ടുന്നതിന്റെ ഭാഗമായിട്ട് കർമ്മി പറയാണ്, നിങ്ങൾ എന്തായാലും ഇത്ര കഷ്ടപ്പെട്ട് അച്ഛന് വേണ്ടിയിട്ട് ത്യാഗമൊക്കെ ചെയ്തുല്ലോ, അപ്പോ ഒരു കാര്യം നിങ്ങൾ അച്ഛന് വേണ്ടി ചെയ്യണം. മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഭവം നിങ്ങൾ ഉപേക്ഷിക്കണം, ഇനി ഒരിക്കലും അത് കൂട്ടരുത് എന്ന് പറയാണ്. ഇത് കേട്ടപ്പോ ഇദ്ദേഹം ആലോചിച്ചു, ഇദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണോ അതാണ് ഉപേക്ഷിക്കാൻ പറഞ്ഞത്. ഇങ്ങനെ ആലോചിച്ചപ്പോൾ മനസ്സിലായി,
ഇദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം വെണ്ടയ്ക്കയാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, വെണ്ടയ്ക്ക ഉപേക്ഷിക്കാം. അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടിക്കോട്ടെ എന്ന് സങ്കല്പിച്ച് പറഞ്ഞതല്ലേ, ചെയ്തേക്കാം. ആ സങ്കല്പത്തിൽ അയാൾ എന്ത് വിചാരിക്കുകയാണ്, ഇനി മുതൽ വെണ്ടയ്ക്ക് ഞാൻ കൂട്ടില്ല എന്ന് പറയാണ് കർമ്മിയോട്. അങ്ങനെ ആ കർമ്മം കഴിഞ്ഞു ഇയാൾ തിരിച്ചു പോരുകയാണ്. തിരിച്ചു പോരുമ്പോ അവിടെ വഴിവക്കത്തുള്ള ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു. അപ്പോ പ്രത്യേകം മുൻകൂട്ടി പറഞ്ഞു, എനിക്ക് കറിയായിട്ട് ചപ്പാത്തി വേണം, അതേപോലെ ദാലും വേണം, അഥവാ എന്താണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ള കറി പറഞ്ഞു. പക്ഷെ എന്താണ്, ആ കറിയിൽ വെണ്ടയ്ക്ക ഉണ്ടാകരുതെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു. പറഞ്ഞ പോലെ അദ്ദേഹം അവിടുന്ന് ഭക്ഷണം കഴിച്ചു. വെണ്ടയ്ക്കില്ലല്ലോ എന്ന് പ്രത്യേകം എടുത്ത് ചോദിച്ചു, ഇല്ലാന്ന് പറഞ്ഞു. അവിടെ നിന്ന് അങ്ങോട്ട് അയാൾ തീവണ്ടി കയറി. അപ്പൊ തീവണ്ടിയിൽ വരുമ്പോഴും ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോ ഭക്ഷണം ഓർഡർ ചെയ്യുമ്പോഴും കറിയിൽ എന്തുണ്ടാവരുത്, വെണ്ടയ്ക്ക ഉണ്ടാവരുത്. അപ്പൊ അത് ഉറപ്പ് വരുത്താനായിട്ട് പ്രത്യേകം എടുത്ത് പറഞ്ഞു, വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിക്കോളൂ, വെണ്ടയ്ക്ക ഇല്ലാത്ത എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ അത് മതി എനിക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വെണ്ടയ്ക്ക ആയതുകൊണ്ട് ഇയാൾ തിരിച്ചു വരുമ്പോ വീട്ടിൽ വെണ്ടയ്ക്ക വിളമ്പി വെച്ചേക്കാണ് വീട്ടുകാര്. ഇയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണല്ലോ, അപ്പൊ വ്രതൊക്കെ കഴിഞ്ഞൂല. അപ്പൊ ഇത് കൂട്ടാമെന്നുള്ള ധാരണയില്. പക്ഷെ വീട്ടിൽ എത്തിയപ്പോഴാണ് മനസ്സിലായത് വെണ്ടയ്ക്ക കൊണ്ടാണ് എല്ലാ വിഭവവും. അപ്പൊ അതുകൊണ്ട് ഭാര്യയോട് പറഞ്ഞു, എനിക്ക് ഈ വെണ്ടയ്ക്ക വേണ്ടാട്ടോ, ഞാനിങ്ങനെ ഒരു വ്രതം എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് വെണ്ടയ്ക്ക കൂട്ടണ്ടാന്ന് തീരുമാനിച്ചിരിക്കുകയാണ്, ഏറ്റവും ഇഷ്ടമുള്ള വിഭവം തന്നെ ഒഴിവാക്കാന്നുള്ള സങ്കല്പത്തില്. അപ്പൊ ഈ വെണ്ടയ്ക്ക ഒന്നും വേണ്ട, ഒക്കെ എടുത്ത് കളഞ്ഞേക്കാൻ പറഞ്ഞു. അങ്ങനെ എന്ന് വേണ്ട എല്ലാ സമയവും ഇയാൾക്കുള്ള മനസ്സിൽ എപ്പോ ഇയാൾ ഭക്ഷണം കഴിക്കായിരുന്നാലും ഈ ചിന്തയാണ് ഉണ്ടാവുക, വെണ്ടയ്ക്ക ഉണ്ടോ അതില്, വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ കൂട്ടില്ല, വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ വേണ്ട എന്നുള്ളൊരു സങ്കല്പമാണ്. സത്യത്തിൽ ഇയാൾ ഉപേക്ഷിച്ചത് വെണ്ടയ്ക്കേനാണ്, പക്ഷെ വെണ്ടയ്ക്ക ഇയാൾ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതാണ് കഥയുടെ സാരാംശം. അപ്പൊ നമ്മൾ എന്ത് ഉപേക്ഷിക്കുന്നു എന്നുള്ള ഭാവം ഉണ്ടോ, ഉപേക്ഷിക്കുക എന്നുള്ള മനോഭാവത്തോടു കൂടി ഉപേക്ഷിച്ചാൽ നമ്മൾ ഒരിക്കലും അത് ഉപേക്ഷിക്കപ്പെടില്ല, അത് നമ്മളെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോ ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് ചെയ്യുമ്പോൾ ഉള്ള ഉപേക്ഷയല്ല വേണ്ടത്, പ്രാപഞ്ചികതയുടെ നിസ്സാരത ബോധ്യപ്പെട്ടുകൊണ്ട് സ്വാഭാവിക സഹജമായ കർമ്മങ്ങൾ കൊഴിഞ്ഞു പോകുന്ന അവസ്ഥയെ പറ്റിയാണ്. അപ്രകാരമുള്ള ആ ത്യാഗത്താലാണ് ആത്മാവിനെ പരിപാലിക്കേണ്ടത്. അതിന്റെ മാർഗനിർദ്ദേശകമായിട്ടാണ് ആരുടെയും ധനത്തെ ആഗ്രഹിക്കരുത് എന്നുള്ളൊരു നിവൃത്തിമാർഗ തൽപരക്കാർക്ക് വേണ്ടിയിട്ട്, തത്വചിന്തയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവർ ഇന്നെന്ന പോലെ ആയിരിക്കണം എന്നുള്ള മാർഗനിർദ്ദേശം, ഒരു മുന്നറിയിപ്പായിട്ട് ഉപനിഷത്ത് നമ്മളോട് പ്രഖ്യാപിക്കുന്നത്. അങ്ങനെയാണ് ഈ മന്ത്രത്തിന്റെ അർത്ഥം വരുന്നത്. ഇനി നമുക്ക് എന്താണ് ഈശാവാസ്യം ഇതം സർവം എന്നുള്ളതിന് മറ്റൊരു പ്രകാരമാണ് അർത്ഥം കിട്ടുമോ എന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം. അപ്പോ ശ്രീനാരായണ ഗുരുദേവന്റെ ബ്രഹ്മവിദ്യാ പഞ്ചകത്തിൽ ഈശാവാസ്യമിതം സർവം എന്നുള്ളതിന് തത്തുല്യമായിട്ട് ഒരു ശ്ലോകം നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ അർത്ഥവും നമുക്കിവിടെ ഒരേപോലെ പരിചിന്തനത്തിന് വിധേയമാക്കാവുന്നതാണ്. ശ്ലോകം എങ്ങനെയാണ് വരുന്നത്, ബ്രഹ്മവിദ്യാ പഞ്ചകത്തിലെ 3-ാമത്തെ ശ്ലോകമാണ് ഇപ്പൊ നമ്മൾ ഇതുമായി ചേർത്ത് പരിചിന്തനം ചെയ്യുന്നത്. ശ്ലോകം: വ്യാപ്തം യേന ചരാചരം ഘടസരാവാദീവ മൃത്സത്തയാ യസ്യാന്തഃസ്ഫുരിതം യദാത്മകമിദം ജാതം യതോ വർത്തതേ യസ്മിൻ യത് പ്രളയേഭിസദ്ഘനമജം സർവം യദന്വേതി തത് സത്യം വിദ്യമൃതായ നിർമ്മലധിയോ യസ്മൈ നമസ്കുർവതേ എന്നുള്ളതാണ് ആ ശ്ലോകം. അർത്ഥം നമുക്ക് ചിന്തിക്കാം. മൃത്സത്തയാ, മൃത്താകുന്ന സത്തയാൽ, മൃത്ത് എന്ന് പറഞ്ഞ മണ്ണെന്ന വസ്തുവിനാൽ, ഘടശരാവാദി ഇവ, ഘടം ശരം തുടങ്ങിയവ എന്നിവ പോലെയുള്ള വസ്തുക്കൾ, അതായത് കുടം, ചട്ടി, കലം തുടങ്ങിയ വസ്തുക്കൾ എങ്ങനെയോ അതുപോലെ, ഏന യാതൊന്നിനാൽ, ചരാചരം ചരവും അചരവും, ചരിക്കുന്നതും ചരിക്കാത്തതും, ചലിക്കുന്നതും ചലിക്കാത്തതും, അതായത് ജീവിയോനികൾ തന്നെ ചലിക്കുന്ന സ്വഭാവത്തോടു കൂടിയുണ്ട്, വൃക്ഷം പോലെ നിൽക്കുന്ന സ്വഭാവത്തോടു കൂടിയുണ്ട്, ചലിക്കാത്ത സ്വഭാവത്തോടു കൂടിയുണ്ട്. അങ്ങനെയുള്ള എല്ലാം അകവും പുറവും എന്നുള്ള അർത്ഥമാണ് ഇവിടെ വരിക. ചരവും അചരവും അകവും പുറവും, അങ്ങനെ ഏതെല്ലാം ദ്വൈതഭാവമുണ്ടോ അവിടെ അതിനാലെല്ലാം നിറയ്ക്കപ്പെട്ടിരിക്കുന്നുവോ ഇതം, ഈ കാണപ്പെടുന്ന ഈ പ്രപഞ്ചം, ജഗത്ത്, ചലനാത്മകതയോട് കൂടിയത്, യസ്യ യാതൊന്നിന്റെ, അന്തഃസ്ഫുരിതം ഉള്ളിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നുവോ, യഥാത്മകം ജാതം യാതൊന്നിൽ നിന്നും ലേശവും ഭിന്നിക്കാതെ തന്നെ, ഒരൽപ്പവും പോലും വേറിട്ടിരിക്കാതെ തന്നെ ഉണ്ടായി നിലനിൽക്കുന്നുവോ, യഥോ വർത്തതേ യാതൊന്നിൽ തന്നെ അത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നുവോ, തുടർന്ന് നിലനിൽക്കുന്നുവോ, വർത്തിക്കുന്നുവോ, യസ്മിൻ യാതൊന്നിൽ, യത് ഈ ജഗത്ത്, പ്രളയബി ലയിച്ചു ചേർന്നാലും, സദ്ഘനം അജം സത്ത് തന്നെ ഘനീഭവിച്ചതായിട്ടിരിക്കുന്നുവോ, അജം യാതൊന്ന് ഘനീഭവിച്ച ജനിക്കാത്ത ഉണ്മയായി
ശേഷിക്കുന്നുവോ? യത് സർവം അന്വേതി, യാതൊന്ന് എല്ലാറ്റിനെയും വിട്ടുപോകാതെ പിന്തുടർന്നിരിക്കുന്നുവോ? യസ്മൈ അമൃതായ, യാതൊരമൃത വസ്തുവിനെ നിർമ്മലധിയഃ, ശുദ്ധബുദ്ധികൾ, തെളിഞ്ഞ ബുദ്ധിയോടുകൂടിയവർ, നമസ്കുർവതെ പ്രണമിക്കുന്നുവോ? തത്, അതിനെ, സത്യം വിദ്ധി, സത്യമെന്നറിയൂ എന്നുള്ളതാണ് ഇതിലെ പദങ്ങളെ ഛേദിച്ചാൽ നമുക്ക് അർത്ഥം കിട്ടുന്നത്. കൂട്ടി ഇതിന്റെ അർത്ഥം പറയാം. മണ്ണ് പാത്രങ്ങളിൽ എങ്ങനെയോ അതേപോലെ സകല ചരാചരങ്ങളിലും അകം പുറം വ്യത്യാസമില്ല. അപ്രകാരം അകം പുറം വ്യത്യാസമില്ലാതെ മണ്ണ്, കലം, ചട്ടി, കുടം തുടങ്ങിയ പാത്രങ്ങളിൽ മണ്ണെപ്രകാരം വ്യാപിച്ചു നിൽക്കുന്നുവോ അതാണ് സത്യം. അതല്ലാതെ ഈ ജഗത്ത് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ്? ആ സത്യത്തിനുള്ളിൽ തന്നെയാണ്, അതിന് വെളിയിലല്ല, പുറമേയല്ല. അത് മാത്രവുമല്ല, ഈ ജഗത്ത് അല്പം പോലും ഭിന്നിക്കാതെയാണ്, അതിൽ നിന്ന് വേർപെടാതെയാണ് ഉണ്ടായി കാണപ്പെടുന്നത്. ഇപ്പൊ പ്രപഞ്ചം ഉണ്ടായി കാണപ്പെടുന്നത് എന്തിൽ നിന്ന് തന്നെയാണ്? ഈ പ്രപഞ്ചം ഏതൊരു ഉണ്മയാലാണോ ഉള്ളതായിരിക്കുന്നത് അതിൽ നിന്ന് തന്നെ ഒരല്പം പോലും വേറിടാതെ ഭിന്നിക്കാതെയാണ് പ്രപഞ്ചം നമ്മുടെ മുമ്പിൽ സൃഷ്ടിക്കപ്പെട്ട് കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്ത്, ജഗത്ത് തുടർന്ന് ഇങ്ങനെ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നത്, മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നത്, നിലനിൽക്കുന്നത്, വർദ്ധിക്കുന്നത്. ജഗത്ത് മുഴുവൻ അതിൽ ലയിച്ചു ചേർന്നാലും, ഈ പ്രപഞ്ചം ഇല്ലാതായി പോയാലും, ഈ അപ്രകടീകൃത ഭാവത്തിൽ അനാവിഷ്കാരമായിരുന്നാലും എന്തു തന്നെയാണ്, ആ സത്യത്തിന് മാറ്റമില്ല. സത്യം ഘനീഭവിച്ച ഉണ്മയായി. ഇപ്പോൾ ഘനീഭവിക്കപ്പെടാത്ത ഉണ്മയാണെങ്കിൽ തിരികെ പ്രപഞ്ചം അതിൽ ഘനീഭവിച്ചാൽ എന്തായി? ആ സത്യം അവിടെ അവശേഷിക്കുന്നുണ്ട് ഘനീഭവിച്ച രൂപത്തിൽ. ജനന മരണങ്ങളറ്റതായി അത് ബാക്കി നിൽക്കും എന്നുള്ളതാണ് ഈ ശ്ലോകത്തിന് നമുക്ക് അർത്ഥം ചിന്തിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ചാന്തോഗ്യോപനിഷത്തില് തത്വമസി തുടങ്ങിയ ഭാഗം ഉപദേശിക്കുന്ന ഒരു 9 ഉദാഹരണങ്ങളിലൂടെ ഉദ്ദാലകൻ തത്വത്തെ, ശ്വേതകേതുവിനെ വെളിപ്പെടുത്തി കൊടുക്കുന്ന ഭാഗമുണ്ട്. അതിലൊരു ഭാഗം നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. വാചാരംഭണം വികാരോ നാമധേയം മൃത്തികത്യേവ സത്യം. വാചാരംഭണം വാക്കിനാൽ ആരംഭിക്കപ്പെടുന്നതും, വികാരഃ വിശേഷേണ ആകാരത്തെ പ്രാപിക്കുന്നതും, നാമധേയം കൽപ്പിക്കപ്പെടുന്ന പേരിനാലുള്ളതും എന്താണ്? അവിടെ വസ്തുതത്വം മണ്ണ് മാത്രമാണ്. മൃത്തിക ഇതി ഏവ സത്യം, മണ്ണ് മാത്രം തന്നെയാണ് നിശ്ചയമായും സത്യം. പിന്നെ കാണപ്പെടുന്നതെല്ലാം എന്താണ്? വാചാരംഭണം വാക്കിനാൽ ഉണ്ടാക്കപ്പെടുന്നതാണ്. വികാരമാണ്, വിശേഷേണ ആകാരത്തെ പ്രാപിച്ചതാണ്. മണ്ണ് കൊണ്ട് നമ്മൾ കുടത്തെ ഉണ്ടാക്കുന്നു, ചട്ടിയെ ഉണ്ടാക്കുന്നു, കലത്തെ ഉണ്ടാക്കുന്നു, അങ്ങനെ വ്യത്യസ്തങ്ങളും പൂജയെ ഉണ്ടാക്കുന്നു. വ്യത്യസ്തങ്ങളും വിവിധങ്ങളുമായിട്ടുള്ള മൺപാത്രങ്ങളിൽ ആ വിശേഷത്തെ പ്രാപിച്ചിരിക്കുന്നതെല്ലാം എന്താണ്? വാക്കിനാൽ ആരംഭിക്കപ്പെടുന്നതും വികാരത്തെ പ്രാപിച്ചിരിക്കുന്നതുമാണ്. അത് കൽപ്പനയാണ്, മണ്ണിൽ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നതാണ് പാത്രം. ആ കൽപ്പനയ്ക്ക് ഒരു പേര് കൊടുത്തു, മൺപാത്രം, മൺകുടം, മൺകൂജ, മൺചട്ടി. ആ മൺകുടം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ കുറെ വെള്ളം ശേഖരിച്ചു വെക്കാം. മൺചട്ടി ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടുന്ന കൂട്ടാൻ പാകം ചെയ്തെടുക്കാം. മൺചട്ടി ഇതേപോലെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് എന്തെങ്കിലും വ്യവഹാരം നമുക്കതിൽ ചെയ്യാം, അല്ലെങ്കിൽ ചെടി വളർത്താം. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ആകാരവിശേഷങ്ങളിൽ വാക്കിനാൽ കൽപ്പിക്കപ്പെടുന്ന പ്രകടീകൃതമായിട്ടുള്ള കാണപ്പെടലുകളെല്ലാം തന്നെ നാമമാണ്. ആ നാമത്തിനൊരു രൂപമുണ്ട്. ഇപ്പൊ മൺകുടം എടുക്കുകയാണെങ്കിൽ എന്താണ്? വായ ചുരുടി പള്ള വീർത്ത ഒരു അവയവ വിശേഷം, ഒരു ആകൃതി വിശേഷമാണ് മൺകുടം. രൂപമാണ്, വായ ചുരുടി പള്ള വീർത്തൊരു രൂപം. ചട്ടിയാണെങ്കിൽ എന്താണ്? കുറച്ചുകൂടി അതിന്റെ വായവട്ടം കൂടുതലായിരിക്കും, ഉയരം കുറവായിരിക്കും. അത്തരത്തിലുള്ള ഒരു ആകൃതി വിശേഷമാണ് ചട്ടി. പിന്നെ ഏത് മൺപാത്ര വിശേഷങ്ങൾ എടുത്താലും അതിൻ്റെതായിട്ടുള്ള രൂപമുണ്ട്. ആ രൂപത്തിൽ നമ്മൾ വ്യവഹാരത്തിൽ ഒരു പേരും കൽപ്പിച്ചിട്ടുണ്ട്. മൺകുടം, മൺചട്ടി, രണ്ട് പേരാണ്, രണ്ട് രൂപമാണ്. പ്രയോജനവും രണ്ടാണ്. മൺകുടത്തിന്റെ പ്രയോജനമെല്ലാം മൺകൂജയ്ക്ക്, അതെല്ലാം മൺചട്ടിക്ക്, അതെല്ലാം മൺകലത്തിന്. നമുക്കതിന് ഏതൊരു വ്യവഹാരത്തിനാണോ ഉപയോഗിക്കുന്നത് ആ വ്യവഹാരത്തിൽ വ്യത്യാസമുണ്ട്. അതിന്റെ ആകൃതി വിശേഷം, രൂപത്തിൽ വ്യത്യാസമുണ്ട്, അതിനെ കൽപ്പിച്ച പേരിൽ വ്യത്യാസമുണ്ട്. പക്ഷെ ഇതൊക്കെ ആയിരിക്കുമ്പോൾ എന്താണ്? സത്യം അവിടെ ഒന്നാണ്, അത് മണ്ണ് മാത്രമാണ് എന്ന് ആ തത്വമസി പ്രകരണത്തിൽ തത്വമസി എന്നതുകൊണ്ട് എന്താണോ വിവക്ഷിക്കുന്നത് അതിനെ ബോധിപ്പിക്കാൻ ഋഷി ഉപയോഗിക്കുന്ന 9 ദൃഷ്ടാന്തങ്ങളിൽ ഒന്നാണിത്. അപ്പോ ഈ മണ്ണെന്ന ഉണ്മയാൽ, മണ്ണിനാൽ ഉണ്ടാക്കപ്പെട്ട വികാരത്തെ പ്രാപിച്ച എല്ലാം
വാക്കുകൾ കൽപ്പിതമാണ്. ആ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നതിലെല്ലാം അകം പുറം വ്യത്യാസമില്ലാതെ വ്യാപിച്ചു നിൽക്കുന്നത് എന്താണ്? സർവ്വവ്യാപത്വമായിട്ട് നിൽക്കുന്നത് എന്താണ്? മണ്ണ് മാത്രമാണ്. മണ്ണിന്റെ അസ്തിത്വം ഉണ്മയാണ്. മണ്ണിലാൽ ഉണ്ടാക്കപ്പെട്ട പാത്രവിശേഷങ്ങളിലെല്ലാം യാതൊരു ഭേദവുമില്ലാതെ തുള്ളിത്തുളുമ്പി നിൽക്കുന്നത്. എന്നാൽ ഈ മൺപാത്രം ഇല്ലെങ്കിലും മൺപാത്രം ഉടഞ്ഞാലും മണ്ണുണ്ടവിടെ. മൺകുടം, മൺചട്ടി, ഇങ്ങനെയുള്ള എന്തെല്ലാം പാത്രവിശേഷങ്ങളുണ്ടോ അതെല്ലാം ഉടഞ്ഞു പോയാലും അത് എന്തിനാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നുവോ ആ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വസ്തുവിന് യാതൊരു മാറ്റവുമില്ലാതെ നമുക്കത് കാണാൻ സാധിക്കും. അപ്പൊ നമ്മുടെ പ്രശ്നം, നമ്മൾ ഈ മണ്ണിനെ കാണുന്നില്ല. മണ്ണിനെ കാണാതെ മൺപാത്രങ്ങളിൽ, മൺകുടങ്ങളിൽ, മൺകലങ്ങളിൽ, മൺചട്ടികളിൽ, മൺകൂജകളിൽ, പിന്നെ മണ്ണുകൊണ്ടുണ്ടാക്കിയ എല്ലാ പാത്രവിശേഷങ്ങളിലും മാത്രമാണ് നമ്മുടെ ദൃഷ്ടി. അതുകൊണ്ടാണ് നമ്മളെ ദുഃഖം വിട്ടുമാറാതെ നിൽക്കുന്നത്. ഇതിനെല്ലാം ഉണ്മയെ നൽകുന്ന ഭിന്നമല്ലാത്ത മൺപാത്രം വേറെ, മണ്ണ് വേറെ എന്നില്ല. മൺപാത്രം തന്നെയാണ് മണ്ണ്. പാത്രം എന്ന് പറയുന്നത് താൽക്കാലികമാണ്, ഒരു കാലഘട്ടത്തിൽ രൂപപ്പെട്ടതാണ്, കുറച്ചു കാലം നിൽക്കും, അത് നശിക്കും. പക്ഷെ അത് രൂപപ്പെടുന്നതിന് മുൻപും മണ്ണ് തന്നെയായിരുന്നു, രൂപപ്പെട്ട് അതിന്റെ അസ്തിത്വം ഉള്ളിടത്തോളം കാലവും അത് മണ്ണ് തന്നെയായിരുന്നു, അത് നശിച്ചു കഴിഞ്ഞാലും മണ്ണ് തന്നെയാണ്. ആ മണ്ണ് കൊണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ എന്താണ്? മണ്ണ് എന്നുള്ള അതിന്റെ അസ്തിത്വത്തിന് യാതൊരു മാറ്റവുമില്ല. അപ്പൊ ഉണ്മ എന്നുള്ളത് എന്താണോ അതിനാൽ ലക്ഷീകരിക്കപ്പെടുന്നത്, ആ ലക്ഷീകരിക്കപ്പെടുന്ന തത്വം വ്യാവഹാരികവും പ്രാതിഭാസികവുമായ യാതൊരു മാറ്റങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടാലും തത്വത്തിൽ അതെന്താണ്? വസ്തു വസ്തു മാത്രമാണ്. അവിടെ രണ്ടാമതൊന്നില്ല എന്നുള്ളത് കൊണ്ട് അവിടെ പറയുന്നവനുമില്ല, പറയപ്പെടുന്നതുമില്ല, പറയുക എന്ന പ്രക്രിയയുമില്ല. ആ ഒരു ത്രിപുടി മുടിഞ്ഞിട്ടുള്ളത് എന്തോ അതിനെ ചെറിയ ഒരു ഈ പറയുന്ന ഈ മണ്ണിന്റെയും പാത്രങ്ങളുടെയും ദൃഷ്ടാന്തത്തിലൂടെ കാര്യത്തെ വെളിപ്പെടുത്തിയെന്ന് മാത്രം. ഇവിടെ മണ്ണും ദൃഷ്ടാന്തത്തിൽ മാത്രമാണ് എന്ന് മനസ്സിലാക്കണം. കാരണം മണ്ണും വ്യത്യസ്തങ്ങളായുള്ള ഘടകപദാർത്ഥങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്, മൂലകങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. ആ മൂലകങ്ങളെ പറ്റി ചിന്തിക്കുമ്പോഴും എന്താണ്? അതിനുള്ളിലോട്ട് നമ്മൾ കടക്കണം. അങ്ങനെ എന്താണ്? അത് വിപരീത ശക്തി സ്പന്ദനങ്ങൾ നിലനിൽക്കുന്നതാണ് അതിന് അസ്തിത്വം നൽകുന്നത്. ഉള്ളിലോട്ട് പിടിച്ചു വലിക്കുന്ന ഒരു ബലം, പുറമേക്ക് തെറിച്ചു ചാടാൻ നോക്കുന്ന ഒരു ബലം, അതിന്റെയും ഉള്ളിലോട്ട് പോകുന്ന മുഖം അതൊരു ഫീൽഡിനാൽ, ഒരു പരിമണ്ഡലത്താൽ നിലനിർത്തപ്പെടുന്നതാണ്. ആ പരിമണ്ഡലവും എന്താണ് എന്ന് വിചാരം ചെയ്യുമ്പോൾ ചിന്ത ചെയ്യുന്നവൻ, ചിന്ത ചെയ്യപ്പെടുന്ന ആ പരിമണ്ഡലം ചിന്ത ചെയ്യപ്പെടുക എന്നുള്ള പ്രക്രിയ എന്നുള്ളത് അവിടെ മുടിയുകയാണ്. ഇന്നതെന്ന് പറയാൻ കഴിയാത്ത അഖണ്ഡമായി നിലനിൽക്കുന്ന എന്തോ ഒന്ന്. എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടെങ്കിൽ അത് അഖണ്ഡമായിരിക്കില്ല. അപ്പൊ സർവ്വവ്യാപി ആയിരിക്കണമെങ്കിൽ അതിനൊരു ഗുണവും ഉണ്ടായിരിക്കരുത്. എന്തെങ്കിലും ഗുണമുണ്ടായാൽ ആ ഗണത്താൽ പരിവർത്തിതപ്പെടാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട്. അങ്ങനെയുള്ള എല്ലാ സാധ്യതകളെയും സാഹചര്യങ്ങളെയും നിഷേധിച്ചാൽ അവിടെ ശേഷിക്കുന്നത് എന്തോ ആ വസ്തുതന്ത്രത്തെ പല പല ദൃഷ്ടാന്തങ്ങളിലൂടെയും ഉപമകളിലൂടെയും രൂപകങ്ങളിലൂടെയും ഋഷി നമ്മുടെ അനുവാചകർക്കുള്ളിൽ ആ ആശയത്തെ പ്രതിധ്വനിപ്പിക്കാൻ പരിശ്രമം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുക. എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. തുടർന്ന് നമുക്ക് ഈ ഈ ഈ പറയുന്ന മന്ത്രവുമായി ബന്ധപ്പെട്ട രീതിയിലോ ആനുഷംഗികമായിട്ടോ എങ്കിലും ബന്ധമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. യാതൊരു പ്രകാരത്തിലും ഇതിൽ നിന്ന് തീർത്തും വിഭിന്നമായ ആശയങ്ങളെ ചർച്ച ചെയ്യാനായിട്ട് നമുക്ക് ഈ വേദി ഉപയോഗപ്പെടുത്തിക്കൂടാ. കാരണം അതല്ലാതെ തന്നെ ക്ലബ് ഹൗസ് വേദികളിൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. തീർത്തും ഈ ആശയത്തോട് നീതി പുലർത്താവുന്ന സമാനതകളുള്ളതോ വ്യത്യസ്തങ്ങളോ വിഭിന്നങ്ങളോ വിരുദ്ധങ്ങളോ ആയിട്ടുള്ള ആശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് ഇവിടെ പങ്കുവെക്കാം. അപ്പോൾ ഓരോരുത്തർ അവരുടേതായിട്ടുള്ള ആശയങ്ങൾ ഉണ്ടെങ്കിൽ മുകളിലോട്ട് ഹാൻഡ് റൈസ് ചെയ്താൽ മുകളിലോട്ട് വരാം, പങ്കുവെച്ചാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചുരുങ്ങിയ വാക്കുകളിൽ ഉപസംഹരിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോ മുകളിൽ ആർക്കെങ്കിലും വരാനുണ്ടെങ്കിൽ വന്ന് സംസാരിക്കാം. ഇതുമായി ബന്ധപ്പെട്ടതായി ഏതെങ്കിലും രീതിയിൽ ബന്ധമുള്ളതായിരിക്കണം എന്ന് മാത്രം. അതല്ലാതെ തീർത്തും ഒരു റെലവൻസ് ഇല്ലാത്ത, ഒരു ബന്ധവുമില്ലാത്ത വിഷയങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ അതിന്റെ പ്രസക്തി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോ എല്ലാവർക്കും മുകളിലോട്ട് വരാം, സംസാരിക്കാം. അതിൽ യാതൊരു മടിയും വിചാരിക്കണ്ട എന്ന് അറിയിച്ചുകൊള്ളുകയാണ്. ഓക്കെ. ആദ്യത്തെ ഒരു ചോദ്യം ഞാൻ തന്നെ ചോദിച്ചാലോ കൃഷ്ണേട്ടാ? പോരട്ടെ. ഇവിടെ ഈ ആരുടെയും ധനം ആഗ്രഹിക്കരുതെന്ന് നേരത്തെ അത് പറഞ്ഞു കേട്ടിരുന്നു. ഇവിടെ ആരുടേതാണ് ധനം എന്ന് ചോദിക്കല്ല ചെയ്യണത്. അപ്പോൾ ആരുടെയും ധനം, ഒന്നില്ലെങ്കിൽ ആരുടെയും ധനം ആഗ്രഹിക്കരുതെങ്കിൽ പിന്നെ ധനം ആഗ്രഹിക്കരുത് എന്ന് പറഞ്ഞാൽ പോരെ? ഒരു
ആരുടെയും എന്നുള്ള വാക്ക് അവിടെ ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ധനത്തെ ഒരു തരത്തിലും ധനത്തെ ആഗ്രഹിക്കരുത് എന്ന് പറഞ്ഞാൽ പോരെ. ഒരു ക്വസ്റ്റ്യൻ രൂപത്തിൽ ആരുടേതാണ് ധനം എന്ന് ചോദിക്കും, കസ്യസി ധനം എന്നുള്ള ചോദ്യം അതെന്തിനായിരിക്കും അവിടെ വെച്ചിട്ടുണ്ടാവുക? ഈ മന്ത്രത്തിന് രണ്ട് പ്രകാരത്തിൽ നമുക്ക് വിഗ്രഹിക്കാൻ പറ്റും. അതിലൊരു അർത്ഥം എന്ന് പറയുന്നത് ആരുടേതാണ് ഈ ധനം എന്നൊരു ആക്ഷേപാർത്ഥത്തിൽ, അതായത് ഈ കാണപ്പെടുന്നതെല്ലാം എൻ്റെ, ഞാൻ, എൻ്റെ. ഈ കാണപ്പെടുന്നത് ഈ ശരീരം ഞാൻ, ഈ ശരീരമായി ബന്ധപ്പെട്ടത്, എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം എൻ്റെ എന്നാണ് നമ്മൾ വ്യവഹരിക്കാറ്. അപ്പൊ അങ്ങനെ ഇത് എന്റെ തന്നെയാണ്, എന്റെ മാത്രമാണ്, ഇത് ആർക്കും യാതൊരു അവകാശവും ഇല്ല എന്ന് ഊട്ടിയുറപ്പിച്ച മനസ്സുമായി ജീവിക്കുന്നവരോട് ഒരു ആക്ഷേപാർത്ഥത്തിൽ ഋഷി ചോദിക്കുന്നതായിരിക്കാം ഒരു പക്ഷേ ഒരു അർത്ഥം. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ ധനമെല്ലാം ആരുടേതാണ് എന്ന്, ആരുടെയും അല്ല എന്ന് സാരം. അപ്പൊ നമ്മള് ഇത് ഞാൻ, ഈ ശരീരം എന്റെയാണ്, ഞാനാണ്, ഇതുമായി ബന്ധപ്പെട്ടതെല്ലാം എന്റേതാണ്, ഇതുമായി ബന്ധപ്പെടാത്തതൊന്നും എന്റേതല്ല, എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം എന്റേതാണ്, എനിക്കതിൽ അവകാശമുണ്ട് എന്നാണ് നമ്മൾ വ്യവഹരിക്കാറ്. പക്ഷെ ഒരു അല്പം ഒന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഈ ശരീരത്തിൽ പോലും പൂർണ്ണമായിട്ടുള്ള ഒരു ഉടമസ്ഥത അവകാശം നമുക്കില്ല. കാരണം ഇപ്പൊ നമുക്കിപ്പോ ഏറ്റവും എന്ത് സമ്പാദിച്ചാലും അതിന് നഷ്ടം ഉണ്ടാവുമെന്ന് പറയാറുണ്ട്. അപ്പൊ നമ്മൾ ധനം സമ്പാദിച്ചാൽ പോലും അതിന് നഷ്ടം സംഭവിക്കാം. അപ്പൊ വേണമെങ്കിൽ ഒരു ചോദ്യം വരാം, നമ്മൾ അറിവ് സമ്പാദിക്കുകയാണെങ്കിൽ അത് എന്റെ അറിവ് എന്ന് പറഞ്ഞൂടെ? അത് നല്ലൊരു അർത്ഥത്തിലല്ലേ? അപ്പൊ അത് മോശമാവില്ലല്ലോ. അപ്പൊ എന്റെ അറിവ് എന്ന് പറയുമ്പോൾ ഒരിക്കലും അതൊരു ഒരു ദുരഹങ്കാരത്തോട് കൂടിയല്ല, ഞാൻ സമാർജിച്ച അറിവിന് നഷ്ടം ഉണ്ടാവില്ലല്ലോ. ഇപ്പൊ പൈസ സമ്പാദിച്ചാൽ പോലും അത് നഷ്ടപ്പെടാം ഒരു പക്ഷേ നമ്മൾ അറിവ് എങ്ങനെയാണ് നഷ്ടപ്പെടുക? ദുരഹങ്കാരം ഇല്ലാത്ത നല്ല അറിവുകൾ, നേടിയിട്ടുള്ള അറിവുകൾ എന്റേതാണെന്ന് പറഞ്ഞുകൂടെ എന്നുള്ള ചോദ്യം നമുക്ക് ചോദിക്കുമ്പോഴാണ് ഋഷി നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. ഒരു പ്രത്യേക രീതിയിൽ തലച്ചോറിന്റെ നട്ടും ബോൾട്ടും വിന്യസിക്കപ്പെട്ടിരിക്കുമ്പോഴാണ് എന്റേതാണ് ഈ അറിവ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. കാരണം ഈ ബോൾട്ട് ഒരല്പം മുറുകി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന എന്റെ അന്ധകരണത്താൽ സമാർജിച്ചു വെച്ചിട്ടുള്ള അറിവ് നമ്മുടെ രക്ഷയ്ക്കെത്തില്ല. കാരണം നമ്മുടെ വട്ടായി പോകും. അപ്പൊ ആ വട്ട് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആരും നമ്മുടെ അടുത്തോട്ട് അടുക്കില്ല. അതേസമയം ഈ ബോൾട്ട് ഇത്തിരി കുറഞ്ഞിരുന്നാലോ പിരി ലൂസായി എന്ന് പറയും. പിരി ലൂസായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു രസമാണ്, തമാശയാണ്, നമ്മുടെ കൂടെ കൂടാം, സംസാരിക്കാം, അയാളുടെ ഒപ്പം കൂടെ ഒരു രസ എന്ന് പറയും. കാരണം അവർക്ക് നേരം പോക്കാണ്. അപ്പൊ നമ്മുടെ അറിവ് പോലും സമാർജിച്ചു വെച്ച അറിവ് പോലും ഒരു ഘട്ടത്തിൽ പ്രയോജനപ്പെടാതെ വരാം. അപ്പൊ ഈ കാണപ്പെടുന്നതെല്ലാം താൽക്കാലികം മാത്രമാണ്. അതില് ദൃഢബുദ്ധി വേണ്ട എന്നുള്ളൊരു ഒരു അർത്ഥചിന്തനത്തിന് വേണ്ടിയിട്ടായിരിക്കാം ഒരു പക്ഷേ കസ്യഹ സ്വിത് ധനം, ഈ ധനമെല്ലാം ആരുടേതാണെന്നുള്ള അർത്ഥത്തിൽ, ആക്ഷേപാർത്ഥത്തിൽ ഒരു പക്ഷെ ചോദിച്ചിട്ടുണ്ടായിരിക്കുക. മറ്റൊരർത്ഥത്തിൽ വിഗ്രഹിക്കുമ്പോഴാണ് ആരുടെയും ധനത്തെ ആഗ്രഹിക്കരുത് എന്നുള്ള അർത്ഥം വേറൊരു പ്രകാരത്തിൽ ചിന്തിച്ചാൽ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്കുള്ളത് കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടണം. അതല്ല ഇതിൽ പോരായ്മ ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ സ്വയം അധ്വാനം കൊണ്ടാണ് നേടേണ്ടത്. അന്യന്റെ ധനത്തെ ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ള വാസനകൾക്ക് പുറമെ നമ്മുടെ വഴി മാറി സഞ്ചരിക്കേണ്ടി വരും. നമ്മൾ ഏത് ലക്ഷ്യത്തിനായിട്ട് ആയിക്കൊണ്ടാണോ പ്രവർത്തിക്കുന്നത് അതിന് നേരെ വിപരീതമായിരിക്കും നമ്മുടെ ചിന്തകള്. അപ്പൊ പലതിനെ നമ്മൾ നേടാൻ ആഗ്രഹിക്കുകയും ആ ആഗ്രഹത്തിന്റെ പുറത്ത് നമ്മളെല്ലാം ചുരുക്കൂട്ടിയിട്ട് തന്നെ നമ്മുടെ ഉള്ളിലെ വാസന നമ്മൾ തന്നെ കൂടുതൽ 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 അതിൽ ആഴത്തിലോട്ട് പോയി നമ്മൾ തന്നെയാണ് നമ്മുടെ ആ കെട്ടിനെ ബന്ധം മുറുക്കി ഊട്ടി ഉറപ്പിക്കുന്നത്. അപ്പൊ അത് നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോവും. ആ ഒരു ചിന്ത നമ്മൾക്ക് ഉണ്ടാവരുത് എന്നുള്ള അർത്ഥത്തിലായിരിക്കാം ഋഷി ഒരു സന്യാസ മാർഗ അവലംബികൾക്കായിട്ട് അവനവനുള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം, ഒരിക്കലും അന്യന്റെ ധനത്തെ ആഗ്രഹിക്കരുതെന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. പക്ഷെ ഇന്നത് സമൂഹത്തിൽ നടപ്പിലാക്കപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഋഷി എന്താണോ പറയുന്നത് അത് മാത്രമാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് സമൂഹത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തികൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്, ധന സമ്പാദനത്തിന് വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ആശ്രമങ്ങളോ പലതും ഉണ്ട്, നമുക്ക് കാണാം. അതിനൊന്നും നമ്മൾ ഉത്തരവാദികളല്ല. ഋഷി എന്താണോ നമ്മുടെ മുമ്പിൽ വെക്കുന്ന കാഴ്ചപ്പാട് അത് മാത്രമാണ് നമ്മളിവിടെ പറയുന്നത്. കാരണം സമൂഹത്തിൽ ഇപ്പോഴും ഇങ്ങനെയൊന്നല്ല സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അപ്പൊ ഋഷി ഉദ്ദേശിക്കുന്ന ആർത്തതലത്തിലോട്ട് പോകണമെങ്കിൽ ഋഷിയുടെ മനസ്സും നമ്മുടെ മനസ്സും ഒന്നാവണം. അതിന് നല്ലപോലെ ചിത്തശുദ്ധി സമ്പാദിച്ചാൽ മാത്രമേ ആ ഒരു രീതിയിൽ നമുക്ക് ചിന്തിക്കാനും ഋഷിയുടെ അന്തരംഗത്തെ കണ്ടറിയാനും സാധിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
ഓക്കെ ഓക്കെ. വിഷ്ണു ശ്രീലകത്തേക്ക് വരുന്നതിന് മുമ്പ് ജസ്റ്റ് ഞാൻ ചെറിയൊരു ചോദ്യം പൊതുവായിട്ട് ചോദിക്കുകയാണ്, വിഷ്ണുവായിട്ടല്ല കേട്ടോ. ഇപ്പോൾ ഈശാവാസം ഇതം സർവം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നിന്റെ അല്ല ധനം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ ഞാൻ അല്ലെങ്കിൽ ഈ നീ എന്ന് പറഞ്ഞ സാധനം ഈശ്വരനിൽ നിന്ന് അന്യമായ ഒരു സാധനമാണെന്ന് ഒരു അർത്ഥം അവിടെ വരുന്നില്ലേ എന്നൊരു വെറുതെ ഒരു ചോദ്യം പബ്ലിക്കായിട്ട് വെറുതെ വെക്കുന്നു എന്ന് മാത്രം. ഓക്കെ, നമുക്ക് വിഷ്ണു ശ്രീലകത്തിലേക്ക് പോകാൻ തോന്നുന്നു. വിഷ്ണുട്ടാ. ഞാൻ കേട്ടായിരുന്നു വിഷ്ണു പറഞ്ഞത്. അല്ല, ഈ ഇപ്പൊ ഏകദേവൻ ചോദിച്ച പോലെ ഈ എന്താ നമുക്ക് ആഗ്രഹിക്കരുത് എന്ന് എടുക്കുവാന്ന് വിചാരിച്ചു. ആഗ്രഹിക്കരുത് എന്ന് എടുക്കുവാണെങ്കിൽ എന്തുകൊണ്ടാണ് ഋഷി ആഗ്രഹിക്കരുത് എന്ന് പറഞ്ഞതാണെങ്കിൽ ആദ്യം തന്നെ ആ മന്ത്രത്തിൽ പറയുന്നുണ്ട്, എന്താ ഈശാവാസ്യം ഇതം സർവം എന്ന് പറഞ്ഞാൽ ഈ ജഗത്തിൽ എന്തൊക്കെയാണോ ജഗത്തായി കാണപ്പെടുന്നത് അതെല്ലാം അത് തന്നെയാണ്. ഇപ്പം വിഷ്ണു പറഞ്ഞില്ലേ ഈ മണ്ണിന്റെ ഉദാഹരണമൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അതില് മണ്ണാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ഭേദങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ സ്വർണ്ണക്കടയിലൊക്കെ ചെന്നിട്ട് നമ്മൾ വള വാങ്ങുന്നു അല്ലെങ്കിൽ മാല വാങ്ങുന്നു, അതിന്റെ ഷേപ്പ് അനുസരിച്ച് ഒക്കെയാണ്. പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ നമുക്ക് സ്വർണം മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഒന്ന് മാത്രമേ ഉള്ളൂ എങ്കിൽ പിന്നെ ആഗ്രഹം എന്നത് വരേണ്ടതില്ലല്ലോ. ഏത് കിട്ടിയാലും തൃപ്തമാവണമല്ലോ. വള കിട്ടിയാലും മാല കിട്ടിയാലും ഒക്കെ. അപ്പൊ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അത് കഴിഞ്ഞു പറയുമ്പം ത്യജിക്കാൻ പറയുന്നത് ഈ നാമരൂപങ്ങളെയാണ്. അപ്പം നാമരൂപങ്ങളെ മാറ്റിയിട്ട് ശേഷിക്കുന്നതേതോ അതാണ് ഈ ഈശൻ എന്ന് പറയുന്നത്. അപ്പൊ അത് മാത്രമേ ഉള്ളൂ. അങ്ങനെയാകുമ്പോൾ പിന്നെ ആഗ്രഹം വരേണ്ടതില്ല. കാരണം പലത് വരുമ്പോഴാണ് ആഗ്രഹം ഉണ്ടാകുന്നത്. അങ്ങനെ ആയിരിക്കാം ഋഷി അതുകൊണ്ടായിരിക്കാം ഋഷി പറഞ്ഞത് ഒന്നും ആഗ്രഹിക്കരുത് എന്ന്. കാരണം ആഗ്രഹിക്കാനായിട്ട് മറ്റൊന്നില്ലല്ലോ, ഒന്ന് മാത്രമല്ലേ ഉള്ളൂ. അല്ല വിഷ്ണുട്ടാ, അവിടെ ഒരു വിഷയമുണ്ട്. ഇപ്പൊ ജഗത്യം ജഗത്ത്, ഇപ്പൊ വിഷ്ണുട്ടൻ ഒന്നാമത്തെ ദിവസമാണ് പറഞ്ഞത് തോന്നുന്നു, ഗച്ഛതി ചലിക്കുന്നത്, ചലിക്കപ്പെടുന്നത് ജഗത്ത് എന്നുള്ള അർത്ഥത്തിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ചലനത്തിൽ പെടുന്നത് പോലും ഈ ഇതം എന്ന് പറയപ്പെടുന്നതിൽ എന്താണ്, ഈശനാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഈ നാമരൂപടക്കം ഈശനാന്നുള്ള അർത്ഥം വന്നില്ലേ? അപ്പൊ പിന്നെ നമ്മളത് ത്യജിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ല, നമ്മുടെ നാമരൂപങ്ങൾ എന്തായാലും നമുക്ക് വ്യവഹരിക്കാനായിട്ട് എന്തായാലും അത് വേണമല്ലോ. അതെ അതെ, അത് വ്യവഹാരത്തിന് നാമരൂപങ്ങൾ ഇല്ലാതെ പറ്റില്ലല്ലോ. പക്ഷേ ഇപ്പൊ നമ്മൾ ഒന്ന് നോക്ക്. ഇപ്പൊ ഒരു മാല, ഒരാളുടെ മുന്നിൽ ഒരു മാല കാണിച്ചിട്ട് ഇതിൽ മാല കാണിച്ചു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും മാല കാണിച്ചു തരാൻ പറ്റില്ല. കാണിച്ചു തരുന്നതും തൊട്ട് കാണിക്കുന്നതും ഒക്കെ സ്വർണത്തെ ആയിരിക്കും. മാല എന്ന് പറഞ്ഞൊരു സാധനത്തെ കാണിച്ചു തരാൻ പറ്റില്ല. നമ്മൾ കാണുന്നതും സ്വർണമാണ്. നമ്മൾ അതായത് ഇല്ലാത്തതാണ്, യഥാർത്ഥ്യമാണ് മാല. അപ്പൊ അങ്ങനെ വരുമ്പോ അത് ഒന്ന് മാത്രമാണ് എങ്കിൽ പിന്നെ പിന്നെ ആഗ്രഹം അപ്പൊ അത് മാത്രമേ ഉള്ളൂവെങ്കിൽ ഇപ്പൊ ത്യജിക്കണമെങ്കിൽ ചുരുങ്ങിയത് രണ്ടെണ്ണം വേണ്ടേ? ത്യജിക്കുന്ന ആളും ത്യജിക്കപ്പെടുന്ന വസ്തുവും വേണ്ടേ? അത് വേണം. അപ്പൊ ത്യജിക്കണമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ നാമരൂപങ്ങൾ ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ് ത്യജിക്കാൻ പറയുന്നത്. ഇനി നാമരൂപങ്ങൾ ഇല്ലാതെയാണ് ഈ പ്രപഞ്ചം നിലനിന്നിരുന്നെങ്കിൽ ത്യജിക്കാൻ പറയേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് തോന്നുന്നു. നാമരൂപങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്തായാലും. അപ്പൊ നാമരൂപങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് മായയിൽ പോയി വീഴുമല്ലോ. അപ്പോ അവ്യാകൃതമായ അവസ്ഥയിലേക്ക് തിരിച്ചു പോകാൻ പറയുന്നതാണോ? വ്യാകൃതമായ അവസ്ഥയിൽ നിന്ന്. അതെ, അത് ഏതാണോ പരമകാരണം എന്ന് ഇപ്പൊ നേരത്തെ വിഷ്ണു പറഞ്ഞതുപോലെ മൃത്തിക ഏവ സത്യം.
മണ്ണു മാത്രമാണ് സത്യം എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണല്ലോ അത്തരം പ്രശ്നങ്ങൾ വരുന്നതെന്ന്, ആഗ്രഹം എന്നുള്ളത് വരുന്നതെന്ന്. അതെ അതെ, അത് 7-ാമത്തെ മന്ത്രത്തിൽ അത് പറയുന്നുണ്ട്. യസ്മിൻ സർവാണി തത്ര കോ മോഹക ശോക എന്ന് പറയുന്നുണ്ട്. ശരിയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം ഋഷി പറഞ്ഞത് എന്താ ഈ അതെന്താ മോഹിക്കരുത്, നമുക്ക് ആരുടെ എന്നൊക്കെയുള്ളത് മാറ്റിയിട്ട് നമുക്ക് ആഗ്രഹിക്കരുത് എന്നുള്ളത് മാത്രമാണ്. അപ്പം ആഗ്രഹിക്കരുത് എന്ന് പറയുന്നതിന് എന്തുകൊണ്ട് ആഗ്രഹിക്കരുതെന്ന് പറയുന്നത് അപ്പൊ ചോദിക്കാം, എന്തുകൊണ്ടാണ് ആഗ്രഹിക്കരുത് എന്ന് പറയുന്നത്? കാരണം ആഗ്രഹം എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പൊ ആഗ്രഹിച്ചാല് പിന്നെ പ്രശ്നമാണ്, ദുഃഖമാണ്. അതിപ്പം ദൈവം തമ്പുരാൻ നേരിട്ട് ഇറങ്ങി വന്ന് ആഗ്രഹിക്കാൻ പറഞ്ഞാലും ദുഃഖം ചിലപ്പം വരും. എന്തുകൊണ്ട് ആഗ്രഹിക്കരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശാവാസ്യം ഇതം സർവം ആയതുകൊണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ ആഗ്രഹം വരില്ല. അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈശാവാസ്യം ഇതം സർവം എന്നത് ബോധ്യപ്പെട്ടിട്ടില്ല എന്നാവും. അത് ഇപ്പൊ ഉപനിഷത്തിൽ അങ്ങനെ പറയുന്നത് കാണുന്നുണ്ട്. ഇപ്പൊ ഈ എല്ലാം ഞാൻ തന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു മോഹവും ശോകവും ഒന്നും ഉണ്ടാവില്ല, അത് കേൾക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് ഇപ്പൊ അത് അറിയാൻ വല്ല വഴിയുണ്ടോ? ഇപ്പൊ നമ്മുടെ ആഗ്രഹത്തിന്റെ കാരണം ഇതെല്ലാം ഈശ്വരാണ് എന്ന് തിരിച്ചറിയാത്തത് കൊണ്ടാണ് ആഗ്രഹം ഉണ്ടായത് നമുക്ക് ഇപ്പൊ പറയാൻ ഒരു ലോജിക്കൽ ആയിട്ടുള്ളൊരു മെത്തേഡ് കിട്ടുന്നുണ്ടോ? ഇത് എൻ്റെ ഒരു ചോദ്യത്തില് ഈ ആഗ്രഹത്തിനും കാരണം ഈശ്വരൻ തന്നെയല്ലേ? ഹലോ, ഈശ്വരൻ അങ്ങനെ ഒരു ആഗ്രഹം ഇച്ഛ ശക്തി എന്നുള്ള അർത്ഥത്തിലും കൂടി ഈശ്വരൻ എന്നുള്ളതിനെ വ്യാഖ്യാനിച്ച് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ പിന്നെ ആ ധനം ആഗ്രഹിക്കരുത് എന്ന് പറയുന്നിടത്ത് ആ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോ അതൊരു ഈ ആഗ്രഹം ഈശ്വരൻ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നാണ് എങ്കിൽ അതെന്തിനാ വേണ്ടെന്ന് പറയണത്? അതൊരു ക്വസ്റ്റ്യൻ. വിഷ്ണുവേട്ടാ ആൻസർ ഉണ്ടോ? അല്ല, ആഗ്രഹിക്കരുതെന്നാണോ? ഞാനിത് സംശയത്തോടു കൂടിയാ പറയുന്നത് കേട്ടോ. എനിക്ക് ആൻസർ അങ്ങനെ കൃത്യമായിട്ട് അറിയില്ല. ആൻസർ ഇല്ല, മറുപടികൾ മാത്രമേ ഉള്ളൂ. ആൻസർ എനിക്കും അറിയില്ല, ഉത്തരങ്ങൾ പറയാൻ പറ്റില്ല, മറുപടികൾ പറയാം അറിയുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് ആഗ്രഹം ശരിക്കും ഇച്ഛയും ഉണ്ടാകുന്നത് ഈശ്വരന്റെ ഇത് കൊണ്ട് തന്നെയാണ്, തീർച്ചയാണ്. പക്ഷേ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിപ്പം എന്താ ഇത് പറയാനുള്ള കാരണമാണ് ഞാൻ പറഞ്ഞത്. അതിനുള്ള സ്റ്റേറ്റ്മെന്റ് അവർ ആദ്യം വെച്ചിട്ട് എന്തുകൊണ്ട് ഇപ്പൊ ആഗ്രഹം ഇല്ലാതിരിക്കുക അല്ലെ ആഗ്രഹിക്കരുത് എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ എന്താ ആ സ്റ്റേറ്റ്മെന്റിനോട് ചേർത്ത് വെച്ച് വായിക്കുമ്പം നമുക്ക് ആരുടെ ആഗ്രഹിക്കരുത് എന്ന് പറയാം. അങ്ങനെയല്ലേ ഉള്ളൂ. അല്ല, മറ്റുള്ളവരുടെ ധനം അനർഹമായിട്ട് ആഗ്രഹിക്കരുത് എന്ന് ആയിക്കൂടെ? അതായത് നമ്മള് അല്ല, അങ്ങനെ ആസക്തി. അതാ വിഷ്ണു പറഞ്ഞ അങ്ങനെ ഒരു അർത്ഥവും പറയുന്നുണ്ട്. അതായത് ധനം കസ്യചിത് മാകൃത, ഒന്നും അതിനായി ആഗ്രഹിക്കരുത്, ധനം ആർക്കുള്ളതാണ്, അങ്ങനെയാണ് അർത്ഥം. പിന്നെ അതിനെ കസ്യചിത് ധനം ആകൃത, ആരുടെയും ധനം കാക്ഷിക്കരുത് എന്നും അർത്ഥം പറയാം. അങ്ങനെ രണ്ട് രീതിയിൽ പറയാന്നാ പറഞ്ഞു. രണ്ടായാലും പ്രശ്നമാണല്ലോ. രണ്ടായാലും നമ്മുടെ ഈ ശരീരം പോലും എന്താ നമുക്ക് നിലനിർത്താൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ അതിന്റെ കൺട്രോൾ പോലും കയ്യിലില്ലാത്തത് കൊണ്ട് എന്ന് വേണമെങ്കിലും കരുതത്തില്ലേ? വിഷ്ണുവിന്റെ പ്രശ്നം എന്താണെന്ന് വിഷ്ണു ഒന്ന് പറയാമോ? വിഷ്ണു കേൾക്കുന്നുണ്ടോ?
അല്ല ഞാൻ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്. പറഞ്ഞതാണത്. എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും വേർഷൻസ് നമുക്ക് കേൾക്കാം. എന്തൊക്കെയാണ് ആൾക്കാർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരുടെ ആ അർത്ഥങ്ങൾ കേട്ടതിന് ശേഷം കുറച്ചും കൂടെ നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാമെന്ന് തോന്നുന്നു. ശാലുശ്ശേരിയും രാജീവും പറയാനുണ്ടെങ്കിൽ സംസാരിക്കാം കേട്ടോ. ഓക്കെ, എൻ്റെ ഒരു നമസ്കാരം. ഈശാവാസ്യം ഞാൻ മുഴുവൻ വായിച്ച് അതിൻ്റെ സംഗ്രഹം നടത്തിയിട്ടില്ല. പക്ഷെ പൊതുവെ ഹിന്ദു ഗ്രന്ഥങ്ങളിൽ ഈ ആഗ്രഹം എന്ന് പറയുന്ന ഒരു സംഭവം പലപ്പോഴും അന്യൻ്റെ മുതൽ അനാവശ്യമായി ആഗ്രഹിക്കരുത് എന്നൊരു രീതിയിലാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ആഗ്രഹമാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം എന്നുള്ളതൊരു ബുദ്ധിസ്റ്റ് രീതിയാണ്. ഇവിടെ പലപ്പോഴും പറയാറുള്ളത്, നമ്മൾ ഈ ലോകം ഒരു മായ രീതിയിൽ ഉള്ളതുകൊണ്ട് നമ്മളാണ് കർത്താവ് എന്ന് തോന്നുമെങ്കിലും പലതും ആൾറെഡി ഡെസ്റ്റൈൻഡ് ആണ്. അതുകൊണ്ട് നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ഈ ലോകത്ത് ഒരു തൂവലിനെ പോലെ ജീവിക്കാൻ കഴിയുകയാണെങ്കിൽ, ഒരു ഒരു ഭാരം കുറഞ്ഞ രീതിയിൽ, ഞാനിതൊന്ന് എൻ്റെ മനസ്സിലാക്കൽ പൊതുവെ ഹിന്ദു മതഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ പൗരാണിക ഗ്രന്ഥങ്ങൾ, മത എന്ന് പറയുന്നില്ല, ഗ്രന്ഥങ്ങൾ വായിച്ചതിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു സംഗ്രഹമാണിത്. ഈ വികാര വിചാരങ്ങളെല്ലാം ആഗ്രഹങ്ങളിൽ നിന്നുണ്ടാവും. ആഗ്രഹങ്ങൾ അത്യാഗ്രഹങ്ങൾ എന്ന രീതിയിലുണ്ട്. അത്യാഗ്രഹം തീരെ പാടില്ല. അത് തീർച്ചയായും ദുഃഖത്തിലേക്കും മറ്റ് കുൽസിത പ്രവർത്തികളിലേക്കുമേ നയിക്കുകയുള്ളൂ. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മൾ ആഗ്രഹിക്കാം. പക്ഷെ ഒരു താളിൻ്റെ ഇലയിലെ തുള്ളിയെ പോലെ ജീവിച്ചാൽ, എവിടെയും ഒരു അറ്റാച്ച്മെന്റ് ഇല്ലാതെ നമ്മളുടെ മനസ്സിനെയും ലോകത്തെയും ഒക്കെ കാണുമ്പോഴും നിരാശാഗർത്തത്തിലേക്ക് വീഴാതിരിക്കുകയും ഒപ്പം സന്തോഷകരമായ ഒരു ജീവിതം സാധ്യമാവുകയും ചെയ്യും. എത്രത്തോളം ആഗ്രഹം നമുക്ക് കുറയ്ക്കാൻ കഴിയുന്നോ, പൂർണ്ണമായും ഇല്ലാതാക്കിയില്ലെങ്കിൽ കൂടി, അതും സന്യാസത്തിന്റെ ഓരോ ഘട്ടമുണ്ട്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ആ സന്യാസത്തിന്റെ ഘട്ടങ്ങളിൽ ഇന്ന ആഗ്രഹങ്ങൾ ഇല്ലാത്ത ആള് ഇന്ന ഒരു പദവിയിലെത്തുന്നു തുടങ്ങിയിട്ടുള്ള കുറച്ച് ഇത് ഞാൻ മറ്റു ഒരു ഉപനിഷത്തിൽ വായിക്കുകയുണ്ടായി. അപ്പോ ഇതാണ് ഒരു പക്ഷേ ഒരു മൊത്തത്തിലൊരു സംഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നത്. ഈശാവാസ്യ ഉപനിഷത്തിന്റെ മൊത്തത്തിലുള്ള സംഗ്രഹം എനിക്കറിയില്ല. വായിച്ചവരും പഠിച്ചവരും അതിനെപ്പറ്റി പറയുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ശാലുശ്ശേരി പറഞ്ഞോളൂ. ഓക്കെ. എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ന് വെച്ചാൽ ആസക്തിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളതാണ്. അതായത് നമ്മളൊക്കെ നിലനിൽക്കുന്നത് ആവശ്യത്തിൽ കൂടുതൽ എടുക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലാണ് മനുഷ്യൻ സ്വാഭാവികമായിട്ട് നിൽക്കുന്നത്. നമ്മുടെ ആസക്തി ഭയങ്കരമാണല്ലോ എല്ലാത്തിനോടും. എത്ര കിട്ടിയാലും നമുക്ക് പോരാന്നുള്ളൊരു തോന്നൽ മനുഷ്യന് സ്വാഭാവികമായിട്ടും ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആത്മാന്വേഷകനാണെങ്കിൽ അയാൾ അതിൽ നിന്നും നിലയിൽ നിന്നും തിരിച്ച്, അല്ലെങ്കിൽ എന്താ പറയാ, തനിക്ക് ആവശ്യമുള്ളതിനെ മാത്രം, അതായത് തൻ്റെ ശരീരം എന്ന് കൊഴിഞ്ഞു പോകുന്നു അന്ന് വരെ തനിക്ക് നിലനിൽക്കാൻ ആവശ്യമായ കാര്യങ്ങൾ എടുക്കുക എന്നുള്ളൊരു കാര്യമാണെന്നുള്ളതാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് കേട്ടോ. അതിൽ കവിഞ്ഞ് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു കാര്യം, ഇപ്പൊ ഭൂമി എന്ന് പറയുന്ന സംഭവം തനിയെ ഉണ്ടായതാണ്. പക്ഷെ നമ്മളെല്ലാവരും എന്താണ് ചെയ്തിരിക്കുന്നത്, നമ്മളെല്ലാവരും ഇതിനെ വീതം വെച്ചെടുത്തിരിക്കുകയാണ് ശരിക്കും. അപ്പോൾ ആദ്യം വന്നവൻ കൂടുതൽ വീതം വെച്ചെടുത്തു ആർത്തി കൊണ്ട് എന്നുള്ളതാണ്. ശരിക്കും എല്ലാവർക്കും ജനിക്കുന്ന ഓരോ കുഞ്ഞിനും തുല്യമായിട്ട് ഉപയോഗിക്കാൻ അത്രയും അങ്ങനെ ആയിരിക്കണം. അതായത് ഒരു കുഞ്ഞു പോലും ഭൂമി ഇല്ലാത്തവരായിട്ട് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിക്കും. അതായത് ഒരു കുഞ്ഞ് ജനിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് മരണം വരെ നിലനിൽക്കാൻ ആവശ്യമായ കാര്യങ്ങൾ
ഭൂമി അയാൾക്ക് ഉണ്ടാവണം. പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് വളരെയധികം പേര് സ്വന്തമായിട്ട് ഭൂമി ഇല്ലാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ അത് മുതൽ ആ ഒരു പോയിന്റ് മുതൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ആസക്തി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ശരി. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ് കേട്ടോ, നമ്മുടെ ആസക്തിയാണ്, അതായത് ആഗ്രഹത്തെക്കാൾ ഉപരി ആസക്തിയാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതാണ് എല്ലാവരെയും കഷ്ടത്തിലാക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ഈ ഉപനിഷത്തിലൊക്കെ എല്ലായിടത്തു നിന്നും ഞാൻ വായിച്ചതിൽ നിന്നും എല്ലാത്തിലും ഞാൻ മനസ്സിലാക്കി എനിക്ക് തോന്നിയൊരു കാര്യം അതാണ്. നമ്മളുടെ മമതാബന്ധങ്ങൾ, ശരീരത്തിനോടുള്ള ഒരു, അതായത് നമ്മൾ ഈ നശിച്ചു പോകുന്ന ഈ ശരീരം നശിച്ചു പോകുന്നൊരു സാധനമാണെന്ന് നമ്മൾ എപ്പോഴും വിസ്മരിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. എപ്പോഴും, അതായത് നിരന്തരമായിട്ട് നമ്മളത് മറന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മളത് മറന്നിട്ടാണ് ആക്ട് ചെയ്യുന്നത് എപ്പോഴും. അപ്പം അതാണ് മനുഷ്യന്റെ അസ്വസ്ഥത. അതായത് മനുഷ്യർക്ക് ആർക്കും തന്നെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്കാണ് പോകുന്നതെന്ന് അവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് അപ്പോൾ ഞാൻ ആഗ്രഹത്തെക്കാൾ ഉപരി ഈ ആസക്തി എന്ന് പറയുന്നൊരു പോയിന്റാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അല്ല, അത് ശരിയാണ് കേട്ടോ. അതായത് ഗാന്ധി അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇവിടെ ഉണ്ട്, പക്ഷെ നിങ്ങളുടെ അനാവശ്യത്തിനുള്ളത് ഇവിടെ ഇല്ല എന്ന്. എനിക്ക് തോന്നുന്നു മഹാത്മജിയെ സ്വാധീനിച്ചിട്ടുള്ള ഒരു ഉപനിഷത്തിൽ വെച്ചിട്ട് വളരെ ഈ ഉപനിഷത്ത് വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഡെയിലി ആയിട്ടുള്ള റീഡിങ്ങിൽ മഹാത്മജി ഈ ഉപനിഷത്ത് എടുത്തിരുന്നു എന്നൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പൊ ഇതായിരിക്കും ചാലിശ്ശേരി പറഞ്ഞ പോലെ ആസക്തി, അല്ലെ രാജീവ്ജി പറഞ്ഞ പോലെ ആസക്തി ഇല്ലാതിരിക്കുക. എന്നാലും ആഗ്രഹം കുറച്ചൊക്കെ വേണ്ടി വരും. പക്ഷേ ആഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്നത് കൊണ്ട് മറ്റൊരുത്തന് കുറവ് വരുന്നില്ല എന്ന ബോധ്യത്തിൽ ചെയ്യാമായിരിക്കും. അപ്പൊ അങ്ങനെ ബുദ്ധിയുള്ള ഒരുവൻ ഒരിക്കലും മറ്റൊരാളുടെ ധനം ആഗ്രഹിക്കുകയും കൂടി ഇല്ലല്ലോ. അങ്ങനെ ഒരു പോയിന്റിലും എത്താമല്ലോ. ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് ആഗ്രഹമാണോ അത്യാഗ്രഹമാണോ? ആരും അത്യാഗ്രഹം എന്ന് പറയുമെന്ന് എനിക്കറിയില്ല. ഇനി നല്ല രുചിയുള്ള ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം, അത് അത്യാഗ്രഹമാണോ അതോ കേൾക്കുന്നില്ലേ രവീനത്? ഇതില് ഈ ആസക്തി എന്ന് പറയുന്ന വേർഡിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതിൽ ഒരു വിഷയമുണ്ട്. ഈ ആസക്തി നമ്മൾ ഒറ്റ കാര്യം എടുത്ത ഈ സൃഷ്ടിയുടെ ബേസിക് ആയിട്ടുള്ള സെറ്റപ്പില് ആസക്തി എന്ന് പറയുന്ന സാധനത്തിന് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഭക്ഷണം നമ്മളെ വയറ് നിറയുന്നവരെ ഒരു സമയത്ത് കഴിക്കാൻ നോക്കും. ശ്വാസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്, ശ്വാസം എടുക്കാൻ കഴിയുന്നത് ഒരു പ്രാവശ്യത്തേക്ക് ആവശ്യമുള്ള സാധനമേ നമുക്ക് എടുക്കാൻ പറ്റൂ. അതായത് ജീവൻ നിലനിർത്താനുള്ള ജലം നമുക്ക് കുടിക്കാന്നുള്ളത് ഒരു ലിമിറ്റ് ഉണ്ട്, അതോടുകൂടി അവസാനിക്കുകയാണ്. അതിന് ഒരു ലിമിറ്റ് ഉണ്ട്. പക്ഷെ നമ്മൾ അതിന് ഭൗതികമായ നമ്മളെ ശരീരത്തിന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ നടത്തുന്ന അത്യാഗ്രഹം കാരണമാണ് മറ്റുള്ള ഒരു ജീവിതത്തെ നമ്മൾ വല്ലാത്ത രീതിയിൽ സ്വാധീനിക്കുന്നത്. മറ്റുള്ളവരെ ജീവിതത്തെ നശിപ്പിക്കുന്നതിന്റെ പ്രധാന ഭാവം വരുന്നത് ശരീരത്തിന് പുറത്ത്. മറ്റു ജീവികളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷിക്കേണ്ട സമയത്ത് ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അത് അവിടെ അങ്ങ് അവസാനിക്കുകയാണ്. ആ ഒരു സെറ്റപ്പാണ് ബുദ്ധമത സന്യാസിമാരെ സംബന്ധിച്ചിടത്തോളം വിശപ്പുള്ള സമയത്ത് ഭിക്ഷാടനം ചെയ്ത് കഴിക്കാൻ പറഞ്ഞ ഒരു സാഹചര്യം. സ്ഥിരമായിട്ടൊരു വീട് വേണ്ട, എവിടെയെങ്കിലും പൊതുസ്ഥലത്ത് ശയിക്കണം എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ ആവശ്യങ്ങള് മൃഗത്തിന് തുല്യമായി ലിമിറ്റ് ചെയ്യുകയും ഒന്നും പ്രത്യേകിച്ച് കരുതേണ്ടതില്ല എന്നൊരു അവസ്ഥയിലേക്കും പോകുന്നു. പക്ഷെ നമ്മൾ തിരിച്ചാണ്. ഇതിനൊക്കെ നമുക്ക് കഴിച്ചാൽ പോരാ, ഒരു വർഷത്തേക്കെങ്കിലും നമ്മൾ സംഭരിച്ചു വയ്ക്കണം. അത് അത്രയും പോരാ, അത് ഏറ്റവും കൂടിയതാവണം. ഭക്ഷണം, അതേപോലെ തന്നെ താമസ സൗകര്യങ്ങൾ, മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ ആർത്തി ആ മേഖലയിലാണ്. മറിച്ച് ജീവിത മേഖലയിലുള്ള നേരത്തെ ഈ പറഞ്ഞ കണക്ക് ഭക്ഷണമോ മറ്റു ഭക്ഷണം കഴിക്കണമെന്നുള്ള ആഗ്രഹമൊന്നും വലിയ പ്രശ്നമായിട്ട് പറയാനില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് വയറ് നിറയല്ലേ കഴിക്കൂ. ഒരു ഒട്ടകത്തെ കൊന്ന് തിന്നണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒട്ടകത്തിന്റെ ഒരു ഭാഗം അവൻ കഴിക്കും, ബാക്കി അവന് കഴിക്കാനൊട്ട് സാധിക്കില്ല. അവന്റെ വയറിൽ നിറയുന്നതേ അവന് കഴിക്കാൻ സാധിക്കും.
ആഗ്രഹിക്കുന്നത് കഴിക്കുന്നതിന് ആഗ്രഹിക്കുന്നത് രുചികരമായത് കൊണ്ടായിരിക്കാം. ഓരോ ഇന്ദ്രിയത്തിന്റെ സൗകര്യം അനുസരിച്ച് നമുക്ക് ഇഷ്ടങ്ങൾ ഉണ്ടാവാം. പക്ഷെ ആ ഇഷ്ടത്തിന് ഉപരി ഇവിടെ ഉദ്ദേശിക്കുന്നത് മറ്റൊരുവന്റെ ധനം അല്ലെങ്കിൽ മറ്റൊരുവന്റെ ജീവിതത്തിന് കടന്നു കയറാത്ത രീതിയിൽ, അതായത് നമുക്ക് പുറത്ത് കുന്നുകൂട്ടുന്ന ഒരു കൺസെപ്റ്റാണ് ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന പദപ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. വിഷ്ണു നേരത്തെ ഈശാവാസ്യം ഇതം സർവം എന്ന വാക്കിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് മൃത്യുൻ വികാരം എന്നൊരർത്ഥം വരുന്ന വ്യാപ്തമ്യേന ചരാചരം ഗഡശരാവാദ്യമം മൃത്സത്യ എന്ന് പറയുന്ന ആ ഒരു മന്ത്രം പറയുന്നുണ്ട്. അവിടെ ഒരു മൃത്ത്, അതായത് മണ്ണ് സ്വയമേവ ഒരിക്കലും ഒരു കുടമായി മാറുന്നില്ല. അവിടെ ഒരു കുശവന്റെ ഒരു ഇച്ഛയും അദ്ദേഹത്തിനുള്ള ഒരു ജ്ഞാനവും അതിന് അദ്ദേഹം ഒരു പണി കൊടുക്കണം, അത് ക്രിയയും ചെയ്യണം. അപ്പം ഈ ഇച്ഛാജ്ഞാന ക്രിയാശേഷി ശക്തി അവിടെ പ്രവർത്തിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരിക്കലും മണ്ണ് ഒരു പാത്രമായി മാറുന്നില്ല. മണ്ണ് പാത്ര വടിവിൽ നിൽക്കണമെങ്കിൽ, ആ പാത്രം എന്നുള്ള ഗുണം അവിടെ കാണണമെങ്കിൽ ഒരു ഇച്ഛാജ്ഞാന ക്രിയാശേഷി പ്രവർത്തിക്കണം ഒരു വാദം ശ്രീനാരായണ ഗുരു അവിടെ ഉന്നയിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അവിടെ പറയുന്നത് വ്യാപ്തം ഏന ചരാചരം, എങ്ങനെയാണോ ഈ എല്ലാ ചരങ്ങളിലും അചരങ്ങളിലും വ്യാപിച്ചു കിടക്കുന്നത്, എങ്ങനെയാണ് വ്യാപ്തം ഏന ചരാചരം ഗഡശരാവാദീവം സത്യ, മണ്ണെങ്ങനെ ഈ പാത്രങ്ങളിലും ചട്ടികളിലൊക്കെ എങ്ങനെ നിൽക്കുന്നുവോ അതുപോലെ അത് എങ്ങനെ നിൽക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഈ പാത്രമായും ചട്ടിയായും നിൽക്കുമ്പോഴും അത് മണ്ണ് തന്നെയാണ്, മണ്ണിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് പറയുന്നില്ല. വർത്തി എന്നൊരു വാക്കവിടെ വരുമ്പോൾ അതങ്ങനെ നിലനിൽക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ നിലനിൽക്കുന്ന സമയത്തും ഈ ചട്ടിയും പാത്രവും മണ്ണ് തന്നെയാണ്, മണ്ണിൽ നിന്ന് വ്യത്യസ്തമേ അല്ല. പക്ഷെ ഒരാൾ ഇതിനെ നോക്കുമ്പോൾ അത് ചട്ടിയായോ അല്ലെങ്കിൽ പാത്രമായോ നമ്മൾ വ്യാവഹാരിക ആവശ്യത്തിന് വേണ്ടി അതിനെ ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ ഇല്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ട് ഒരു മണ്ണ് തന്നെയാണ്. മണ്ണ് രൂപം പ്രാപിച്ചിരിക്കുക എന്ന് പറയും, നമുക്ക് ഒരു ഗുണത്തിലൂടെ നിൽക്കുന്ന പറയും. പക്ഷെ ആ ഗുണം കിട്ടണമെങ്കിൽ അവിടെ ഒരു ഇച്ഛാജ്ഞാന ക്രിയാശേഷി പ്രവർത്തിക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ ഈ ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്ത് എന്ന് പറയുമ്പോൾ ഏതൊരു ആകൃതീകരിക്കപ്പെട്ടതാണോ ഈ ജഗത്തായി നിൽക്കുന്നത് എന്ന സ്ഥലത്ത് ആ ഒരു ഇച്ഛാശേഷി അവിടെ വരണ്ടേ? അങ്ങനെ ഒരു സാധനം ഉണ്ടോ നമ്മുടെ ഈ ഈശാവാസ്യം ഇതം സർവം എന്ന ആ ഒരു ശ്ലോകം നോക്കിയാൽ? തീർച്ചയായിട്ടും ഈ മണ്ണ് ആരെങ്കിലുമൊക്കെ അവിടെ പ്രവർത്തിച്ചാൽ മാത്രമാണ് മണ്ണ് പാത്രവിശേഷങ്ങളോ മറ്റെന്തോ ആയിട്ട് രൂപപ്പെടുകയുള്ളൂ. അപ്പോ അങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ പ്രവർത്തിക്കുന്നവനിൽ ഗുണങ്ങൾ വേണം. ഇച്ഛ ജ്ഞാനക്രിയ. ഇച്ഛ എന്ന് പറയുമ്പോൾ എന്താവശ്യത്തിനായിക്കൊണ്ടാണോ താൻ പ്രവർത്തിക്കേണ്ടുന്നത് ആ ആവശ്യം നിറവേറ്റാൻ പോകുന്ന തരത്തിൽ ഉള്ള പ്രയോജന ശക്തി ഈ പറയുന്ന മണ്ണിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അത് മാത്രമല്ല അത് ഉണ്ടാക്കാൻ ഉള്ള കഴിവും വേണം. അതാണ് ക്രിയാശക്തി. അപ്പൊ കഴിവ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടുന്നത് എന്നുകൂടി അറിയേണ്ടതുണ്ട്. അപ്പൊ മൺപാത്രം ഉണ്ടാക്കുമ്പോൾ മൺകുടം ഉണ്ടാക്കുമ്പോൾ അതിനൊരു ആകൃതി ഉണ്ട്. ഇപ്പൊ ജലം ശേഖരിച്ചു വെക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രയോജനമെങ്കിൽ തണുപ്പ് പണ്ട് കാലത്ത് റെഫ്രിജറേറ്റർ ഒന്നും ഉണ്ടാവില്ല. അപ്പോ തണുത്ത ശീതീകരിച്ച ജലം കിട്ടണമെങ്കിൽ മൺകൂജയിലൊക്കെ ആയിട്ട് മൺകുടത്തിലൊക്കെ ആയിട്ട് വേണം അത് സംഭരിച്ചു വെക്കാൻ. അപ്പൊ അതിന് അറിവുണ്ടായിരിക്കണം. എപ്രകാരം എന്താണ് എന്റെ ആവശ്യം നിറവേറ്റാൻ പോകുന്ന ഗുണം ഇതിനുണ്ടോ, അതിനെ എനിക്ക് നിർമ്മിക്കാനുള്ള കഴിവുണ്ടോ. അപ്പൊ കഴിവുണ്ടായി മാത്രം പോരാ, അത് എപ്രകാരമാണ് അത് ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ള അറിവും വേണം. അപ്പൊ അതിനവിടെ ജ്ഞാനശക്തിയും വേണം. അപ്പൊ ജ്ഞാനശക്തി കൂടാതെ ഇച്ഛാശക്തി വേണം, ആഗ്രഹം കൂടി വേണം. ഈ മണ്ണുകൊണ്ട് എനിക്ക് എന്ത് സാധിക്കാം, എന്റെ ഇന്ന ആവശ്യം നിറവേറ്റാൻ ഇത് പര്യാപ്തമാണോ, അല്ലെങ്കിൽ ഇതുകൊണ്ട് എനിക്ക് എന്ത് പ്രയോജനമുണ്ട് എന്നുള്ളൊരു സങ്കല്പം അവിടെ ഉണ്ടായാൽ മാത്രമേ ആ സങ്കല്പത്തിലൂടെ ആ ഇച്ഛ അവിടെ പ്രവർത്തിതമാവുകയുള്ളൂ. ഇത് മൂന്നും പ്രവർത്തിച്ചാൽ മാത്രമാണ് ആ മൺപാത്രം, മൺകുടം, മൺകലം ആയിട്ട് നിലനിൽക്കുന്നത്. അപ്പോ ഇവിടെ സ്വാഭാവികമായിട്ട് ചോദ്യം വരുന്നത്, ഇവിടെ പ്രവർത്തിക്കുന്നവൻ ഈ ഉപാദാനമായിട്ടിരിക്കുന്ന മണ്ണ്, ഇത് രണ്ടാണ് എന്നുള്ളൊരു പരിമിതി ഉദാഹരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും കുറച്ചും കൂടെ ആഴത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഗുരുദേവൻ ഈ ശ്ലോകത്തിന്റെ ഈ എവിടെയാണോ ഈ ശ്ലോകം എന്താണോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനെ കുറച്ചും കൂടെ ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് ദൈവദശകം എന്നുള്ള കൃതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രി ആയതെന്ന്.
അത് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതാണ്. സാന്ദർഭികവശ ആ ശ്ലോകം ഇവിടെ ഉപയുക്തമാകുമെന്ന് തോന്നുന്നു. അപ്പോ നീ ഈ സൃഷ്ടിക്കുന്നവനും നീ തന്നെയാണ്, സൃഷ്ടാവും നീ തന്നെയാണ്, സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടിജാലവും നീ തന്നെയാണ്, സൃഷ്ടിക്കപ്പെടുന്നതിനുള്ള ഉപാധിയായി നിൽക്കുന്നതും നീ തന്നെയാണ് എന്നുള്ളൊരു തത്വം ഗുരുദേവൻ ദൈവ ദശകത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇവിടെ വരുന്ന ഇച്ഛാജ്ഞാനക്രിയകൾ, ക്രിയാശക്തികൾ ഭിന്നമായിട്ടുള്ള ഒരു വ്യക്തിയിൽ പ്രവർത്തിതമാക്കുമ്പോഴേ ആ മണ്ണ് പറയുന്ന വിവിധ ആകാരവിശേഷങ്ങളിൽ കാണപ്പെടുകയുള്ളൂ. എങ്കിലും പരമാർത്ഥ തത്വത്തിൽ എന്താണ് അവിടെ രണ്ടാമതൊന്നില്ല. അപ്പൊ ഇവിടെ ദൃഷ്ടാന്തത്തിൽ മണ്ണ്, കുടം, മൺകലം, മൺചട്ടി എന്നുള്ളതിലേക്ക് നമ്മൾ ഈ ദൃഷ്ടാന്തത്തെ ഒതുക്കേണ്ടതുണ്ട്. ഭിന്നമായിട്ടുള്ളൊരു ശക്തി പ്രവർത്തിച്ചാൽ മാത്രമാണ് ഇവിടെ മൺകലവും മൺകുടവും മൺചട്ടി ഉണ്ടാകുന്നുള്ളൂ. എങ്കിലും ഇതെല്ലാം തന്നെ ഒന്നാണ് എന്നുള്ള അർത്ഥത്തിൽ ദൈവദശകവുമായി ചേർത്ത് ചിന്തിച്ചാൽ അതിന്റെ അഭേദ്യത നമുക്ക് ബോധ്യപ്പെടും എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുന്നതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇച്ഛാജ്ഞാന ക്രിയാശക്തികൾ പ്രവർത്തിച്ചില്ലെങ്കിൽ മണ്ണ് മണ്ണായി നിലനിൽക്കുന്നു. അതവിടെ അഖണ്ഡിതമായി നിലനിൽക്കുകയാണ്. അപ്പൊ ഒരു ഗുണവും ഈ ഇച്ഛാജ്ഞാന ക്രിയം എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ ഇതിൽ നിന്ന് വേറെ എന്തൊക്കെയായിട്ട് പറയാവുന്നോ ആ പ്രകാരത്തിലുള്ള ഒരു ഗുണവും പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അവിടെ എന്താണോ ഉള്ളത് അത് അതേപോലെ സദ്ഘനമായി നിൽക്കും എന്ന് ഗുരുദേവൻ വ്യാപ്തമയേന ചരാചരത്തില് യസ്മിൻ യത് പ്രളയേപി സദ്ഘനമജം, സത്ത് ഘനമായി നിൽക്കുന്നു, അജമായി. അവിടെ അജം എന്ന് പറയുന്നതിലൂടെ ഒരു ഗുണത്തിന്റെ ഒരു പ്രവർത്തന സാധ്യത പോലും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഗുരുദേവൻ സത്ത് ഘനീഭവിച്ചിരിക്കുന്നതാണ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ അവിടെ ഗുണങ്ങളായിട്ടുള്ള ഇച്ഛയോ ജ്ഞാനമോ ക്രിയയോ എന്ന് വേണ്ട ഒരു ഗുണവും അവിടെ പ്രവർത്തിച്ചില്ലെങ്കിൽ പോലും ഉള്ളതായിരിക്കുന്ന മണ്ണിന്റെ അഭാവത്തെ നമുക്ക് അവിടെ കാണാൻ സാധിക്കില്ല. മണ്ണുണ്ടെങ്കിലാണ് കുടവും കലവും ചട്ടിയും അതൊക്കെ രൂപപ്പെടാനുള്ള ഇച്ഛാജ്ഞാന ക്രിയകളും ഉള്ളൂ. എങ്കിലും ഇതൊന്നില്ലെങ്കിലും ഇച്ഛാജ്ഞാന ക്രിയകളും മൺപാത്രം, അതായത് കുടം, കലം, ചട്ടി, കൂജ തുടങ്ങിയ പാത്രവിശേഷങ്ങളൊന്നും ഇല്ലെങ്കിലും മണ്ണ് എന്നുള്ള ഘനമായിട്ടിരിക്കുന്ന ഒന്ന് അവിടെ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് ഗുരുദേവൻ ദൈവദശകത്തിലെ ഈ നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും എന്നുള്ള ശ്ലോകത്തിലൂടെ നമ്മളെ ഉണർത്തുന്നുണ്ട്, നമ്മളെ ചിന്തിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളിവിടെ ഓർക്കേണ്ടതാണ് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യമായിട്ടിരിക്കുന്നത്. ഒരു ഡൗട്ടും കൂടി ഉണ്ട് വിഷ്ണു കേട്ടോ. അവിടെ ഇപ്പൊ ഇവിടെ സൃജത് സ്വയം എന്നുള്ള വാക്കൊക്കെ പല സ്ഥലത്തും പറയുന്നത് ശ്രീനാരായണ ഗുരു തന്നെ ദർശനമായ തന്നെ. അപ്പോൾ ഈ ഒരു സംശയമുണ്ട് എനിക്ക്. ഇപ്പോൾ നമ്മൾ നല്ല കാറ്റടിക്കുമ്പോൾ ഈ മണ്ണിൻ്റെ പൊടികളൊക്കെ കാറ്റത്ത് പാറുന്നു കാണാം. അതൊരു മരുഭൂമിയിലൊക്കെ ആണെങ്കിൽ കുറേ പൊടി ഉണ്ടാകുമ്പോൾ ആ പൊടിയെല്ലാം കൂടിയിട്ട് ഒരു വലിയൊരു കുന്ന് പോലെ അതൊരു കുന്നിൻ്റെ ഷേപ്പിലൊക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ ഇത് ആരുടെ ഇച്ഛയിലാണ് ഈ കാറ്റടിച്ച് അതൊരു മണ്ണ് കാറ്റത്ത് പാറിപ്പോണത്? അപ്പോൾ ഇത് ഇവിടെ ഇച്ഛാജ്ഞാനം ക്രിയ നമുക്ക് ഇവിടെ എങ്ങനെയാണ്, നമുക്ക് ആരുടെ ഇച്ഛയാണ് അല്ലെങ്കിൽ എന്തിൻ്റെ ഇച്ഛയാണ്? അവിടെ എന്തിൻ്റെ കാറ്റടിച്ച് കഴിഞ്ഞ് ഇന്ന ഷേപ്പിൽ പറക്കണം എന്നുള്ള ജ്ഞാനം, അങ്ങനെ ഒരു ജ്ഞാനം അവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇച്ഛാജ്ഞാനം ക്രിയ വേണോ അവിടെ? അതോ ഇത് സ്വയമേവ പ്രകൃതി നിയമത്തിൽ കൂടെ ചലിക്കുകയാണോ ചെയ്യണത്? ഇതിലേതായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? എനിക്ക് ഈ സന്ദർഭം ഓർമ്മ വരുന്നത് റിച്ചാർഡ് ഡോക്കിൻസിന്റെ ഒരു പുസ്തകമുണ്ട്, ഗോഡ് ഡിലൂഷൻ എന്ന് പറഞ്ഞിട്ട്. അതില് അതായത് പൊതുവെ എല്ലാവരും ഈ ഈശ്വര വിശ്വാസം വച്ചു പുലർത്തുന്നവർ യുക്തിവാദികൾക്കെതിരെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അത് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഒരു ബോയിങ് 747 എന്നുള്ള വിമാനത്തിന്റെ വിവിധ ഘടക പദാർത്ഥങ്ങൾ ഒരു മൈതാനത്ത് ഇങ്ങനെ പരന്ന് കിടക്കുന്നുണ്ട്. പല ഈ കോണുകളിൽ ചിതറിക്കെടുക്കുകയാണ് ഈ വിമാനത്തിന്റെ ഘടക പദാർത്ഥങ്ങൾ. പെട്ടെന്ന് അവിടെ ഒരു ചുഴലിക്കാറ്റടിച്ച് ഈ ഘടക പദാർത്ഥങ്ങളെല്ലാം തന്നെ കൃത്യം വേണ്ടുന്ന അളവിൽ ചേരുംപടി ചേർന്ന് ഒരു ബോയിങ് 747 വിമാനം ഉണ്ടാവാനുള്ള സാധ്യത എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് തുലവും വളരെ തുച്ഛമാണ്. അത് അങ്ങനെ ഒരു സാധ്യത ഒട്ടും തന്നെ കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്താണ്, കൃത്യമായി അങ്ങനെ ഒരു വിമാനം ഉണ്ടാക്കി കാണിച്ച് അതിന്റെ പ്രയോജനം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, അവിടെ നമ്മുടെ കൺമുന്നിൽ കാണാനാവാത്ത എന്തോ ഒരു അദൃശ്യ ശക്തി അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അബോധപൂർവമായിട്ടുള്ള അദൃശ്യ ശക്തിയുടെ പ്രവർത്തന ഫലമായിട്ടാണ് ആ ബോയിങ് 747 എന്നുള്ള വിമാനം അവിടെ ഉണ്ടായത്. അതല്ലാതെ വെറുതെ ഒരു കാറ്റടിക്കുമ്പോൾ കൃത്യം
വേണ്ടുന്ന അളവിൽ ചേരുംപടി ചേർന്നിട്ട് കൃത്യമായി വിമാനത്തിന്റെ എങ്ങനെയാണ് ഒരു നല്ലൊരു വിമാനം ഉണ്ടാവുന്നത് അതേപോലെ ചേരുംപടി ചേരാനുള്ള സാധ്യത ഒരു ബോധപൂർവമായിട്ടുള്ള ശക്തിവിശേഷം ഇല്ലാതെ സംഭവിക്കില്ലല്ലോ എന്നുള്ളതാണ് യുക്തിവാദികളോട് ഈശ്വരവിശ്വാസികൾ ചോദിക്കുന്നതായിട്ട് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതിന് ഡോക്കിൻസ് മറുപടി കൊടുക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ഒരു കർത്തൃത്വം ഇങ്ങനെ ഒരു നിയാമക ശക്തിയെ പ്രകൃതിയിൽ നിങ്ങൾ ആരോപിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണോ ആ അടിസ്ഥാനത്തിൽ തന്നെ ഞാൻ ചോദിക്കുകയാണ്. ഇതേ ഉദാഹരണം വെച്ചുകൊണ്ട് അദ്ദേഹം തിരിച്ച് ഈ വിശ്വാസികളോട് ചോദിക്കുകയാണ്, തിരിച്ച് ഈ ചോദ്യം എന്തുകൊണ്ട് ചോദിച്ചുകൂടാ? അതായത് എന്തുകൊണ്ട് സ്വാഭാവികമായി സഹജമായി പ്രകൃതിയിൽ ഇങ്ങനെ ഒരു ചുഴലിക്കാറ്റ് വരികയും ഒരു മൈതാനത്ത് അങ്ങിങ്ങായി പരന്നു കിടക്കുന്ന വിവിധ ദിശകളിൽ ചിതറിക്കിടക്കുന്ന ഈ വിമാനത്തിന്റെ ഘടക പദാർത്ഥങ്ങൾ ഏത് കാരണം കൊണ്ട് പ്രത്യേകമായ അളവിൽ കൃത്യം ചേരുംപടി ചേർന്ന ഒരു ബോയിങ് 747 വിമാനമായി കൂടാ എന്ന് എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ എന്നുള്ളതാണ് ഡോക്കിൻസ് തിരിച്ചു മറുപടിയായി ചോദിക്കുന്നത്. അപ്പൊ അവിടെ അങ്ങനെ സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി, പോസിബിലിറ്റി ഇത് രണ്ടും രണ്ടാണ്. അപ്പൊ പോസിബിലിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പൊ ഉദാഹരണത്തിന് ഒരാള് ഒരു നൂല് ചെറിയൊരു ദ്വാരം ഒരു നൂല് ഇങ്ങനെ പിടിച്ച് ഓടി വരികയാണ് ഒരറ്റത്ത് നിന്ന്, കിഴക്കുന്ന് ഓടി വരാന്ന് വിചാരിച്ചോളൂ, ഒരു നൂലും പിടിച്ചുകൊണ്ട്. ഇപ്പുറത്ത് കിഴക്കിന്റെ നേരെ ഓപ്പോസിറ്റ് പടിഞ്ഞാറ് നിന്നൊരു വ്യക്തി ഒരു സൂചി, ഇപ്പോ ഈ നൂല് നിൽക്കുന്ന സൂചി ഉണ്ടല്ലോ, അത്രയും മാത്രം ദ്വാരമുള്ള സൂചിയുമായിട്ട് ഓടി വരികയാണ്. അപ്പോ കിഴക്ക് നിന്ന് ഓടി വരുന്ന നൂലുമായിട്ട് വരുന്ന വ്യക്തിയും പടിഞ്ഞാറ് നിന്ന് ഓടി വരുന്ന സൂചിയുമായിട്ടുള്ള വ്യക്തിയും തമ്മിൽ ഒരു പ്രത്യേക രീതിയിൽ അവർ ചേർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യം ആ സൂചിദ്വാരത്തിലൂടെ ഈ പറയുന്ന നൂല് കടന്നു പോകുന്നതായിരിക്കും. പക്ഷെ അങ്ങനെ സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി മൊത്തം കൺസിഡറേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ തുച്ഛമാണ്. പക്ഷെ അതിന്റെ പോസിബിലിറ്റി 0 ഒരിക്കലും അങ്ങനെ സംഭവിച്ചു കൂടായികയില്ല. അപ്പോ അങ്ങനെ സംഭവിക്കാൻ എന്തെങ്കിലും ചെറിയൊരു സാധ്യത ഉണ്ടെങ്കിൽ അത് സംഭവിക്കാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അത് ഇങ്ങനെ ഒരുപാട് സാധ്യതകളിൽ ഒന്ന് മാത്രമാണ് എന്ന് വരുമ്പോൾ അതിന്റെ പോസിബിലിറ്റി കൂടുതലായും പ്രോബബിലിറ്റി കുറവായിട്ടിരിക്കുന്നത്. ആ സാധ്യതകളുടെ വിഘ്നം എത്ര കണ്ട് കുറവാണോ അത്രത്തോളം പ്രോബബിലിറ്റിയാണ് നമ്മൾ ആ ഇവന്റിനെ നിശ്ചയിക്കുക. ഇപ്പൊ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് വരണോ ടെയിൽ വരണോ എന്ന് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം തുല്യ സാധ്യതയാണ് ഒരു അൺബയാസ്ഡ് ആയിട്ടുള്ള ടൈക്കുള്ളത്, 1/2 എന്ന് പറയും. പക്ഷെ നമ്മൾ മറ്റൊരു സാധ്യത നമ്മൾ ആലോചിക്കേണ്ടത്, എന്തുകൊണ്ട് കോയിൻ വില തലങ്ങനെ നിന്നുകൂടാ? ഹെഡും ടെയിലും വരാതെ കൃത്യം അങ്ങനെ നടുക്ക് നിൽക്കാനുള്ള ഒരു സാധ്യത കൂടി നമ്മൾ അവിടെ ചിന്തിക്കേണ്ടതുണ്ട്. അതൊരു പോസിബിലിറ്റിയാണ്, പക്ഷെ പ്രോബബിലിറ്റി അല്ല. കാരണം അങ്ങനെ കൃത്യമായ ആ കോയിൻ നിലനിൽക്കണമെങ്കിൽ അതിന്റെ ബാക്കി വരുന്ന സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്ന പോയിന്റ് ആ കോയിന് വെളിയിലേക്ക് പോകാനാണ് സാധ്യത കൂടുതൽ. അങ്ങനെ വരുമ്പോൾ അത് ഏതെങ്കിലും വശത്ത് ഒട്ടിച്ചിരിക്കും. അപ്പൊ ആ പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവന്റ് എന്ന് പറയുന്നതിന്റെ ബാഹുല്യം അനുസരിച്ചാണ് ഒരു സംഭവം പ്രകൃതിയിൽ നടക്കുന്നതും നടക്കാതിരിക്കുന്നത്. അപ്പൊ ഒരു കല്ല് കാറ്റത്ത് പറന്നു പോകുന്നതും കടലിൽ തിരമാലകൾ ഉയരുന്നതും താഴുന്നതും പ്രകൃതിയിൽ സ്വാഭാവികമായി സഹജമായി ചെറിയൊരു സാധ്യതയെങ്കിലും ഉണ്ടെങ്കിൽ അത് നടക്കാനുള്ള സാഹചര്യം ഈ വിഷയത്തിൽ മാത്രമല്ല, എവല്യൂഷൻ എന്നുള്ള പ്രോസസ് എടുത്താൽ പോലും വളരെ ചെറിയ സാധ്യതകളിൽ നിന്ന് ക്രമേണ ചേരുംപടി ചേർന്നാണ് ഇത്രയധികം സങ്കീർണമായിട്ടുള്ള ജീവികളെല്ലാം തന്നെ ഭൂമുഖത്ത് പരിണമിച്ചുണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് തെളിവുകൾ നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ വിശ്വാസികൾ പറയുന്ന ഇത് സ്വാഭാവികമായി സഹജമായി നടക്കില്ല, ബോധപൂർവമായിട്ടൊരു ശക്തി ഉണ്ടെങ്കിലേ ഇങ്ങനെയൊക്കെ പ്രപഞ്ചം രൂപപ്പെടൂ എന്ന് പറഞ്ഞാലും യുക്തിവാദികൾ മറുചോദ്യമായിട്ട് ചോദിക്കുന്ന അല്ല, ഇത് അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത തുലോം 0 വളരെ ചെറിയതാണെങ്കിൽ അങ്ങനെ ഒരു സാധ്യത ഉണ്ട്. കാലത്താൽ ദേശത്താൽ അതങ്ങനെ സംഭവിക്കുന്നു. അതിന് ഒരു ബുദ്ധിപൂർവകനായിട്ടുള്ള ഒരു ആസൂത്രകന്റെ അപേക്ഷ കൂടാതെ തന്നെ അത് സംഭവിക്കാമെന്ന് അവർ പറയുന്നതിലും രണ്ടിന്റെയും സത്ത എന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ മുൻ നേടിയ അറിവിന്റെ അപേക്ഷയിൽ അവരതിനെ വ്യാഖ്യാനിക്കുന്നതാണ്. സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്ന വ്യക്തിക്ക് ഈ രണ്ട് രീതിയിലും കൂടി ചിന്തിച്ച് അവരവർക്ക് ഏതാണോ കൂടുതൽ യുക്തമെന്ന് തോന്നുന്നത് ആ വാദം സ്വീകരിക്കുന്നതായിരിക്കും കൂടുതൽ അഭികാമ്യം. ഇപ്പൊ രണ്ടുപേരും പറയുന്നത് എന്താണ്? സാധ്യത എന്താണോ 0 ആയിരിക്കുന്നത് അത് സംഭവിക്കാനുള്ള സാഹചര്യങ്ങൾ കാലത്തിലൂടെ ദേശത്തിലൂടെ അല്ലെങ്കിൽ വസ്തുവിലൂടെ ഉരുത്തിരിഞ്ഞു വരുമ്പോൾ മാത്രമാണ് അത് സാധ്യതമാകുന്നത്. അതിന് പുറകിൽ ഒരു ബോധപൂർവമായിട്ടുള്ള ഒരു ശക്തിയുടെ പ്രേരണ ഉണ്ടായാലും ഇല്ലാതായാലും അതവിടെ സഹജമാണ്, സ്വാഭാവികമാണ് എന്നുള്ളതാണ് കൂടുതലായിട്ടും നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഞാൻ പറയുന്ന എൻ്റെ ഒരു അഭിപ്രായമായിട്ട് പറയുന്നത്. ഓക്കെ, ബാക്കിയുള്ളവർ എന്താണെന്ന് വെച്ചാൽ അവരുടെ അഭിപ്രായങ്ങൾ കൂടി പങ്കുവെക്കേണ്ടതാണെന്ന് പറഞ്ഞുള്ളത്. ഓക്കെ.
വിഷ്ണു ഇപ്പം പറഞ്ഞ ആ ഒരു സാധ്യത വെച്ച് നമുക്കൊരു ഇങ്ങനെ ചിന്തിച്ചൂടെ? അതായത് ഇപ്പൊ ഒരു പുഴ, ഇപ്പം നമ്മൾ പുഴയില് ഉരുളൻകല്ലുകൾ കാണാൻ പറ്റും. നല്ല പല ഷേപ്പുള്ള, ഭംഗിയുള്ള, പല വൃത്താകൃതിയിലും ഒരാള് ഡൈലടിച്ച് ഉണ്ടാക്കിയ പോലെ തോന്നുന്ന രീതിയിലുള്ള ഉരുളൻകല്ലുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ ഉരുളൻകല്ല് എങ്ങനെ ഉണ്ടാക്കും ചോദിച്ചാല് അനുസ്യൂതമായി ഒഴുകുന്ന ആ പുഴയുടെ ചലനത്തിന്റെ ഭാഗമായിട്ട് അതിങ്ങനെ എന്താണ് തേഞ്ഞിട്ട് അത് ആ രൂപം പ്രാപിക്കുന്നതാണ്. അപ്പൊ അത് ആരും ബോധപൂർവം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അല്ല. കാരണം ആരും ബോധപൂർവം അവിടെ ചെയ്യുന്നില്ല. മറിച്ച് ഈ പ്രപഞ്ചത്തിന് ഒരു നിയമമാണ്. ഈ മുകളിലുള്ള വെള്ളം താഴേക്ക് അനുസ്യൂതമായി ഒഴുകുക എന്നുള്ള ആ നിയമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കല്ല് ഉരുണ്ട് നിൽക്കുന്നത്. ഇപ്പൊ ഓരോ ജീവിവർഗത്തിനെ എടുത്ത് പരിശോധിച്ചാലും നമുക്ക് കാണാൻ പറ്റും ഓരോ ഷേപ്പ്. നമ്മൾ പറയുന്നതാണ് അതിന്റെ ഷേപ്പ് ഇങ്ങനെയാണ്. പുഴയിലെ ഉരുളൻകല്ലുകൾ പോലെയാണ്. ഈ ഓരോ ഉരുളൻകല്ലിനും നമുക്ക് ഓരോ പേരിടാം. ഈ ഒരു അറ്റം മാത്രം റൗണ്ടായ ഒരു സാധനത്തിന് ഒരു ജീവിവർഗം എന്ന് വിളിക്കാം. അങ്ങനെ പല രീതിയിൽ ആകൃതിയിലുള്ള ഉരുളൻകല്ലുകൾ നമുക്ക് ഈ പുഴയിൽ കാണാൻ പറ്റും. അപ്പൊ അതിനൊക്കെ നമുക്ക് ഓരോ ജീവിവർഗമായിട്ട് കണ്ടാൽ ഇതൊക്കെ ഓരോ തരത്തിൽ പ്രകൃതിയുടെ അനുസൃതമായ ആ ഒഴുക്കില് സ്വാഭാവികമായിട്ട് ഉരുത്തിരിഞ്ഞു വരുന്നതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ഇച്ഛാശക്തി അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. എങ്ങനെ? ഈ പുഴ ഒഴുകുക എന്നുള്ളത് പ്രപഞ്ചത്തിനൊരു നിയമമാണ്. ഈ നിയമമാണ് നിയമനം ചെയ്യപ്പെടുന്നവൻ എന്ന രീതിയിൽ ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്, ഈ പ്രപഞ്ചത്തിനെ ആകൃതീകരിക്കാൻ കാരണമായ ഏതൊരു ശക്തിയാണോ ആ ശക്തിയെ ഈശൻ എന്ന് പറയുന്നതിന് പകരം അവിടെ നിയാമകൻ എന്ന അർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിന്റെ നിയമമാണ് എന്ന് പറഞ്ഞൂടെ? ആ നിയമം എല്ലാവരുടെയും ഒരേപോലെ നിൽക്കുന്നുണ്ട്. നേരത്തെ വിഷ്ണു പറഞ്ഞ പോലെ ഒരു കോയിൻ ടോസ് ചെയ്യും പോലെ, അല്ലെങ്കിൽ ഒരാൾ സൂചി നൂലെടുത്ത് പായുമ്പോൾ ഇപ്പൊ അവിടെയൊക്കെ ആ പ്രപഞ്ചത്തിന്റെ നിയമം നിലനിൽക്കുന്നുണ്ട്. ആ നിയമത്തിലൂടെ മാത്രമേ, ഒരു ദ്വാരമില്ലെങ്കിൽ അതിലൂടെ ഒരിക്കലും കടന്നു പോവില്ല. അതൊരു പ്രപഞ്ച നിയമമാണ്. അങ്ങനെ ആ നിയമം നിലനിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ നിയമത്തെ നമുക്ക് ഈശൻ എന്ന വാക്കുകൊണ്ട് അവിടെ വിളിച്ചൂടെ? തീർച്ചയായിട്ടും ഋഷിയുടെ മനസ്സെപ്പോഴും ഇങ്ങനെയാണ് ഞാൻ ചിന്ത ചെയ്യാറുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഏതെങ്കിലും ഒരു അതീതമായിട്ടുള്ള ഇന്ദ്രിയാതീത ശക്തിയിൽ കൊണ്ടെത്തിക്കുന്നതിന് പകരം ഇവിടെ സഹജമായ സ്വാഭാവികമായിട്ട് നടക്കുന്ന പ്രാപഞ്ചിക പ്രക്രിയകളെ സസൂക്ഷ്മം ശ്രദ്ധിച്ച ഋഷി അത് പ്രപഞ്ചവും ജീവനും ജീവിതവും തമ്മിലുള്ള പാരസ്പര്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ വ്യത്യസ്ത ഭൗതിക പ്രതിഭാസങ്ങൾക്ക് പിന്നിൽ ഓരോ അധിനിയമങ്ങളായി ദേവതകളെ കൽപ്പിച്ചത്. അത് ഋഷിയുടെ കൽപ്പനയാണ്. കൽപ്പനയൊക്കെ ആധാരം എന്ന് പറയുന്നത് ഈ ഈ പ്രാപഞ്ചിക ഭാവങ്ങളുടെ വയലന്റ് ഫോം, അതിന്റെ ഭീകരമായ ഭാവം കണ്ടുണ്ടാകുന്ന ഒരു ഭയത്തിൽ നിന്നല്ല അത്തരം ഈ സ്തുതിഗീതങ്ങൾ വന്നിട്ടുള്ളത്. നേരെ മറിച്ച് പ്രപഞ്ചവും ജീവിതവും തമ്മിലുള്ള പാരസ്പര്യത്തിന്റെ ആ ഒഴുക്ക് കണ്ടിട്ടായിരിക്കണം ഋഷി വ്യത്യസ്ത ഭൗതിക പ്രതിഭാസങ്ങൾക്ക് പുറകിൽ അധിനിയമങ്ങളായി ദേവതകളെ കൽപ്പിക്കാൻ കാരണം. അപ്പൊ വായു പ്രവഹിക്കുന്നു, കാറ്റ് വീശുന്നു, ജലമൊഴുകുന്നു, അഗ്നി ജ്വലിക്കുന്നു തുടങ്ങിയ ഭൂമി അഭിമാനി ദേവതയുടെ അനുഗ്രഹം കൊണ്ട്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ബലം കൊണ്ട്, ഒരു പ്രത്യേക രീതിയിൽ അത് വിന്യസിക്കപ്പെട്ടത് കൊണ്ട് നമുക്കിവിടെ അതിജീവനം സുഗമമായി തീരുന്നു. അപ്പൊ നമ്മൾ വേറെ ഏതെങ്കിലും ഗ്രഹത്തിന്റെ ഒക്കെ അടുത്ത് പോവുകയാണെങ്കിൽ അവിടുത്തെ ഭൂമി അഭിമാനി ദേവതയുടെ അനുഗ്രഹം ഒരു പരിധിയിൽ കൂടുതലാണെങ്കിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കില്ല. അത്രത്തോളം ആ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ അതിജീവനം അവിടെ സാധ്യമാവില്ല. ഒരളവിൽ കുറഞ്ഞാൽ എന്താണ്, ഈ നമുക്ക് വളരെ പ്രയാസമാണ് ജീവിക്കാൻ. കാരണം അതുകൊണ്ടാണല്ലോ ചന്ദ്രനിലൊക്കെ പോകുമ്പോൾ ജലം ഇങ്ങനെ ഒരു ഗുളിക രൂപത്തിലൊക്കെ നമുക്ക് ഭക്ഷിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത ഭൗതിക പ്രതിഭാസങ്ങളെ കണ്ടറിഞ്ഞ ഋഷി മനുഷ്യ ജീവിതം എന്നല്ല, ജീവന്റെ നിലനിൽപ്പും പ്രപഞ്ചത്തിന്റെ പാരസ്പര്യവും മനസ്സിലാക്കിയ അവർ ഇതിനെ പ്രകൃതി എന്ന് നാമകരണം ചെയ്യുകയും ഭൗതിക പ്രതിഭാസങ്ങൾക്കൊക്കെ പുറകിൽ അധിനിയമങ്ങളായിട്ടുള്ള ദേവതകളെ കൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള കൽപ്പനകളിലൂടെ ദേവതകളിലൂടെ ലക്ഷീകരിക്കപ്പെടുന്ന തത്വം, നിയാമക തത്വം ഏകവും അദ്വിതീയമാണ് എന്നുള്ളതാണ് ഋഷി പറയുന്നത്. അതല്ലാതെ പ്രപഞ്ചത്തിന് പുറകിൽ എന്തോ ഒരു ശക്തിയുണ്ട്, ആ ശക്തിക്ക് വിധേയമായിട്ടാണ് ഈ പ്രപഞ്ചം നിയമിക്കപ്പെടുന്നത് എന്നുള്ളതിൽ ഉപരി പ്രപഞ്ചം തന്നെയാണ് ആ ശക്തി എന്നുള്ളതാണ് ഋഷിയുടെ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് നമുക്ക് കല്ലിനെയും മണ്ണിനെയും പട്ടിയെയും പൂച്ചയെയും പന്നിയുടെ രൂപത്തിൽ നമുക്ക് ഭഗവാനെ കാണാം. അപ്പൊ ഏതൊരു രൂപത്തിലും എന്തെടുത്താലും എന്താണ്, പ്രാപഞ്ചിക നിയമങ്ങളാണെന്ന് നമുക്ക് അവിടെ കാണാൻ സാധിക്കുക. അതിന് പുറകിൽ പ്രപഞ്ചത്തിന് വെളിയെ ഏതോ ഒരു ഏഴാം കടലിനപ്പുറത്തോ അല്ലെങ്കിൽ ഏഴാം ആകാശത്തിനപ്പുറത്തോ ഏതോ ഒരു അതീന്ദ്രിയമായിട്ടുള്ള ശക്തി ഇതിനെ നിയന്ത്രിക്കുന്നു എന്നുള്ളത് ഋഷിക്ക് ഒരിക്കലും സമ്മതമായിട്ടുള്ള കാര്യമായിരുന്നില്ല. നേരെ മറിച്ച് പ്രപഞ്ചം തന്നെ അതിന്റെ സഹജമായിട്ടുള്ള നിയമങ്ങളിലൂടെ പ്രവർത്തിക്കുന്നു കാണുമ്പോൾ അതിന്റെ മനോഹരതയാണ് നമ്മൾ ആസ്വദിക്കേണ്ടത് എന്നുള്ള തിരിച്ചറിവിൽ നിന്നായിരിക്കാം ഋഷി സ്തുതിഗീതങ്ങളൊക്കെ അങ്ങനെ എഴുതിയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്.
അല്ല, ഈ കാര്യമാണ് നിരഞ്ജൻജി ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഇങ്ങനെ ഉള്ള ഈ നിയമത്തിന്റെ പിന്നിൽ ചലിപ്പിക്കാൻ ആരോ ഉണ്ട് എന്ന് സ്ഥാപിക്കുമ്പോഴാണ് ഒരാളെ വെക്കേണ്ടതെന്ന് പറഞ്ഞത്. അത് ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. അല്ല, അങ്ങനെ ഒരു ചർച്ച നമ്മൾ ചെയ്തപ്പോൾ വന്നിരുന്നു. നിയമമെന്നോ അതിനെ തത്വമെന്നോ പറയാൻ പറ്റുമോ? ഒരു നിയമം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഇപ്പോ ഒരു ഗർഭപാത്രം ഇല്ലാത്ത ഒരു സ്ത്രീക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ഒത്തൊരുമിച്ച് വന്നാൽ പോലും ഒരു സ്ത്രീക്ക് ഗർഭപാത്രം ഇല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രസവിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഒരു നിയമമുണ്ട്. അങ്ങനെ പ്രപഞ്ചത്തിലെ ഓരോ ചലനത്തിനും ഒരു പ്രത്യേക നിയമം നമ്മൾ എന്തായാലും കാണുന്നുണ്ട്. ആ നിയമത്തിലൂടെ മാത്രമേ എന്തും സഞ്ചരിക്കൂ. ഇപ്പൊ നമ്മളൊരു കല്ലെടുത്ത് എറിഞ്ഞാൽ ആ കല്ല് എത്ര ദൂരം പോകണം എന്നൊക്കെ ഒരു നിയമത്തിലൂടെ മാത്രമേ അത് സംഭവിക്കുന്നത്. എത്ര നമ്മൾ ഉപയോഗിക്കുന്ന ഫോഴ്സിനനുസരിച്ചിട്ട് അത് മുകളിലേക്ക് പോകും, പിന്നീട് താഴോട്ട് തന്നെ വരുന്നു. അപ്പൊ ഇതിനൊക്കെ കൃത്യമായ ഒരു നിയമം അവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇവിടെയുള്ള ഗ്രഹങ്ങളും ഈ ഓരോ ജീവിവർഗവും അത് വളർന്നു വരുന്നതും അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു പ്രത്യേക നിയമത്തിലൂടെ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ക്ലബ് ഹൗസ് പോലും ഉപയോഗിക്കുന്നത്. ആ ക്ലബ് ഹൗസിൽ അതിന്റെ ലോജിക്ക് വെച്ചിട്ടാണ് ഇവർ ഈ അലോഗരിതം സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ അതിൻ്റെ അകത്തിലെ ട്രാൻസിസ്റ്ററും കപ്പാസിറ്ററും ഒക്കെ പ്രവർത്തിക്കുന്നത് ആ പ്രപഞ്ചത്തിന്റെ നിയമത്തിന്റെ അടിസ്ഥാനം. അത് മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് വർക്ക് ചെയ്യില്ല. ഈ മൊബൈൽ ഫോണും ഈ ക്ലബ് ഹൗസും ഒന്നും വർക്ക് ചെയ്യില്ല. അപ്പൊ അവിടെ ഒരു പ്രപഞ്ച നിയമം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. അപ്പൊ അത് എല്ലാവരുടെയും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതെങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ള കാര്യം ഈശാവാസ്യ നമുക്ക് നേരിട്ട് കാണിച്ചു തരുന്നില്ലെങ്കിൽ നമുക്ക് അന്വേഷിക്കാമല്ലോ. അതിൻ്റെ ഒരു സാധ്യത അവിടെ കിടക്കുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് അന്വേഷിക്കാം. അപ്പൊ എനിക്കൊന്നും അങ്ങനെ പറയാൻ പറ്റൂ, കാരണം അവിടെ എവിടെയും കാണിച്ചു തരുന്നില്ല. പക്ഷെ ഇതൊക്കെ അറിഞ്ഞിട്ട് നീ ത്യജിച്ചു, നീ ഇവിടെ എന്താണ് ഇതൊക്കെ ആ നിയമത്തിന്റെ ഭാഗമാണെന്ന് ബോധവാനാകാൻ വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നിയത്. ആരാണ് ഇതിനൊക്കെ പിന്നിൽ? അസ്യ സിദ്ധനം എന്ന ചോദ്യം അവിടെ ആ ഋഷി ചോദിച്ചായിട്ട് എനിക്ക് തോന്നിയത്. ആയിരിക്കും, തീർച്ചയായിട്ടും. ഇപ്പം ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ഉണ്ടാകും എന്നുള്ളത് നിയമമാണ്. അതിപ്പോ എന്ത് കാണിച്ചാലും അങ്ങനെ സംഭവിക്കും. അതോ ഇത് മാറുന്നത് കൊണ്ട് എന്താ ജഗത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ജഗത്ത് എന്ന് പറഞ്ഞാൽ കുറച്ചു കാലം ഉണ്ടായി കുറച്ചു കാലം നിലനിന്ന് പിന്നെ ഇല്ലാതാകുന്നതല്ലേ. അതുകൊണ്ടാ അല്ലെങ്കിൽ മാറി മറിയുന്നത് കൊണ്ടാണോ ഇതിലൊത്തിരി ആഗ്രഹിക്കരുത് എന്ന് പറഞ്ഞൊരു ചോദ്യം കൂടി ഉണ്ട്. അങ്ങനെ ആവുമോ? അല്ലെങ്കിൽ ഇത് മാറ്റം സംഭവിക്കുന്ന അനുനിമിഷം മാറ്റത്തിന് വിധേയമാക്കുന്നത് കൊണ്ട് ഒന്നിൽ തന്നെ നമുക്ക് എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ, നമ്മളടക്കം മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ, ചേഞ്ച് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോഴും സ്ഥിരമായ ഒന്നില്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരു ഉദ്ദേശത്തിലും കൂടി ആയിരിക്കുമോ പറഞ്ഞിട്ടുണ്ടാവുക? ആ ശ്ലോകത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ജഗത്യാം ജഗത്ത് എന്നാ പറയുന്നത്. യത്കിഞ്ച ജഗത്യാം ജഗത്ത് എന്ന് പറയാം. ഏതൊരു ആകൃതീകരിക്കപ്പെട്ട ഒരു സാധനമുണ്ടോ, അതായത് അവിടെ ഒരു ക്രിയ നടക്കുന്നുണ്ട്. ഒരു ആകൃതി ഉണ്ടാകാൻ വേണ്ടി നടക്കുന്ന ക്രിയയാണ് നമ്മൾ എന്താ പറയാ, കർമ്മത്തെയാണ് നമ്മൾ ക്രിയ എന്ന് പറയുന്നത്. അപ്പം അവിടെ ജഗത്യാം എന്ന വാക്കിൽ ക്രിയ കാണിക്കുന്നത്, അതായത് ആകൃതീകരിക്കപ്പെടുക, പ്രകൃതിയായിട്ട് ആകൃതീകരിക്കപ്പെടുക. അപ്പൊ അങ്ങനത്തെ ഒരു സാധനം അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരിക്കലും നിൽക്കുന്നില്ല, എപ്പോഴും ആകൃതീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ ആകൃതികൾ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട് പറയും. പ്രപഞ്ചത്തിന്റെ ആ നിയമത്തിന് ആ ഈശൻ അല്ലാടി ആവസിക്കുന്നത് കൊണ്ട് അത് ഒരു കൃത്യമായ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പ്രവർത്തിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. അല്ല, എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിന്റെ അടുത്ത മന്ത്രം കൂടെ ചെക്ക് ചെയ്യും, അടുത്ത മന്ത്രം കൂടി വിശകലനം ചെയ്യുമ്പോൾ ഇതിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി വരാൻ സാധ്യതയുണ്ട്. കാരണം അവിടെ കർമ്മത്തെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങുന്നത് തന്നെ. നമ്മൾ അവിടെ അങ്ങോട്ട് പോകണ്ടേ, ഇതൊന്ന് നമുക്ക് ഇതിന്റെ അകത്തുള്ള ഒരു കൺക്ലൂഷൻ എത്തിയിട്ട് പോവാന്നൊന്നും അങ്ങനെയൊന്നും വിഷ്ണുവിന്റെ ഐഡിയ. അല്ല, വിഷ്ണു നേരത്തെ പറഞ്ഞത് കറക്റ്റാ. എനിക്ക് തോന്നുന്നു ഈ മാറ്റം, അതായത് ഈ ജഗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് എന്നുള്ളൊരു ഇതിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു അറ്റാച്ച്മെന്റ് ശരിക്കും അതിനൊരു റീസൺ ആവുന്നില്ലല്ലോ. നമ്മുടെ ദുഃഖത്തിന്, നമ്മുടെ ആത്മാവിനെ ബന്ധിക്കുന്നതിന് അതൊരു, കാരണം അനിത്യമായ ഒരു വസ്തുവിനെ നമ്മൾ പ്രൊസസ് ചെയ്യാൻ ശ്രമിക്കുകയാണല്ലോ ശരിക്കും. അപ്പൊ അത് തന്നെയാണ് ഋഷി ശരിക്കും അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും ഇപ്പൊ നമ്മളെല്ലാത്തിനെയും ഭയങ്കരമായിട്ട്, അതായത് അവയുടെ അനിത്യത കാണാതെ തന്നെ നമ്മൾ അവയെ സ്നേഹിക്കുകയാണ്. ഇപ്പൊ ഞാനിപ്പോ ഒരു ഭൂമി, ഇപ്പൊ എന്റെ ഭൂമി എന്ന് പറഞ്ഞിട്ട് ആളുകൾ ഇവിടെ കൊലപാതകങ്ങൾ വരെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അത്രയ്ക്കും
നമ്മുടെ ഒരു അറ്റാച്ച്മെന്റ്സ് തന്നെയാണ് ശരിക്കും ആ ഋഷി അതിൽ ആയിരിക്കും. അത് ഉപനിഷത്തിലെ എല്ലാത്തിലും അത് തന്നെയാണ് കാണിച്ചിട്ടുള്ളത് ശരിക്കും. അതായത് നമ്മുടെ ഒരു നേച്ചറിനെ, അതായത് നമ്മുടെ റിയൽ ആയിട്ടുള്ള ഒരു നേച്ചറിനെ മറന്നിരിക്കുന്ന ഒരു നേച്ചറിനെ ശരിക്കും നമ്മൾ പൊസസ് ചെയ്യുന്നതാണ് ശരിക്കും നമ്മുടെ ബന്ധനം എന്നുള്ളത് തന്നെയാണ്. അത് എന്ന് എനിക്ക് വായിച്ചപ്പോൾ മനസ്സിലായിട്ടോ. വിഷ്ണു പറഞ്ഞ ആ ഒരു പോയിന്റ് കറക്റ്റാണ്. ഞാനിപ്പോ ഈശാവാസ്യത്തിന്റെ ആദ്യത്തെ ശ്ലോകം ഒരു പുസ്തകത്തിൽ വായിക്കുകയും അതിന്റെ അർത്ഥം പറയുകയും അതിന് ഒരു സൈഡ് നോട്ടായിട്ട് വായിക്കുകയും ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈ ശ്ലോകം അനുസരിക്കേണ്ടത് സന്യാസിമാരാണ് എന്നാണ്, അല്ലാതെ ലേമാനായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. അപ്പോ സന്യാസത്തിൽ ഇത്തരം ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കൽ അത്യാവശ്യമാണ് എന്നാണ് ഞാൻ വായിച്ചത്. ഋഷി ആ ശ്ലോകത്തിൽ എവിടെയെങ്കിലും അങ്ങനെ പറഞ്ഞതായിട്ടൊന്ന് താങ്കൾക്ക് തോന്നിയോ ആ ശ്ലോകം വായിച്ചപ്പോൾ? ഈശാവാസ്യം ഇതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന ഭുഞ്ചീത മാം ഗൃണം അസ്യസിദ്ധനം. അപ്പൊ ആ ഒരു 4 വരി ശ്ലോകത്തിൽ അവിടെ എവിടെയെങ്കിലും ഒരു പർട്ടിക്കുലർ പേഴ്സണിന് വേണ്ടിയാണ് ഞാനിത് പറഞ്ഞു തരുന്നതെന്നും ബാക്കിയില്ല ആരും ഇത് കേൾക്കാൻ പാടില്ല എന്നും അല്ലെങ്കിൽ ഇത് അനുസരിക്കേണ്ട ആവശ്യമില്ല എന്നും ഋഷി അവിടെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ എവിടെയെങ്കിലും അർത്ഥം വരുന്ന എന്തെങ്കിലും ഒരു സാധ്യത താങ്കൾക്ക് അവിടെ കാണിക്കാൻ പറ്റുമോ? ഈ ശ്ലോകത്തിൽ ഇല്ല, സത്യമാണ്. പക്ഷെ ഞാൻ വായിച്ച ഈ ട്രാൻസ്ലേഷനിൽ അതിലൊരു നോട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ്. ഒരു പക്ഷേ ഈശാവാസ്യത്തിന്റെ മറ്റ് ഭാഗങ്ങൾ വായിക്കുമ്പോഴേ അത് അങ്ങനെയാണോ എന്നറിയാൻ കഴിയുകയുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു കാര്യം അതിൽ പറഞ്ഞായിട്ട് കണ്ടിട്ടില്ല കേട്ടോ. അതായത് സന്യാസിമാർക്ക് മാത്രമാണ് എന്നുള്ളൊരു കാരണം അതിൽ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു വാക്ക് എവിടെയും കണ്ടിട്ടില്ല. അത് മാത്രമല്ല അല്ല, കാരണം അങ്ങനെ നമുക്ക് കരുതാൻ പറ്റില്ല. കാരണം ഋഷി തന്നെ ഗ്രഹസ്ഥന്മാരായിരുന്നു. വിഷ്ണുട്ടാ, നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഈ സർവ്വവ്യാപി ആണെങ്കിൽ ഗുണം ഉണ്ടാവാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് ഒന്നുകൂടി പറയാൻ പറ്റുമോ? ഈ സർവ്വവ്യാപി എന്നുള്ളത് കൊണ്ട് എന്താണ് അർത്ഥാക്കണതെന്നും അതും കൂടി ഒന്ന് പറയാൻ പറ്റുമോ? ആരോടാണ് ചോദിച്ചത്? എന്നോടാണോ? മുകളിൽ എന്താ ആദ്യം വന്ന വിഷ്ണു, അദ്ദേഹമാണ് അങ്ങനെ പറഞ്ഞത്. ഈ സർവ്വവ്യാപി ആയി കഴിഞ്ഞാൽ ഒരു ഗുണം ഉണ്ടാവാൻ പറ്റില്ല, ഒരു ഗുണം ഉണ്ടെങ്കിൽ അതിന് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അതെന്താണെന്നുള്ളതാ. ഈ പ്രപഞ്ചം എന്ന് നമ്മൾ പറയുമ്പോൾ പഞ്ചീകരിക്കപ്പെട്ടതാണ് ഈ പ്രപഞ്ചം. പഞ്ചീകരിക്കപ്പെടുക എന്നുള്ള വാക്കിന്റെ അർത്ഥം അഞ്ച് കൂടിച്ചേരുക എന്നുള്ളതാണ്. 5 കൂടിച്ചേർന്ന ഭാവം എന്തിനുണ്ടോ അതിനെയാണ് പ്രപഞ്ചം എന്ന് പറയുക. അപ്പൊ അങ്ങനെ വരുമ്പോ ശബ്ദ സ്പർശ രൂപരസഗന്ധങ്ങൾ ആകുന്ന ഗുണങ്ങൾ അതത് ഗുണങ്ങളുടെ സ്ഥൂലഭാവം പൂണ്ടിരിക്കുന്നതാണ് പറയുന്ന പഞ്ചഭൂതങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഈ ആകാശവായു അഗ്നി ജല ഭൂമി. അപ്പോ ശബ്ദം എന്ന ഒറ്റ ഗുണമാണ് ആകാശത്തിനുള്ളത്. ശബ്ദവും സ്പർശവുമാണ് വായുവിനുള്ളത്. ശബ്ദ സ്പർശ രൂപങ്ങളാണ് അഗ്നിക്കുള്ളത്. ശബ്ദ സ്പർശ രൂപ രസഗുണങ്ങളാണ് ജലത്തിനുള്ളത്. ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങളാണ് ഭൂമിക്കുള്ളത്. അപ്പോ ഏറ്റവും സ്ഥൂലമായുള്ള ഭൂതമായിട്ട് നമ്മുടെ മുമ്പിൽ വരുന്ന ഭൂമി, ആ ഭൂമിക്ക് 5 ഗുണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ വരുന്ന ജലതത്വത്തില് ശബ്ദസ്പർശ രൂപ രസങ്ങള്, രസനയാണ് ജലത്തിൻ്റെതായിട്ടുള്ള സ്വന്തം ഗുണം. അഗ്നിക്ക് വരുമ്പോ ശബ്ദസ്പർശ രൂപങ്ങൾ, രൂപം എന്ന് പറയുമ്പോ കാഴ്ചയാണ് അവിടെ അഗ്നിയുടെ സ്വന്തമായിട്ടുള്ള ഗുണമായിട്ട് വരുന്നത്. പിന്നെ വരുന്ന വായുവിന് സ്പർശമാണ് വായുവിൻ്റെതായിട്ടുള്ള സ്വന്തം ഗുണം. അങ്ങനെ ഏറ്റവും സ്ഥൂലതയിൽ നിന്ന് സൂക്ഷ്മത്തിലോട്ട് പോകും തോറും അവസാനം വന്നു നിൽക്കുന്ന ആകാശത്തിൽ പോലും ഒരു ഗുണം നമുക്ക് കാണാൻ സാധിക്കും.
ശബ്ദം എന്ന ഗുണം. അപ്പൊ ആകാശമാണ് ഏറ്റവും സൂക്ഷ്മവും പഞ്ചഭൂതങ്ങളിൽ വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഏറ്റവും വ്യാപകമായി നിൽക്കുന്നതും ഈ ആകാശം എന്ന ഭൂതമാണ്. ആ ആകാശം എന്ന ചിന്തിക്കാൻ പറ്റുന്നതിൽ ഏറ്റവും ആകാശം എന്നാൽ അവകാശത എന്നാണ് അർത്ഥം. അവകാശത എന്തെന്ന് ചോദിക്കുമ്പോൾ എല്ലാത്തിനും ഇരിക്കാൻ ഇടം നൽകുന്നത്. ഇപ്പൊ ഏതൊരു വസ്തുവിനെ എടുക്കുകയാണെങ്കിലും അതിന്റെ ഉള്ളിൽ ഇപ്പൊ ഒരു ആറ്റത്തിന് എടുത്താൽ പോലും അതിന്റെ 99.99% ശൂന്യമാണ്. ബാക്കിയുള്ള ചുരുങ്ങിയ അതിന്റെ ന്യൂക്ലിയസും പുറമേ നിൽക്കുന്ന ഇലക്ട്രോണുകൾക്കിടയിൽ വരുന്ന ഗ്യാപ്പ് മൊത്തം ആ മാറ്ററിനെ ചിന്തിക്കുകയാണെങ്കിൽ, ആ ആറ്റത്തിന്റെ പിണ്ഡത്തെ ചിന്തിക്കുകയാണെങ്കിൽ 99.99% ശുദ്ധ ശൂന്യതയാണ്. അതുകൊണ്ട് ഈ സ്പേസ് എന്നുള്ള കൺസെപ്റ്റ്, അവകാശത എന്നുള്ള കൺസെപ്റ്റാണ് ഏറ്റവും സൂക്ഷ്മവും സർവ്വവ്യാപകവുമായി നിലനിൽക്കുന്നതും. അപ്രകാരം നിൽക്കുന്ന ആ സർവ്വവ്യാപകം എന്ന് നമ്മുടെ ചിന്തയ്ക്ക് പോകാവുന്നതിന്റെ പരമാവധിയുള്ള ഭൂതത്തിന് പോലും ശബ്ദം എന്ന ഗുണം ഋഷി പറയുന്നുണ്ട്. അപ്പോ ആ ശബ്ദം എന്ന ഗുണമുള്ളത് കൊണ്ടാണ് ആകാശം പരിമിതമായിരിക്കുന്നത്. പക്ഷെ ആ പരിമിതമാക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ അതിന്റെ വിശാലത നമ്മൾ ആലോചിക്കേണ്ടതാണ്. ആകാശമല്ലാതെ നമുക്കൊന്നിനെയും സങ്കല്പിക്കാൻ പറ്റില്ല. കാരണം രണ്ട് വസ്തുക്കളെ നമ്മൾ വേർപ്പെടുത്തുന്നതും ആ വസ്തുവിന്റെ ഉള്ളിലിരിക്കുന്നതും പുറത്തിരിക്കുന്നതും എന്ന് വേണ്ട ഏതൊരു അകം പുറം വ്യത്യാസമില്ലാതെ നിറഞ്ഞു നിൽക്കുന്ന ആകാശം എന്ന സൂക്ഷ്മതമവുമായിട്ടുള്ളതും ഏറ്റവും സർവ്വവ്യാപകമായിട്ടുള്ള ഭൂതത്തിന് പോലും ശബ്ദം എന്ന ഗുണമുണ്ട്. ആ ശബ്ദം എന്ന ഗുണമില്ലായിരുന്നെങ്കിൽ നമുക്ക് എന്താണ് ആകാശത്തിന്റെ തന്നെ പരമമായ തത്വം എന്ന് ഋഷി പറഞ്ഞേനെ. അപ്പൊ ആകാശത്തിൽ പോലും ഒതുങ്ങാതെ ആകാശത്തിലും ആകാശം, ഹൃദയാന്തർ ഗുഹയ്ക്കുള്ളിലും അതിന്റെ ഉള്ളിലും ഇരിക്കുന്നത് ഏതൊരു തത്വത്തിൽ നിന്നാണോ ഞാൻ എന്നുള്ള ബോധം പ്രതിസ്ഫുരണം സ്പന്ദിച്ചു തുടങ്ങുന്നത്, ആ അസ്പന്ദമാകുന്നത് ഏത് ഘട്ടത്തിലാണോ അവിടം വരെ നമുക്ക് എന്ത് ചെയ്യണം? ചിന്ത ചെയ്യണം. അപ്പൊ ചിന്ത ചെയ്ത് ചിന്ത കൊണ്ട് നേടാൻ പറ്റുന്നതല്ല ഇതെന്നറിയുന്നത് വരെ ചിന്ത പോകണം. ആ ചിന്ത പോകുമ്പോഴാണ് ഏറ്റവും സർവ്വവ്യാപകമായിരിക്കുന്ന നമ്മുടെ ചിന്തയുടെ അങ്ങേ അറ്റത്തിരിക്കുന്ന സ്ഥൂലഭൂതത്തിന് പോലും ആകാശം എന്ന ഗുണമുണ്ട്. ആ ഗുണമുള്ളത് കൊണ്ടാണ് അതിന്റെ പരിമിതത്വം വരുന്നത് എന്നുള്ള തിരിച്ചറിവിൽ, അങ്ങനെയാണെങ്കിൽ സർവ്വവ്യാപകമായിരിക്കുന്ന തത്വം എന്തായിരിക്കണം? ഒരു ഗുണവും ഇല്ലാത്തതായിരിക്കണം. ഒരു ഗുണവും ഇല്ലാത്തതാണെങ്കിൽ അതിനെന്തെങ്കിലും ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ അതല്ല എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ആകാശം ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ അതല്ല. കാരണം അത് ആകാശത്തിന് ശബ്ദം എന്ന ഗുണമുണ്ട്. അപ്പൊ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുന്ന വായുവിനെ എടുക്കുകയാണെങ്കിൽ രണ്ട് ഗുണമുണ്ട്. സ്ഥൂലത കൂടി, അതിന്റെ മൂർത്തഭാവം കൂടി. അഗ്നിനെ എടുത്തു, കുറച്ചും കൂടി കണ്ണുകണ്ണിൽ പ്രത്യക്ഷമാണ്, രൂപം എന്നുള്ള ഗുണമുണ്ട് അതിന്. അപ്പോ ശബ്ദസ്പർശ രൂപങ്ങളാണ്. ജലത്തിനെ എടുത്തു, അവിടെ രസം എന്നുള്ള ഗുണം കൂടി വന്നു. ഭൂമി എടുത്തു, ഗന്ധം എന്നുള്ള ഗുണം കൂടി വന്നു. അപ്പോ ഇങ്ങനെ കട്ടികൂടി വരുന്ന എല്ലാത്തിനും അതിനനുസരിച്ച് എന്താണ് ഇതല്ല എന്ന് പറഞ്ഞ് ആകാശ തത്വത്തെയും നിഷേധിക്കുന്നവന്റെ ഉണ്മ എന്തിലാണോ അത് ആയിരിക്കണമെങ്കിൽ ഗുണമില്ലാത്തതായിരുന്നാലേ അതിന്റെ കൂടുതൽ അർത്ഥവ്യാപ്തി വരുന്നുള്ളൂ. അതല്ലാതെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ചിന്തയുടെ പരിമിതി അവിടെ നിന്നാണ് തുടങ്ങുന്നത്. കാരണം നമ്മൾ ചിന്തിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ഗുണം വേണം. ഒരു ഗുണവും ഇല്ലെങ്കിൽ നമ്മുടെ ചിന്ത വർക്ക് ചെയ്യില്ല. അപ്പൊ ഇത് തിരിച്ചറിഞ്ഞ ആ ഋഷി അതുകൊണ്ടാണ് ഇവിടെ തത്ര ചക്ഷുർ ഗച്ഛതി ന വാഗ് ഗജ്ജതി നോ മന ന വിദ്മോ ന വിജാനീമോ യഥൈത ധനുശിഷ്യാൽ. ഇത് വാക്കുകൊണ്ടോ വാക്കുകൊണ്ട് പറയാനോ മനസ്സുകൊണ്ട് ചിന്ത ചെയ്യാനോ കണ്ണുകൊണ്ട് കർമ്മേന്ദ്രിയങ്ങളോ ജ്ഞാനേന്ദ്രിയങ്ങളോ അന്ധക്കരണോ അവിടെ പ്രവർത്തിക്കുന്നില്ല എന്ന് മാത്രമല്ല, പറയുന്ന ഋഷി അടക്കം പറയുകയാണ് ഇതെങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല, എനിക്കറിയാത്തത് കൊണ്ട് തന്നെ ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത് എന്ന് എനിക്കറിയില്ല എന്നാണ് ഋഷി തുറന്നവിടെ സമ്മതിക്കുന്നത്. അപ്പൊ ഈ സമ്മതം ഋഷിക്ക് അറിയാത്തത് കൊണ്ടല്ല. കാരണം നമ്മുടെ ഇന്ദ്രിയങ്ങളോ ബാക്കി എന്തെങ്കിലും ഉപാധികൾ അവിടെ ഈ പറയുന്ന മാക്സിമം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന്റെ സൂക്ഷ്മതമമായിട്ടുള്ള ആകാശ തത്വം പോലും ഗുണത്താൽ വ്യാപൃതമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഉപാധികൾക്ക് അതീതമായിരിക്കുന്ന തത്വത്തെ പറഞ്ഞു ബോധിപ്പിക്കാൻ കഴിയുന്നതല്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നായിരിക്കണം ഋഷി ഒരു ചിന്തയുടെ സൂക്ഷ്മത ഏറിയത് കൊണ്ടായിരിക്കണം ഋഷി ഇത്തരത്തിലുള്ള ശ്ലോകങ്ങൾ ചമച്ചിട്ടുണ്ടായിരിക്കുക. ഈ കാരണം കൊണ്ടാണ് നിർഗുണമായിരുന്നാലേ സർവ്വവ്യാപകത്വം ശരിക്കും അത് പ്രവർത്തനക്ഷമമാകുന്നുള്ളൂ. ഇപ്പൊ ഇതിനെ തന്നെ നമുക്ക് വേണം മറ്റൊരു രീതിയിൽ ചിന്തിക്കാം. ഒരു പാത്രം ജലം എടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പ് കലക്കുകയാണ്. അപ്പൊ ഉപ്പ് കലർത്തി നല്ലപോലെ അതിനെ ലയിപ്പിക്കുകയാണെങ്കിൽ ആ പാത്രത്തിന്റെ മുകളിൽ നിന്ന് വെള്ളം എടുത്ത് കുടിച്ചാലും മധ്യഭാഗത്ത് നിന്ന് വെള്ളം എടുത്ത് കുടിച്ചാലും താഴെ നിന്ന് വെള്ളം എടുത്ത് കുടിച്ചാലും ഉപ്പ് അതിലെന്താണ് ജലത്തിൽ സർവ്വവ്യാപകമായിട്ടാണ് ഉപ്പിരിക്കുന്നത്. അപ്പൊ ഉപ്പിന്റെ തനതായിട്ടുള്ള മൂർത്തിതമായിരിക്കുന്ന ഭാവത്തെ ഏതിലാണോ ലയിപ്പിക്കുന്നത് ആ ലയിപ്പിക്കുന്നതിൽ പൂർണ്ണമായിട്ടുള്ള ലയിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഉപ്പ് നമുക്ക് വേർതിരിച്ച്
എല്ലായിടത്തും ലയിച്ചിരിക്കുന്ന ഒരു തലത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. നേരെ മറിച്ച് ആ ഉപ്പിനെ എക്സ്ട്രാക്ട് ചെയ്തെടുത്താൽ മാത്രമാണ് ഇതിനെ ഉപ്പ് അതിന്റെ മൂർത്തത രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. എല്ലായിടത്തും ആ ജലത്തിൽ ഉപ്പ് ലയിച്ചിരിക്കുകയാണെങ്കിൽ ഉപ്പിനെ നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം ഉപ്പിന്റെ ഉപ്പുത്വം വിട്ട് എല്ലായിടത്തും ഒരേപോലെ വ്യാപിച്ചിരിക്കുകയാണ്. അപ്പൊ ഒരു സ്ഥലത്ത് മാത്രമാണ് ഉപ്പ് എന്ന് പറയുമ്പോൾ അവിടെ ഏതെങ്കിലും ഗുണത്താൽ അത് പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. അതിൽ നിന്ന് വിട്ട് ചിന്തിക്കാൻ കഴിയുമ്പോഴാണ് ഇതിൽ എവിടെയും ഉപ്പല്ലാതെ എന്താണ് ജലത്തിലുള്ളത് എന്നുള്ള ചിന്തയാണ് ഈ ഒരു ദൃഷ്ടാന്തത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് ഇതിന്റെ ഒരു യാഥാർത്ഥ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ബാക്കിയുള്ള അഭിപ്രായങ്ങൾ കൂടി പങ്കുവെക്കാവുന്നതാണ്. ഓക്കെ. അല്ല, എനിക്കിതിലേ ഇത് സംശയം നേരത്തെ മുതലുള്ള സംശയം ആണ്. സംശയമല്ല, അതാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അല്ലെങ്കിൽ ഈശ്വരനെ സർവ്വവ്യാപി എന്ന് പറയുന്നതിൽ ഒരു തെറ്റുണ്ടോ എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഇപ്പം ഒന്നിലേക്ക് വ്യാപ്തമാവണമെങ്കിൽ ഒരു സ്പേസ് ആവശ്യമാണ്. അപ്പം ഒന്നെങ്കിൽ അതിന് മുമ്പ് ആ സ്പേസ് ഉണ്ടായിരിക്കണം, എങ്കിലേ അത് വ്യാപ്തമാകാൻ പറ്റുള്ളൂ. ഇപ്പം ഒരു കുപ്പിയിലേക്ക് വെള്ളം നിറയ്ക്കണമെങ്കിൽ ആ കുപ്പിയിൽ കുറച്ച് സ്പേസ് ഉണ്ടാകണം. ഇപ്പം ഉപ്പുവെള്ളത്തിൽ നമ്മൾ ഉപ്പ് വേർതിരിച്ചെടുക്കുന്നുണ്ടല്ലോ. അപ്പം ഉപ്പിന് വ്യാപിക്കാനായിട്ട് അല്ലെങ്കിൽ ഇരിക്കാനായിട്ട് ഒരിടം നൽകിയത് ജലമാണല്ലോ. അപ്പൊ ഉപ്പ് ആ ജലത്തിൽ വ്യാപിച്ചിരിക്കുന്നു എന്ന് പറയാം. അപ്പൊ ഇവിടെ ഈ മന്ത്രം തന്നെ എടുക്കുവാണെങ്കിൽ ഈശാവാസ്യം എന്ന് പറയുമ്പം ഈ ഈശ്വരൻ ഇവിടെ വ്യാപിച്ചിരിക്കുകയാണ് എന്ന് വരുമ്പം അതിനു മുമ്പേ ഒരു സ്പേസ് ഉണ്ടാകണ്ടേ ഈശ്വരന് വ്യാപിക്കാനായിട്ട്. അപ്പം അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള ഒന്നുണ്ടെന്ന് വരില്ലേ? വിഷ്ണുവേട്ടാ, അതിന് നമുക്ക് ആ ഒരു ടോപ്പിക്കിലേക്ക് നമുക്ക് വരും ദിവസങ്ങളിൽ കിടക്കാമെന്നാണ് വിചാരിക്കുന്നത്. അത് ആദ്യാരോപം ഉണ്ടല്ലോ. ഇപ്പോൾ ഇല്ലാത്ത ഒന്നിനെ ആരോപിക്കുക എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അല്ലെങ്കിൽ വിവർത്തവാദത്തിൽ കൂടെ ഒക്കെയാണ് നമ്മൾ അതിലേക്ക് കിടക്കേണ്ടത്. അപ്പൊ സ്പേസ് അല്ല പറയാം. അപ്പൊ അതിൽ സ്പേസ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ ഒരു ആനയെ നമ്മൾ സങ്കല്പിക്കണമെങ്കിൽ അതിന് എത്ര സ്പേസ് വേണം? കണ്ണടച്ചിട്ട് ആനയെ സങ്കല്പിക്കാൻ എത്ര സ്പേസ് വേണം? അപ്പൊ ഈ ആദ്യാരോപം അതുപോലെ അല്ലെങ്കിൽ വിവർത്തവാദത്തിലേക്ക് കിടക്കുമ്പോഴാണ് ഈ ചോദ്യത്തിന് ആൻസർ ആവാന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമുക്ക് വരും ദിവസങ്ങളിൽ കുറേശ്ശെ മൂവ് ചെയ്താൽ പോരെ. അല്ല, അപ്പൊ ഞാൻ ചോദിക്കുന്നതാണ്, ഈ ഈശാവാസ്യം എന്ന് പറയുമ്പം അതാ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈശ്വരൻ വസ്തുക്കളിലാണോ അതോ വസ്തുക്കൾ ഈശ്വരനാണോ അതോ ഈ കാണുന്നതിനെ മുഴുവൻ ഈശ്വരനാണോ? അപ്പം ഈശ്വരൻ വസ്തുക്കളിലുമല്ല വസ്തുക്കൾ ഈശ്വരനുമല്ല, എല്ലാം ഈശ്വരനാണ് എന്നാണോ എന്നല്ലേ എടുക്കേണ്ടെന്നാ ചോദിച്ചേ ഈശാവാസ്യം ഇതം സർവം എന്ന് പറയുമ്പോ. വിഷ്ണു, അതിന്റെ കാര്യം എന്താണെന്നറിയാമോ? വിഷ്ണു ഇപ്പം പറഞ്ഞ ചോദ്യം എന്ന് പറഞ്ഞാൽ ഗുണം ഇരിക്കുന്നത് ഗുണിയിലാണെന്നാണ് പറയുന്നത്. അതായത് ഗുണത്തിന് വസിക്കാൻ ഒരു ഗുണി വേണം. എന്തിലോ ഒന്നിലാണ് ഗുണം ഇരിക്കുന്നു എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി അതിനെ തിരിച്ചെടുത്തു കഴിഞ്ഞാൽ പ്രശ്നം അവസാനിക്കുമെന്ന് തോന്നുന്നു. അല്ല, ഗുണമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണല്ലോ ചിന്തയ്ക്ക് വിഷയമല്ല എന്ന് പറയുന്നത്. ഇത് വിഷയമല്ല എന്ന് അതായത് ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ല, ബുദ്ധിക്ക് വിഷയമല്ല, മനസ്സിന് വിഷയമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ വിഷയമാകുന്നത് ഗുണത്തോട് കൂടിയുള്ളത് മാത്രമേ വിഷയമാവുള്ളെന്നും പറഞ്ഞു. അല്ല, പിന്നെ അത് മാത്രല്ല വിഷ്ണു ഈ പഞ്ചഭൂതങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴേ, അതായത് ഇതിനെ കുറിച്ച് ഞാൻ പണ്ട് പ്രാവശ്യം ആലോചിച്ചപ്പോൾ ഈ 5 എണ്ണത്തിനെയും തന്നെ നമ്മൾ നേരിട്ട് നമ്മുടെ ശരീരവും ശരിക്കും നേരിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഗുണങ്ങൾ, അതായത് ഇപ്പോൾ വിഷ്ണു നേരത്തെ പറഞ്ഞു, അതായത് 5 എണ്ണം, അതായത് എന്താണ് ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഭക്ഷണം എന്ന് പറയുന്നത് 5 ഗുണങ്ങളുണ്ട്. പക്ഷെ ഇത് നമുക്ക് ഗുണങ്ങൾ കുറയുന്നതനുസരിച്ച്, ഇപ്പം ഗുണങ്ങൾ എത്ര കുറയുന്നുവോ നമുക്ക് ആശ്രയത്വം അതിനോട് അത്രയും കൂടുന്നുണ്ട്. ഇപ്പം ഭക്ഷണം ഇല്ലാതെ നമുക്ക് ഏകദേശം 50 ദിവസം വരെ ജീവിക്കാന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ വെള്ളം ഇല്ലെങ്കിൽ 10 ദിവസം, അല്ലെങ്കിൽ ഇപ്പോൾ വായു ഇല്ലെങ്കിൽ നമുക്ക് 4 മിനിറ്റാണ് മാക്സിമം പറയുന്നത്. അപ്പോൾ ഗുണമില്ലാത്ത വസ്തുവിനോട് ശരീരത്തിന് കൂടുതൽ ആശ്രയത്വം ഉണ്ടെന്ന് അല്ലേ കാണിക്കുന്നത് ശരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ സ്പേസ്, ഇപ്പം നമ്മുടെ 5 സെൻസസും ആകാശത്തിലേക്കാണ് തുറന്നിരിക്കുന്നത്.
പക്ഷെ നമുക്ക് ഒരു മിനിറ്റ് പോലും ആകാശം ഇല്ലെങ്കിലും നിലനിൽക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ശരിക്കും എനിക്ക് തോന്നുന്നു നിർഗുണമായ വസ്തുവിനോട് ശരീരം വളരെയധികം ആശ്രയത്വം അല്ല ചാലിശ്ശേരി, എന്ന് അവിടെ എനിക്ക് ഒരു തോന്നിയിട്ടുണ്ട്. പ്രശ്നമുണ്ട്. അവിടെ ഒരു പ്രശ്നമുണ്ട്. ആകാശത്തിന് ഗുണമില്ല എന്ന് പറയാൻ പറ്റൂ, വായുവിന് ഗുണമില്ല എന്ന് പറയാൻ പറ്റൂ. അല്ല, ഗുണമില്ല എന്നല്ല. ഈ ഈ ഈ ഈ ഈ ഞാനൊരു കാര്യം ചെയ്യാം. വിഷ്ണുട്ടൻ പറഞ്ഞതിനെ വേണമെങ്കിൽ ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്ക് ആ എക്സാമ്പിൾ വേണമെങ്കിൽ ഒന്നും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണ് വ്യാപി എന്നുള്ളത്. ആ എക്സാമ്പിൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചതെന്നുള്ളത് ഒന്നുകൂടി വ്യക്തമാക്കിയാൽ നന്നായിരിക്കും തോന്നുന്നു എനിക്ക്. ഇപ്പോൾ അതിന് ഒരു എളുപ്പത്തിന് ഇപ്പൊ സർവ ഇൻഫിനിറ്റി എന്നുള്ളത് നമുക്ക് സങ്കല്പിക്കാൻ മനുഷ്യന്റെ മനസ്സിന് പറ്റുമോ എന്നുള്ളത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഡൗട്ട്ഫുൾ ആണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഗ്ലാസ് എടുക്കുന്നു, ഒരു ഗ്ലാസ് വെള്ളം. അപ്പോൾ ആ ഗ്ലാസിന്റെ ഉള്ളിൽ ഒരു ചെറിയ വാചകത്തിൽ ചെറിയ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് എങ്കിൽ കൂടിയും ഇങ്ങനെ പറയുകയാണ്, ഈ ഗ്ലാസിന്റെ ഉള്ളിൽ വെള്ളം സർവവും വ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ശരിവെക്കാൻ പറ്റുമോ? ചാലിശ്ശേരി അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഒരു എസ് ഓർ നോ പറയുമോ? ഗ്ലാസിന്റെ ഉള്ളിൽ വെള്ളം മുഴുവനായിട്ടും വ്യാപിച്ചിരിക്കുന്നു. അപ്പൊ ഗ്ലാസിന്റെ ഉള്ളിൽ വെള്ളം സർവ്വവ്യാപിയാണെന്ന് എടുക്കുക. ഓക്കെ അല്ലേ? അത് ഈ എക്സാമ്പിൾ ഇതുവരെ ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ലേ എക്സാമ്പിള്? ഓക്കെ. ആ ഇനി നമ്മൾ എന്ത് ചെയ്യുക, ആ ഗ്ലാസ്സിലേക്ക് ഒരു സ്പൂണ് ഉപ്പ് കലക്കുക, നന്നായിട്ട് കലക്കുക. അത് മുഴുവനായിട്ടും അലിഞ്ഞു ചേർന്നു എന്ന് വിചാരിക്കുക. ഇനി ഈ ഗ്ലാസിന്റെ ഉള്ളിലുള്ള ഏത് ഭാഗത്തു നിന്നും ഒരു തുള്ളി വെള്ളം എടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഉപ്പിന്റെ രുചി നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഓക്കെ. ഇപ്പൊ ഇനി ഉത്തരം ശ്രദ്ധിച്ച് പറയണം കേട്ടോ. ഇപ്പൊ ഈ ഗ്ലാസിന്റെ ഉള്ളില് ഉപ്പ് സർവ്വവ്യാപിയാണെന്ന് പറയാൻ പറ്റുമോ നമുക്ക്? അത് എല്ലാവരുടെയും ഒരു അഭിപ്രായം കേട്ടാൽ കൊള്ളാമെന്നുണ്ട് എനിക്ക്. വെപ്പുണ്ടോ? ഓക്കെ, ബിസി ആണെങ്കിൽ വേണ്ട. വിഷ്ണുട്ടാ, ഈ ഗ്ലാസിന്റെ ഉള്ളിലുള്ള ഉപ്പ് സർവ്വവ്യാപിയാണെന്നാണോ വിഷ്ണുട്ട് എടുക്കുക, അതോ അല്ലാന്നോ എടുക്കുക? സർവ്വവ്യാപിയാണെന്ന് എടുക്കാം. അപ്പൊ ഒരു പ്രശ്നമുണ്ട്, എന്നാന്നറിയാവോ? ഉപ്പ് സർവ്വവ്യാപിയാണെന്ന് പറയുമ്പം ഉപ്പിന് വ്യാപിക്കാനുള്ള ഇടം നൽകിയത് ജലമാണെന്നും കൂടെ പറയണം. അല്ലെങ്കിൽ ഉപ്പിന് സർവ്വവ്യാപിത്വം ഇല്ല. ഓക്കെ, ചാലിശ്ശേരിയുടെ അഭിപ്രായം എന്താ? അത് അങ്ങനെ മനസ്സിലായോ ഞാൻ ഉദ്ദേശിച്ച അത് പോയിന്റ്? മനസ്സിലായി. അത് ഓക്കെയാണ്. അതിലേക്ക് നമുക്ക് വീണ്ടും വരാം. ഞാൻ എന്റേത് തന്നെയാണ്. അതായത് ഒരു വസ്തു നിലനിൽക്കുന്നുണ്ട്, അതിലേക്കാണ് ഇതെല്ലാം വ്യാപിക്കുന്നത് എന്നുള്ള ഒരു കാര്യം തന്നെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. ആ വസ്തു എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, ഉപ്പ് സർവ്വവ്യാപിയാണെന്ന് എടുക്കാൻ പറ്റുമോ അവിടെ? അതൊരു എസ്സോറിന ക്വസ്റ്റ്യൻ ആണ്. ഉപ്പ് സർവ്വവ്യാപിയാണോ? ഉപ്പ് സർവ്വവ്യാപിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം മറ്റേതിന്റെ പോലെ തന്നെ, അതായത് ആ ബേസിന്റെ അതെ. ഇപ്പൊ വെള്ളം എവിടെയൊക്കെ നിലനിൽക്കുന്നുണ്ട് അവിടെയെല്ലാം ഉപ്പ് ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. ഓക്കെ, വെപ്പ് എന്താ പറയാ നോക്കിയേ? യെസ്, എടുക്കാം. ഓക്കെ, നിരഞ്ജൻ എന്താ എടുക്കുന്നേ? ഓക്കെ, ഓക്കെ. രാജീവേട്ടൻ എന്തെങ്കിലും എടുക്കുന്നുണ്ടോ? ഇത് രണ്ട് തലത്തിലുള്ള അറിവിലാണെങ്കിൽ ഒന്നിൽ സർവ്വവ്യാപിയായിട്ട് എടുക്കാം, ഒന്നിൽ എടുക്കാൻ കഴിയില്ല. ഇപ്പോൾ പൊതുവായിട്ടുള്ളൊരു ധാരണയിലാണെങ്കിൽ ഉപ്പ് സർവ്വവ്യാപിയാണ്. പക്ഷെ ശാസ്ത്രീയമായിട്ടുള്ള, ഞാൻ സയൻസ് എന്നാണ് ഉദ്ദേശിച്ചത്, അങ്ങനെയാവുമ്പോൾ ഉപ്പ് സർവ്വവ്യാപി അല്ല. ഓക്കെ. അജയകുമാരേട്ടൻ എന്താ എടുക്കുന്നേ? സർവ്വവ്യാപിയാണ്. അതിനെ സംബന്ധിച്ച്, ഗ്ലാസിനെ സംബന്ധിച്ച് സർവ്വവ്യാപിയാണ്. ഗ്ലാസ്സിലെ ജലത്തിനെ സംബന്ധിച്ച്. ഈ ആകാശത്തിന്റെ ഇവിടെ രാജീവേട്ടൻ പറഞ്ഞതോടാണ് എനിക്ക് യോജിപ്പുള്ളത്. കാരണം അതിന്റെ ഉപ്പ് ഗുണം എല്ലായിടത്തും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്ന സ്ഥലത്തൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ഉപ്പിനെ ഒന്ന് തിളപ്പിച്ചു, ഈ ഉപ്പ് വെള്ളത്തെ ഒന്ന് തിളപ്പിക്കുക. അപ്പോൾ ഉപ്പ് അടിയിൽ ബാക്കിയാവും. അതിന്റെ അർത്ഥം എന്താണ്? ഈ ഉപ്പിന്റെ ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് എവിടെയൊക്കെ ഉണ്ടോ അവിടെ ഒന്നും വെള്ളത്തിന്റെ മോളിക്യൂൾസ് ഉണ്ടായിരുന്നില്ല. വെള്ളത്തിന്റെ മോളിക്യൂൾസ് എവിടെയൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഒന്നും എന്തില്ല. അപ്പൊ ഈ ഉപ്പ് കലക്കിയതിന് ശേഷം എന്താണ്, വെള്ളവും സർവ്വവ്യാപിയല്ല, ഉപ്പും സർവ്വവ്യാപിയല്ല. രണ്ടും കൂടിയിട്ട് എന്ത് ചെയ്തു, ആ സ്പേസിനെ വിഭജിച്ചു, അല്ലെങ്കിൽ ഷെയർ ചെയ്തു എന്ന് പറയേണ്ടി വരും. ശരിയാണോ? അല്ല, അത് തെറ്റാണ് നിങ്ങൾ പറയുന്നത്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, സർവ്വവ്യാപി എന്ന് പറയുന്നത് വ്യാപിച്ചിരിക്കുന്നത്, വ്യാപ്തമായിരിക്കുന്നത് എന്നാണ് അർത്ഥം. അത് വേറൊന്നിലാണ്.
വേറൊന്നിലാണ് വ്യാപ്തമായിരിക്കുന്നത്. അപ്പോ ഈ ഉപ്പുമാങ്ങ ഈ ഒന്ന് പറഞ്ഞോട്ടോ വെൾ- വിഷ്ണു ഉപ്പുമാങ്ങ എന്ന് പറയുമ്പോൾ ഉപ്പ് മാത്രമല്ല, അതിൽ മാങ്ങയും കൂടി ഉണ്ട്. ഇത് ഉപ്പ് കലക്കിയ വെള്ളം ഉപ്പുവെള്ളം എന്ന് പറയുമ്പോൾ ഉപ്പും വെള്ളവും ഉണ്ടെന്ന് മനസ്സിലാക്കണം. അത് വിലീനമായിരിക്കുന്നത് ഒന്നിന് ആധാരമായിരിക്കും. ഉപ്പില് കിടക്കുന്ന മാങ്ങയും ഉപ്പുമാങ്ങയാണ്. മാങ്ങയിൽ പിടിച്ചിരിക്കുന്ന ഉപ്പോട് ഇരിക്കുമ്പോഴും ഉപ്പുമാങ്ങ തന്നെയാണ്. ഇത് പരസ്പര ബന്ധമായിട്ട് നിലനിൽക്കുന്ന ഒന്നാണ്. വ്യാപി എന്ന് പറയുമ്പോൾ അതില്ല എന്നല്ല അർത്ഥം, അതിൽ കൂടെ ഇതും കൂടി ചേർന്നിട്ടുണ്ട് ഒരു അപ്പോ ക്രമത്തിൽ എന്നർത്ഥം കൊടുക്കും. അജേട്ടാ അപ്പൊ വെള്ളത്തിന്റെ മോളിക്യൂൾസ് ഉള്ള സ്ഥലത്ത് ഉപ്പുണ്ടോ? ഇല്ലല്ലോ. മാങ്ങയില് ഉപ്പ് എന്ന് പറയുന്നത് എന്താണ്? അല്ല ഉപ്പുമാങ്ങയിലുള്ളത് അല്ല അല്ല ഉപ്പും വേറെ എക്സാമ്പിളിന്റെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ കൺഫ്യൂഷൻ കൂടും. ഈ ഒന്നാമത്തെ എക്സാമ്പിളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചിട്ട് എക്സാമ്പിൾ മാറ്റാം, അതല്ലെങ്കിൽ ഇതേ എക്സാമ്പിൾ തുടരണതായിരിക്കും നല്ലത്. അപ്പോൾ ഈ വെള്ളമുള്ള സ്ഥലത്ത് ഉപ്പിന്റെ അംശം ഉണ്ടോ? ആദ്യം പറഞ്ഞോട്ടെ, ഈ വെള്ളമില്ലെങ്കിൽ അവിടെ ഉപ്പിന് വ്യാപ്തം എന്ന് പറയുന്ന ഒരു പ്രസക്തി ഇല്ലല്ലോ. അവിടെ ഈ വെള്ളമാണല്ലോ ബേസ്. അങ്ങനെയല്ല, ഇവിടെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഉപ്പിന്റെ കണികകൾ എല്ലായിടത്തും ഉണ്ടോ എന്നുള്ളതാണ്. വെള്ളത്തിന്റെ കണികകളുള്ള മോളിക്യൂൾസ് ഉള്ള സ്ഥലത്ത് ഉപ്പുണ്ടോ? ഉപ്പുള്ള സ്ഥലത്ത് വെള്ളം ഉണ്ടോ? ഇപ്പൊ ഇതിനെ സർവ്വവ്യാപി എന്ന് വിളിക്കാൻ പറ്റൂ എന്നുള്ളതാണ് ചോദ്യം. അജയേട്ടൻ എന്താ പറയുന്നത്? അല്ല, അജയേട്ടന് ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒന്ന് ചൂണ്ടിക്കാണിച്ചാൽ നന്നായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൂടി ഒന്ന് അഭിപ്രായം പറയൂ. ഇതിപ്പോ ഡിസ്കഷൻ കേട്ടിരുന്ന ആരെങ്കിലും ഒരു അഭിപ്രായം പറയൂ, എന്നാലല്ലേ എന്താണ് അതിന്റെ അവസ്ഥ എന്ന് ക്ലിയർ ആവുള്ളൂ. അതായത് ഇവിടെ ഉപ്പ് ഉള്ള ഗ്ലാസ് വെള്ളമല്ലേ പറഞ്ഞത്. അപ്പൊ ഉപ്പിനെ സംബന്ധിച്ചിടത്തോളം ഗ്ലാസ് ആണ് അതിന്റെ അതിര്, ഉപ്പ് വെള്ളത്തിന്റെ ഗ്ലാസ് ആണ് അതിന്റെ അതിര്. മനസ്സിലായോ? അപ്പൊ ഉപ്പ് വെള്ളത്തിന്റെ സർവ്വവ്യാപിത്വം എന്ന് പറഞ്ഞാൽ ഗ്ലാസ്സിന് മാത്രം ഒതുങ്ങുന്നതാണ്, അല്ലാതെ യൂണിവേഴ്സൽ ആയിട്ട് ഒന്നുമല്ല പറയുന്നത്. ഓക്കെ, അല്ല, പ്രജിത്ത് അവിടുന്ന് മാറിപ്പോയി. ആ പോയിന്റ് അല്ല ക്ലാസ്. സാരില്ല, നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. ശ്യാംലാൽ എന്താ പറയാനുള്ളത്? അല്ല, അതായത് നമ്മൾ ഈ സർവ്വവ്യാപിത്വം എന്നുള്ളത് കൺസെപ്റ്റിനെ ഭൗതിക വസ്തുക്കളോട് ആണ് താരതമ്യപ്പെടുത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. മറിച്ച് ആ സർവ്വവ്യാപിത്വം എന്നുള്ള ഒരു ഗുണത്തെയാണ് നമ്മൾ അടിസ്ഥാനപ്പെടുത്തുന്നതെങ്കിൽ ഉപ്പിന്റെ ഗുണം വെള്ളമുള്ള കണികകളിൽ പോലും നമ്മൾ ഗുണം എടുക്കുമ്പോൾ ഉപ്പിന്റെ ഗുണം അനുഭവപ്പെടുന്നുണ്ട്, വെള്ളമുള്ള സ്ഥലത്ത് പോലും. അപ്പോൾ ഉപ്പ് എന്നുള്ള ഭൗതിക വസ്തുവാണെങ്കിൽ ചിലപ്പോൾ അതിന്റെ തന്മാത്രകൾ കാണണമെന്നില്ല, പക്ഷെ അതിന്റെ സാമീപ്യം ഉള്ളത് കൊണ്ട് തന്നെ അത് ഉള്ളതായിട്ട് അനുഭവപ്പെടുന്നുണ്ട് ഉപ്പിന്റെ ഗുണം. അപ്പൊ ആ ഒരു തരത്തിൽ പറയുമ്പോൾ അത് സർവ്വവ്യാപിയാണ്. ഉപ്പിന്റെ ഗുണം, ഉപ്പ് എവിടെ ഇരുന്നാലും ഉപ്പിന്റെ ഗുണം സർവ്വവ്യാപിയാണ്. അതെന്താ കാരണം എന്നറിയോ ശ്യാംലാലേട്ടാ? നമുക്ക് ഈ ഹൈഡ്രജന്റെ അല്ലെങ്കിൽ ഒരു H2O മാത്രമായിട്ട് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. അങ്ങനെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ അവിടെ ഉപ്പിന്റെ ഗുണം ഉണ്ടോന്ന് പറയാൻ പറ്റില്ല. നമ്മൾ എടുക്കുന്നത് എന്താണ്? ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ എടുക്കുമ്പോൾ ഒരു തുള്ളി വെള്ളമല്ലേ എടുക്കുന്നത്. അപ്പൊ ആ ഒരു തുള്ളിയിൽ ഈ പറയുന്ന വെള്ളവും വരുന്നുണ്ട്, ഉപ്പും വരുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഉപ്പ് അനുഭവിക്കാൻ പറ്റുന്നത്. വിഷ്ണു ഈ പറയുന്നതിൽ യഥാർത്ഥത്തിൽ ഭയങ്കരമായിട്ട് ശാസ്ത്രീയതയാണ് തുളുമ്പിക്കുന്നത്. അതിന്റെ കാര്യം എന്ന് പറയുന്നത്, ആറ്റം കണ്ടുപിടിക്കുന്നതിന് മുമ്പും മോളിക്കൂള് കണ്ടുപിടിക്കുന്നതിന് മുമ്പും ഉള്ള ഒരു കാഴ്ചപ്പാടിൽ അങ്ങ് എടുത്താൽ മതിയാവും. നമ്മളിപ്പം പറയുന്ന ലാബിലുള്ള ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിലല്ല. നമ്മളിപ്പം ഒരു തുള്ളി വെള്ളം, ഒരു തേനീച്ച എടുത്തോണ്ട് വരുന്ന തേനിൽ അജേട്ടാ ഒരു മിനിറ്റ്, ഇത് എന്തിനു വേണ്ട ഇതിന്റെ ഈ എക്സാമ്പിൾ എന്തിനാ ഒരു മിനിറ്റ് തരാം, ഒറ്റ സെക്കൻഡ്. ഈ എക്സാമ്പിൾ എന്തിനാ കൊണ്ടുവന്നതെന്നും കൂടി ഞാൻ പറയാം, അപ്പൊ ഒന്നും കൂടി ക്ലിയർ ആവുമെന്ന് തോന്നുന്നു. ഇപ്പോ എല്ലാ സ്ഥലത്തും ഒരേ ഗുണമാണെങ്കിൽ, ഒറ്റ ക്വാളിറ്റി ഉള്ളെങ്കിൽ നമുക്ക് സർവ്വവ്യാപി എന്ന് പറയാൻ പറ്റും. ഇപ്പം ചില ഭാഗങ്ങളിൽ ഒരു ഗുണവും മറ്റു ചില ഭാഗങ്ങളിൽ മറ്റൊരു ഗുണമാണെങ്കിൽ അപ്പൊ പിന്നെ നമുക്ക് അതിനെ സർവ്വവ്യാപി എന്ന് വിളിക്കാൻ പറ്റുമോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അവിടെ വെക്കണത്. അപ്പൊ ഒന്നിൽ കൂടുതൽ ക്വാളിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇവിടെ എന്താണ്, ചൂടായി കഴിഞ്ഞാൽ ഒരു ഭാഗം ഉപ്പ് എന്നുള്ള ഭാഗം അടിയിൽ കിടക്കുകയും ചെയ്യും, വെള്ളത്തിന്റെ ഭാഗം നീരാവിയായിട്ട് പോവുകയും ചെയ്യും. അപ്പൊ രണ്ട് തരം ഗുണങ്ങൾ അവിടെ വന്നു കഴിഞ്ഞു. അപ്പൊ രണ്ട് ഗുണങ്ങൾ ഉണ്ടെങ്കിൽ അപ്പൊ അതിനെ സർവ്വവ്യാപി എന്ന് വിളിക്കാൻ പറ്റുമോ? രണ്ട് വ്യത്യസ്ത ഗുണങ്ങൾ അവിടെ വന്നില്ലേ? അപ്പോൾ ഒരു ഗുണമുള്ള ഭാഗത്ത്, ഇപ്പോൾ ഉപ്പിന്റെ ഗുണം ഉണ്ടാക്കുന്ന ആ ഭാഗത്ത് വെള്ളത്തിന്റെ അംശം ഉണ്ടോ, അല്ലെങ്കിൽ വെള്ളത്തിന്റെ അംശമുള്ള ഭാഗത്ത് ഈ ഉപ്പിന്റെ ഗുണം ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് ഞാനിവിടെ ഉന്നയിക്കാൻ ഉദ്ദേശിച്ചത്. ഓക്കെ,
അത് വിഷ്ണു ആദ്യം പറഞ്ഞു തുടങ്ങിയപ്പോഴേ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇതിന്റെ കാര്യം എന്ന് പറയുന്നത് ഒന്നിലേ ഇരിക്കാനൊക്കെ. ഇപ്പൊ ആകാശത്തിന് വിഷ്ണു നമ്മളെ അവതാരക വിഷ്ണു പറഞ്ഞ കണക്ക് ശബ്ദഗുണകം ആകാശം എന്നാണ് പറയുന്നത്. ശബ്ദത്തിന്റെ അടിസ്ഥാനമായിരിക്കുന്നത് ആകാശം എന്നാണ് പറയുന്നത്. വ്യാപ്തമായിരിക്കുന്ന ഒന്ന്, വിശാലമായിരിക്കുന്ന ഒന്ന് എന്നുള്ള അർത്ഥത്തിൽ അവിടെ സ്പേസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ നമ്മൾ രൂപപ്പെടുത്തിയ ലേറ്റർ ആയിട്ടാണ്. അത് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ശബ്ദത്തിന് ഗുണമായിട്ട് നിൽക്കുന്ന സ്പേസ് എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം ആകാശം എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് അത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ശബ്ദം നിലനിൽക്കുന്നതെങ്കിൽ വായു മണ്ഡലം നിലനിൽക്കുന്ന ഭാഗം അത്രയും ദൂരം നിൽക്കുന്ന ഒരു കൺസെപ്റ്റാണ് അതിൽ കൂടെ മുന്നോട്ട് വെച്ചേക്കുന്നത്. അന്നത്തെ മനുഷ്യന് അത്രേ പറ്റൂ, അതുകൊണ്ട് അവർ മുന്നോട്ട് വെച്ചൊരു കാര്യമാണ്. ഈ വ്യാപ്തമായിരിക്കുന്നത് പറയുമ്പോൾ തിരിച്ചും മറിച്ചും എടുക്കാൻ പറ്റും. ഒന്നിൽ വെള്ളത്തില് ലയിച്ചിരിക്കുന്നത് കൊണ്ട് ഉപ്പ് വെള്ളമെന്ന് പറയാം. ഉപ്പ് കിടന്നതിന് ശേഷം ഒരു ഉപ്പ് കട്ടയിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കലക്കുകയാണെങ്കിൽ വെള്ളം ഉപ്പിലേക്കാണ് വ്യാപിച്ചത്. തിരിച്ചിങ്ങോട്ടാണെങ്കിൽ അങ്ങോട്ടും ആക്കാം. തിരിച്ചും മറിച്ചും പറയാനൊക്കും. അജയൻ സാറേ, ഈ എനിക്ക് തോന്നുന്നത് യദു ഏകലവ്യം പറയുന്നത് ഇങ്ങനെയാണ്. അതായത് യത്കിഞ്ച ജഗത്യാം ജഗത് എന്നൊരു വാദമാണ് അവിടെ ഈ ഋഷി ഉന്നയിച്ചിരിക്കുന്നത്. ഏതൊരു ജഗത്തുണ്ടോ അതൊക്കെ ആഗ്രഹീകരിക്കപ്പെട്ടതാണ് എന്ന വാദം ഉന്നയിക്കുമ്പോൾ അവിടെയാണ് ഈശാവാസ്യം പിന്നെ നമ്മുടെ ഋഷി ആരോപിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആഗ്രഹീകരിക്കപ്പെട്ട എല്ലാത്തിലും ഈ ഈശൻ വസിക്കുന്നു, അല്ലെങ്കിൽ ഈശ്വരനാൽ നിറഞ്ഞു നിൽക്കുന്നു, ഈശ്വരനല്ലാത്ത ഒന്നും ഇല്ല എന്നൊരു വാദം ഉന്നയിക്കുമ്പോൾ അവിടെ ഇനിയിപ്പോ നമ്മൾ ആറ്റം കണ്ടുപിടിച്ചാലും ഇല്ലെങ്കിലും ഋഷി എന്നൊരു വാദം ഉന്നയിച്ചിട്ടുണ്ട്. ആകൃതീകരിക്കുക, ജഗത്യാം ജഗത്ത, യത്കിഞ്ച ജഗത്യാം ജഗത്ത് എന്നാ പറയുന്നത്. ഏതൊരു ആകൃതീകരിക്കപ്പെട്ടതുണ്ടോ അതൊക്കെ ജഗത്തായി മാറുമ്പോൾ അതിലൊക്കെ ഈശൻ ഉണ്ട്, ഈശൻ നിൽക്കുന്നു, നിറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈശന് ഗുണമുണ്ടെങ്കിൽ ഈശൻ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ജഗത്തിൽ നിൽക്കാൻ പറ്റില്ല, അതിന് ഈശൻ എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഗുണമുള്ള ഒന്നാണെങ്കിൽ അതിന് നമ്മൾ പഞ്ചഭൂതങ്ങൾ എന്ന് പറയും, അല്ലെ ഏതും ഒരു ഭൂതം എന്ന് പറയും. അപ്പൊ ഈശൻ എന്ന് പറയുന്നത് ഗുണരഹിതനാണ് എന്നൊരു വാദം തോന്നുന്നു പിന്നെ ഏകലവ്യം ഉന്നയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഗുണരഹിതനായതിന് മാത്രമേ സർവ്വവ്യാപിത്വം നമുക്ക് പറയാൻ പറ്റൂ. ഇല്ലെങ്കിൽ അത് ആരോപണമായി പോകും. നമുക്ക് ആരോപിക്കാം, നമുക്ക് നമ്മുടെ ഒരു ചിന്ത വെച്ചിട്ട് നമുക്ക് ആരോപിക്കും. ഇപ്പം വെള്ളത്തിൽ ഉപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന്റെ ഹൈഡ്രജനും ഓക്സിജനും മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതിലൊരിക്കലും ഉപ്പിന്റെ ഗുണം വരാൻ സാധ്യതയില്ല, ആ വെള്ളം എടുത്ത് പരിശോധിച്ചാൽ. മറിച്ച് അത് ആരോപണം മാത്രം. അപ്പൊ നമ്മൾ ആരോപിക്കുന്നു ആ വെള്ളത്തിൽ ഉപ്പ് സർവ്വവ്യാപിയാണെന്ന ഒരു ആരോപണം മാത്രം. എന്നാൽ ഇവിടെ ഈ ഋഷി പറഞ്ഞ അങ്ങനെയല്ല, യത്കിഞ്ച ജഗത്യാം ജഗത്ത് എന്നൊരു വാദ പറയുന്നത്, അവിടെ സർവ്വവ്യാപിത്ത പറയുന്നത് അദ്ദേഹം. അപ്പം അങ്ങനെ സർവ്വവ്യാപിയാണെങ്കിൽ അത് ഗുണരഹിതനായിരിക്കണം എന്നുള്ളൊരു വാദം തോന്നുന്നു ഏകലവ്യം ഉന്നയിക്കുന്നത്. എനിക്ക് തോന്നുന്നു അജയ് സാറിന് മനസ്സിലായി വിചാരിക്കുന്നു. അതെ അതെ, അത് തന്നെയാണ്. ഒന്നിൽ കൂടുതൽ ഗുണം ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അതിന് സർവ്വവ്യാപി എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഒരു ഗുണം മാത്രമേ ഉള്ളൂ ഈ ജഗത്തിനെന്നും പറയാൻ പറ്റില്ല. അപ്പോ ഈ സർവ്വവ്യാപി ആണെങ്കിൽ ഒരു ഗുണവും ഇല്ലാത്ത എന്നുള്ളൊരു അവസ്ഥ തന്നെയാണ് ഞാൻ ഇവിടെ ഉന്നയിക്കാൻ ശ്രമിച്ചത്. അല്ല, അത് മാത്രല്ലേ, ഗുണങ്ങളെല്ലാം വെറും ഒരു തോന്നലാണെങ്കിലോ അതിലേ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. അപ്പോഴും അത് നിർഗുണമായിരിക്കുമല്ലോ. ഇപ്പൊ നമ്മള് സ്വപ്നം കാണുമ്പോൾ കാണുന്ന പോലത്തെ ആണെങ്കിൽ അതൊരു തോന്നലാണെങ്കിൽ എല്ലാം ഉണ്ടായി നിലനിന്ന് പറഞ്ഞുമ്പോഴും ആ ഒരു സ്റ്റേറ്റ് എപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വേണമെങ്കിൽ നിർഗുണം എന്ന് പറയാൻ പറ്റില്ലേ? അല്ലെ സാറേ, ഈ ഗുണമില്ലാത്ത ഒന്നിനെ നമുക്ക് തോന്നാൻ പറ്റില്ലല്ലോ. തോന്നണമെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ഭൂതത്തിന്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. ഏതെങ്കിലും പഞ്ചഭൂതങ്ങളിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ മാത്രമേ നമ്മുടെ അനുഭവത്തിൽ അറിയാൻ പറ്റൂ. അനുഭവത്തിൽ അറിയുന്നതിനെ നമ്മൾ തോന്നുന്നു പറയാം. നമ്മളിപ്പോ ഒരു ആനേനെ തോന്നുക, ഇപ്പോ സങ്കല്പിക്കുക. അങ്ങനെ ആനേനെ സങ്കല്പിക്കുമ്പോൾ പഞ്ചഭൂതങ്ങളാൽ ഉണ്ടാക്കപ്പെട്ട ഒരു ആന നിലവിലുണ്ട്. അപ്പൊ ആ ആനേനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ മനസ്സിൽ സങ്കല്പിക്കുമ്പോഴും ഞാൻ ഒരു 6 അടിയുള്ള ഒരു മനുഷ്യനെന്ന് വിചാരിക്കുക. പക്ഷെ ആനക്ക് ശരിക്കും എനിക്ക് തോന്നുന്നു ഒരു 2-2.25 മീറ്റർ ഹൈറ്റ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 2.25 മീറ്റർ എങ്ങനെയാണ് ഈ 6 അടിയിൽ എന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഞാൻ സങ്കല്പിക്കുന്നത്? അപ്പൊ ഞാൻ ഒന്നുകിൽ ആനേനെക്കാൾ വലുതായിരിക്കണം, അല്ലെങ്കിൽ ഞാൻ പുറത്ത് സങ്കല്പിച്ചെന്ന് ഞാൻ പറയേണ്ടി വരും. പുറത്ത് ഞാൻ കാണുന്നില്ല, ഞാൻ എൻ്റെ ഉള്ളിലാ കാണുകയും ചെയ്തത്. അപ്പൊ അവിടെ എന്തായാലും പഞ്ചഭൂതാത്മകമല്ലെങ്കിൽ നമുക്ക് തോന്നാൻ പറ്റില്ല എന്നാണ് വാദം. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ പഞ്ചഭൂതം കൊണ്ട് ഉണ്ടാക്കപ്പെട്ട അനുഭവ യോഗ്യമായ മുമ്പ് എപ്പോഴോ നമ്മൾ അനുഭവിച്ചിരിക്കുന്ന സാധനത്തിന് മാത്രമേ നമുക്ക് തോന്നാൻ പറ്റൂ. നമുക്ക് അനുഭവിക്കാത്ത എന്തിനെങ്കിലും നമുക്ക് തോന്നാൻ പറ്റുമോ? നിങ്ങൾ ഇതുവരെ കാണാത്ത കേൾക്കാത്ത ഏത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഒരു രീതിയിലും നിങ്ങൾ അനുഭവിക്കാത്ത ഒന്നിനെ നമുക്ക് തോന്നാൻ പറ്റുമോ?
ഞാൻ പറഞ്ഞു കേട്ടില്ലേ? അല്ല മനസ്സിലായി എനിക്ക് മനസ്സിലായി. അതായത് എനിക്ക് തോന്നുന്ന പക്ഷേ അതായത് ഈ ഗുണമില്ലാത്തത് കൊണ്ട് തന്നെ അതിൽ ഗുണം ഉണ്ടാകുമ്പോഴാണ് അവിടെ ഒരു അനുഭവം രൂപപ്പെടുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ആ ഗുണമില്ലാത്ത എന്തോ ഒന്ന് അപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ നമ്മൾ ഡീപ്പ് സ്ലീപ്പിൽ നമ്മൾ പറയുമല്ലോ നമുക്ക് അനുഭവം ഇല്ല എന്ന് നമ്മൾ പറയുമല്ലോ. പക്ഷെ അതിന് ആ ഗുണങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ആ അനുഭവം അവിടെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ആയിരിക്കാം, എനിക്കറിയില്ല. പക്ഷെ ഞാനൊരു ഊഹം പറഞ്ഞതാണ് കേട്ടോ. പിന്നെ ഈ ഗുണമില്ലാത്ത, അതായത് കുറഞ്ഞ ഗുണങ്ങളുള്ള വസ്തുവിൽ മാത്രമേ കൂടിയ ഗുണങ്ങളുള്ള ഒരു വസ്തുവിനെ നിലനിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതായത് ഇപ്പൊ ഒരു മാങ്ങ, ഇപ്പൊ ഒരു ജ്യൂസ് ഉണ്ടാക്കുന്നു, അപ്പൊ അതിന്റെ ബേസ് എപ്പോഴും വെള്ളമായിരിക്കണം. അപ്പോൾ ആ ഗുണം കൂടിയ വസ്തു, അതായത് ജ്യൂസ് എന്ന് പറയുന്ന വസ്തുവിനെ ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരുന്ന ഗുണം കുറഞ്ഞൊരു വസ്തുവാണല്ലോ. ഇപ്പൊ ഒരു സോളിഡ് ആയ സബ്സ്റ്റൻസ് ആണ് ഒരു ഫ്രൂട്ട് എന്ന് പറയുന്നത്. അതിനെ കൂടുതൽ, അതായത് അതിനെ എല്ലായിടത്തേക്കും കൊണ്ടുവരുന്നത് ശരിക്കും അതിനേക്കാൾ ഗുണം കുറഞ്ഞൊരു വസ്തുവല്ലേ. ഇപ്പൊ വെള്ളം എന്ന് പറയുന്ന അതിനേക്കാൾ H2O എന്ന് പറയുന്ന സാധനമാണ്. അപ്പൊ അതിനേക്കാൾ ഗുണം കുറഞ്ഞതാണല്ലോ. അങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഏറ്റവും, അതായത് ഒരു ഗുണവും ഇല്ലാത്തതും എന്നാൽ എല്ലാ ഗുണങ്ങളെയും നിലനിർത്താൻ കഴിയുന്നതുമായ എന്തോ ഒന്നാണ് എന്നേ എനിക്ക് തോന്നുന്നത്. ഗുണങ്ങളെല്ലാം പ്രൊജക്റ്റ് ചെയ്യാനെന്ന് വേണമെങ്കിൽ പറയാൻ തോന്നുന്നുണ്ടോ. അതായത് ഇപ്പൊ നമ്മൾ ഈ പലപ്പോഴും ഈ സിമുലേഷൻ ആർഗ്യുമെന്റ് എന്നൊക്കെ പറയുമല്ലോ ഇവര്, എന്ന് പറയുന്ന പോലെ ഒരു പ്രൊജക്ഷൻ ആണെങ്കിൽ പറയുന്നതൊക്കെ കറക്റ്റ് തന്നെയാണ്. ഇതൊരു കൺക്ലൂഡ് ചെയ്യാനായോ ഇന്നത്തേത്? ഇതു അതെ അതെ, നമുക്ക് നാളെ 8:10 തന്നെ നമുക്ക് സ്ഥിരം തുടങ്ങുന്ന പോലെ തന്നെ ഇപ്പം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പറ്റുന്നത്ര ദിവസങ്ങളിലൊക്കെ നമുക്ക് ഇത് ചെയ്യാമെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ കൺക്ലൂഡ് ചെയ്താലോ വെപ്പ്? കൺക്ലൂഡ് ചെയ്യാം. വിഷ്ണു എന്തെങ്കിലും ഫൈനൽ കമന്റ്സ് പറയുന്നുണ്ടോ? വിഷ്ണു, നമ്മള് ഈ ഈശാവാസ്യ ഉപനിഷത്തിന്റെ ആണ് ഇപ്പൊ 3 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ തന്നെ ഈശാവാസ്യം എന്നുള്ളത് എന്താണ്, എങ്ങനെയൊക്കെ നമ്മളത് ചിന്തിക്കാം, ഏതൊക്കെ വീക്ഷണകോണുകളിൽ കൂടി ചിന്തിക്കുമ്പോൾ എന്തൊക്കെ അർത്ഥങ്ങളാണ് നമ്മുടെ ചിന്തയെ ബലപ്പെടുത്തുന്നത്, കൂടുതൽ ആഴങ്ങളിലേക്ക് നമുക്ക് പോകുവാൻ സഹായിക്കുന്ന വീക്ഷണകോണം ഏതാണ്, അവരവരുടെ ചിന്താ രീതിക്ക് അനുസരിച്ച് വ്യത്യസ്ത വീക്ഷണങ്ങൾ നമ്മളിവിടെ അവതരിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ താല്പര്യമുള്ളവർ ഈ റൂം ഷെയർ ചെയ്യുക. ഇത്തരം വിഷയങ്ങളിൽ കൂടുതൽ തത്വചിന്താപരമായി മുന്നേറാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കത് ഉപകാരപ്പെടും. അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളും ഇവിടെ അവതരിപ്പിക്കാവുന്നതാണ്. അപ്പൊ പരമാവധി എല്ലാവരും സഹകരിച്ച് ഇത്തരം പരിശ്രമങ്ങളെ വിജയിപ്പിക്കേണ്ടുന്നത് ആർക്കാണോ കൂടുതൽ ബെനഫിറ്റ് ആയിട്ട് തോന്നുന്നത് അവരത് കൂടുതൽ പ്രചരിപ്പിക്കുകയാണെങ്കിൽ എല്ലാവർക്കും അതിൻ്റെതായ ഗുണം കിട്ടുന്നതാണ് എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ബാക്കിയുള്ള ഗ്രൂപ്പുകളിൽ നമുക്കറിയാം വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഷയങ്ങൾ ഇങ്ങനെ ഒന്നിന്റെ പിറകെ ഒന്നായിട്ട് വരുമ്പോൾ ശ്രദ്ധയെ ഏകോപിച്ച് നിർത്താനായിട്ട് കുറച്ച് പ്രയാസമുണ്ട്. അപ്പോ പരമാവധി ലഭിക്കുന്ന സമയം മൊത്തം ഇത്തരം ചെറിയൊരു വിഷയമാണെങ്കിൽ പോലും അതിൽ കേന്ദ്രീകരിച്ച് വ്യത്യസ്ത വീക്ഷണകോണുകളോടെ ചിന്തിക്കാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള അവസരങ്ങൾ തുടർന്നും ഉണ്ടാവുന്നതിന് നിങ്ങളെല്ലാം സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ പരമാവധി നിങ്ങളെല്ലാവരും ഇത്തരം ചർച്ചകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതൊരു അഭ്യർത്ഥന ഞാൻ മുന്നോട്ട് വെക്കുകയാണ്. എന്തായാലും ഇത്ര നേരം ഇവിടെ ഇത് കേൾക്കാൻ വന്നിരുന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഇത് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു.